ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ റാപ്പിഡ് റിവിഷൻ സെഷനിലാണുള്ളത്. റിവിഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചതിന് ശേഷം ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ക്ലാസ് നോട്ട്സും അതേപോലെ തന്നെ എല്ലാം നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓഡിറ്റിംഗ് നമുക്കറിയാം. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് 50 മാർക്ക് പേപ്പറാണ്. മീൻസ് അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗ് കൂടെ ചേർന്നിട്ടാണ് നമുക്ക് 100 മാർക്സ് വരുന്നത്. കോർപ്പറേറ്റ് അക്കൗണ്ട്സും ഓഡിറ്റിങ്ങും. അപ്പം ഓഡിറ്റിംഗ് നമുക്ക് ബേസിക്കലി 3 ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത് അല്ലേ. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ക്ലാസ് നമുക്കത് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോയി ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് പറയാണ്. ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട് നമുക്ക്, ബേസിക് കോൺസെപ്റ്റ്സ്. രണ്ടാമത് നമുക്കുള്ളത് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ആണ്. പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. മൂന്നാമത് നമുക്കുള്ളത് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് അണ്ടർടേക്കിങ്സ്. പല പല രീതിയിലുള്ള ബിസിനസ്സുകളുടെ ഓഡിറ്റുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സ്പെസിഫിക് പോയിന്റ്സ് അല്ലേ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്കുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, വെയിറ്റേജ് എന്ന് പറയുന്നത് 10% എന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് വൈസ് പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 10 മാർക്സ്. 10 മാർക്സ് നമുക്ക് ബേസിക്സ് എന്നാണ്. 10 മാർക്സ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർടേക്കിങ്സ് ആണ്. 30 മാർക്സ് നമുക്ക് വരുന്നത് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ് എന്ന് പറയാനുള്ള പോലെ തന്നെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു നൈറ്റ് മെയർ ആണ് ആക്ച്വലി. ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണെങ്കിൽ പോലും പ്രാക്ടിക്കലി അത് അത്ര നല്ലൊരു ശീലമല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ബേസിക് കോൺസെപ്റ്റും അതുപോലെ തന്നെ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് എടുക്കുകയാണെങ്കിൽ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് വോള്യൂം ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് ഈസി ലാംഗ്വേജസ് ആയിട്ട് നമുക്കതിന് കാണാൻ പറ്റും. പക്ഷേ ബേസിക് കോൺസെപ്റ്റിൽ മൊത്തം കുറേ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ലെവലിലായിരിക്കും ചിലപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എത്ര എഫർട്ട് ഇടുന്നോ അത്ര നമുക്ക് മാർക്ക് അതിൽ കുറവാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ടിൻ്റെ ഇതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അത് മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവ് ഏരിയയിൽ നമ്മൾ PYQ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യന് ബേസിക്കലി നമുക്ക് 7 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഓഡിറ്റിങ്ങിൽ ഉണ്ടാവുക. ഓക്കെ, അതായത് നമുക്ക് ബേസിക്സിന് 7 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് അണ്ടർടേക്കിങ്സിന് 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇതാണ് ഉണ്ടാവുക. ഓക്കെ, ബാക്കിയുള്ള 7x4 നമുക്ക് ഇവിടുന്നാണ് വരുന്നത്. അതായത് 4 ക്വസ്റ്റ്യൻസ്, 7 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്നുണ്ടാവും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൽ നമുക്ക് ടോട്ടൽ അക്കൗണ്ട്സ് അടക്കം നമുക്ക് ഇപ്പം 7 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് 3 ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യനിൽ 2 സബ് ക്വസ്റ്റ്യൻ ആയിട്ട്, ഒരു ക്വസ്റ്റ്യൻ 14 മാർക്കായിരിക്കും, അതിൽ 7 2 സബ് ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് ബേസിക്കലി പാറ്റേൺ വരുന്നത്. അപ്പോൾ നമ്മളുടെ മാർക്കിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 7 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ അക്കൗണ്ടിങ് എന്ന് നമുക്ക് 4 ക്വസ്റ്റ്യനും ഓഡിറ്റിംഗ് എന്ന് 3 ക്വസ്റ്റ്യൻസാണ് നമുക്കുള്ളത്. ഇവിടെ
ഈ 7 ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അറ്റൻഡ് ഓൺലി 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സിൽ തന്നെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഉണ്ട്, പ്ലസ് ഓഡിറ്റിങ്ങിൽ 1 ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ ഓഡിറ്റിങ്ങിൽ 3 ക്വസ്റ്റ്യൻ, പ്ലസ് നമുക്ക് അക്കൗണ്ട്സിലെ 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇതിൽ നിന്നും അക്കൗണ്ട്സിൽ നിന്നൊന്ന് ഓഡിറ്റിങ്ങിൽ നിന്ന് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്ട്രാറ്റജി. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, നിങ്ങൾക്ക് ആ എക്സാമിൽ നിങ്ങൾക്ക് അറിയാത്ത ഭാഗം അക്കൗണ്ട്സ് ആണോ ഓഡിറ്റിംഗ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻസ് ഇല്ലാത്ത ഭാഗം ഏതാണ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ അത് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഓഡിറ്റിങ്ങിൽ നമുക്ക് ആകെ 14 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി ഇഫ് യു ആർ വെരി കോൺഫിഡൻറ്റ് ഇൻ യുവർ അക്കൗണ്ട്സ്. ഇനി അതല്ല നിങ്ങൾ അക്കൗണ്ടിൽ കോൺഫിഡൻസ് ഇല്ല, ഓഡിറ്റിങ്ങിലാണ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റിംഗ് തന്നെ എഴുതി ബാക്കി 2 എന്ത് ചെയ്താൽ മതി, അക്കൗണ്ടിൽ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് വെരി ഈസി ഫോർ യു, അല്ലേ? നമുക്ക് അത്ര അതേപോലെ നമുക്കത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പേപ്പറല്ല ആക്ച്വലി ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ. അതൊരു സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ടിൽ നിന്ന് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 7 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ബേസിക്സിന് ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൽ ബേസിക് കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആദ്യം നോക്കാം. ബേസിക് കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. ബേസിക് കോൺസെപ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ 7 മാർക്ക് നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ബേസിക് കോൺസെപ്റ്റ്. ബേസിക് കോൺസെപ്റ്റ്സിൽ നമുക്ക് ആദ്യം തന്നെ നമുക്കത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് അവിടെ ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സിലബസ് 2022 അല്ലേ? 2022 സിലബസിൽ ഈ ഡിസംബർ 2025 വരെയുള്ള അറ്റംപ്റ്റ് വരെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് ഓഡിറ്റിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ചോദിച്ചുള്ള ആകെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി ടാക്സ് ഓഡിറ്റിൻ്റെ ഒരു ഭാഗമാണ്. 7 മാർക്ക് ടാക്സ് ഓഡിറ്റ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ചിലപ്പം അടുത്ത അറ്റംപ്റ്റുകളിൽ എന്ത് ചെയ്യാം, വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓഡിറ്റിൻ്റെ ഓവറോൾ ഐഡിയ നമുക്ക് ഉണ്ടാവണം. അത് ബൈ ഹാർട്ട് ചെയ്യണം എന്നല്ല, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എത്ര ടൈപ്സ് ഓഫ് ഓഡിറ്റുകളുണ്ട്, അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്ത് ചെയ്യാം നമ്മൾ നോക്കാം. അതാണ് അതിലെ ഒരു കാര്യം. രണ്ടാമത്തത് നമുക്ക് പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്, അല്ലേ? നമ്മളൊരു ഓഡിറ്റിനെ ഗവേൺ ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്. അതാണ് ഇൻഡിപെൻഡൻസ്, ഇൻറ്റിഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതുവരെ ചോദിച്ചിട്ടില്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി ആസ്ഡ്. ബേസിക്സിലുള്ള സാധനമാണ്. അതേപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ, അതേപോലെ തന്നെ ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ, ഓഡിറ്റ് എവിഡൻസ്, ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓക്കെ, ഇതുവരെ ചോദിച്ചിട്ടില്ല. ആസ് ഓഫ് നൗ ഈ 5 അറ്റംപ്റ്റുകളിലും നമ്മൾ ഡിസംബർ വരെയുള്ള അറ്റംപ്റ്റുകളിലും ഇതുവരെ എന്ത് ചെയ്തില്ല, ചോദിച്ചിട്ടില്ല. പക്ഷെ അത് ചോദിക്കാം, കാരണം ബേസിക്സിൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. ഇറ്റ്സ് നോട്ട് ഫസ്റ്റ്. പഴയ സിലബസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് എന്ത് ചെയ്തില്ല, ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അത് കാണുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ആസ്ഡ്. പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാലാണ് ഇൻറ്റേർണൽ കൺട്രോൾ
internal audit, internal check. Okay. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്റേണൽ കൺട്രോളും ചോദിച്ചിട്ടുണ്ട്, ഇന്റേണൽ ചെക്കും ചോദിച്ചിട്ടുണ്ട്. ഇന്റേണൽ കൺട്രോൾ ആൻഡ് ഇന്റേണൽ ചെക്ക് രണ്ടിലും ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 2 അറ്റംപ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ബേസിക്സിൽ വരുന്ന സാധനമാണ്. പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഓഡിറ്റ് സാമ്പിളിംഗ് ഉണ്ട്, ഇതിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് ഓഡിറ്റ് ട്രെയിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഓഡിറ്റ് ട്രെയിൽ. അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഓഡിറ്റ് ട്രെയിൽ. ഈ ഓഡിറ്റ് ട്രെയിലും ആക്ച്വലി ഇറ്റ് വാസ് ആസ്ഡ് വൺസ്. ഓക്കെ, ഓഡിറ്റ് ട്രെയിൽ ഈസ് ആസ്ഡ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത്രയും നടന്നതിൽ നമുക്ക് 5 അറ്റംപ്റ്റ്, ശരിക്കും ആക്ച്വലി 6 അറ്റംപ്റ്റ് ഉണ്ട്. പക്ഷേ ജൂൺ 2023 അറ്റംപ്റ്റ് ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാർക്കെല്ലാം അവൈലബിൾ അല്ല ആക്ച്വലി. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ മൊത്തത്തിൽ ഈ ഒരു ബേസിക്സിൽ 5 അറ്റംപ്റ്റാണ് നടന്നത്. 5 അറ്റംപ്റ്റുകൾ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യന് ഓഡിറ്റ് ട്രെയിലിനെ കുറിച്ചാണ്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ആക്ച്വലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോറി, ദിസ് വാസ് ആസ്ക്ഡ്. അതിലെല്ലാം ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. സോ അടുത്ത അറ്റംപ്റ്റുകൾ കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് 2022 സിലബസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, MCQ ചിലപ്പോൾ വരുന്നുണ്ടാവും, പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല ഇതുവരെ, December 2025 അറ്റംപ്റ്റ് വരെ. അപ്പം ഇനി അങ്ങോട്ടേക്കും ചിലപ്പോൾ അങ്ങനെ ആവാം. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇത് ഈ ഒരു കോൺസെപ്റ്റിൽ അത് റിലേറ്റ് ചെയ്യുന്ന മറ്റു ടോപ്പിക്കുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ബേസിക്കലി 5 അറ്റംപ്റ്റുകളിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ടാക്സ് ഓഡിറ്റ് ചോദിച്ചിട്ടുണ്ട് 1, പിന്നെ 2, പിന്നെ 3. ഇതിൽ 3ഉം 4 2 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട്. 5, അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് ഓൾറെഡി ചോദിച്ചതാണ്. അപ്പോൾ ഇത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഏരിയ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്ത് പോവാം. അത് നിങ്ങൾക്ക് അറിയാം എന്താണ് ഓഡിറ്റിംഗ്, വാട്ട് ഈസ് ഓഡിറ്റിംഗ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ഡെഫിനിഷനൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ എക്സാമിന് ചോദിക്കില്ല, ഓൾറെഡി വി നോ അല്ലേ. പക്ഷേ എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ അല്ലേ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ പ്രോസസ്സാണ്. അതിലൂടെ നമ്മൾ എന്താണ്, വി ആർ ഗിവിങ് എൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്നത്. ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ ഓഡിറ്റ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് അയാൾ ഒരു ലോക്കലായിട്ടുള്ള ഒരാളല്ല, ഹീസ് എ പ്രൊഫഷണൽ പേഴ്സൺ അല്ലേ. അതുകൊണ്ട് തന്നെ ഹി ഹാവ് ഫോളോ സം പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഓഡിറ്റർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിൽ ബേസിക് ആയിട്ട് അയാൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസിനെ നമ്മൾ വിളിക്കുക ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിങ് ആൻഡ് ഓഡിറ്റ്. ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട, നമ്മളെ ഗവേൺ ചെയ്യേണ്ട ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് വി ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് അല്ലേ. വി ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരാളാലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പാടില്ല അല്ലേ. നമ്മൾ പറയുന്ന ഒപ്പീനിയൻ നമ്മളുടേതായിരിക്കണം. നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത നമ്മളുടെ ഇട്ട എഫേർട്ടിന്, ഓഡിറ്റ് നമ്മൾ ബിഗിനിങ് ടു എൻഡ് നമ്മളിട്ട എഫേർട്ടിനുള്ള നമ്മളുടെ അഭിപ്രായമാണ് ഇത് നമ്മൾ പറയേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഡ്യൂ ടു എനി വൺസ് ഇൻഫ്ലുവൻസ്. അതാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വാളിറ്റിയാണ് എന്ത്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പിന്നെ യു ഷുഡ് ഹാവ് ഇൻറ്റഗ്രിറ്റി.
ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സത്യസന്ധമായിട്ട് ഉള്ള കാര്യം ചെയ്യണം. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ നീതിപൂർവമായിട്ട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ എന്ത് ചെയ്യണം, നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ ക്ലയൻ്റാണ്, നമുക്ക് അവർ ഫീസ് തരുന്ന ആളാണ്, നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്. ആ ഒരു വർക്കിനെ നമ്മൾ ബഹുമാനിക്കണം. നമ്മളുടെ ക്ലയൻറ്റിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലയൻറ്റിൻ്റെ ഒരു ഇൻഫോർമേഷനും അവരെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എഫക്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വി ഷുഡ് നോട്ട് ബി ഡിസ്ക്ലോസ്ഡ്. ഓക്കെ, അതിന് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല അൺലെസ് ദ ക്ലയൻറ്റ് പെർമിറ്റ്. ക്ലയൻറ്റ് പറയുകയോ അല്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് അങ്ങനെ ഒരു ബാധ്യത വരികയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. എല്ലാ സമയത്ത് നിങ്ങൾ ക്ലയൻറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻസും ഒരു ഡോക്യുമെൻറ്റ്സും ഒരു ഫയലുകളും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. അതാണ് ബേസിക് പ്രിൻസിപ്പിൾസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഷുഡ് ഹാവ് ഒബ്ജക്റ്റിവിറ്റി. നമ്മൾ ഒബ്ജക്റ്റിവിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ ഒരു കമ്പനി പീരിയോഡിക്കൽ ഓഡിറ്റിനാണ് ഹയർ ചെയ്തതെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കണ്ടിന്യൂസ് ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് മൈ ഒബ്ജക്റ്റീവ് അല്ലേ. സോ വി ഷുഡ് നോട്ട് ഗോ ഫോർ 100% ഓഫ് വെരിഫിക്കേഷൻ. അതേപോലെ തന്നെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തതെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്ററുടെ പണിയെടുക്കാൻ പാടില്ല അല്ലേ. സോ നമ്മളുടെ ഒബ്ജക്റ്റീവ്, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് യുവർ ഓഡിറ്റ്, ആ ഒബ്ജക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യാം. പിന്നെ നമ്മളുടെ ബേസിക് പ്രിൻസിപ്പിൾ വരുന്ന സാധനമാണ് സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ്. ഓഡിറ്റ് ചെയ്യുന്ന ആൾക്ക് സ്കിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കോമ്പിറ്റൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ആസ് എൻ ഓഡിറ്റർ യു ആർ നോട്ട് പ്രസൻറ്റിങ് എ വൺ മാൻ ഷോ. നമ്മളൊരു വൺ മാൻ ഷോ നടത്തില്ല. യു വിൽ ഹാവ് എ ടീം അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ടീം ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പല ആളുകളെയും നിങ്ങളുടെ വർക്കിൻ്റെ മേലെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാം. സോ യു ഹാവ് ടു മേക്ക് എ പ്ലാൻ. എങ്ങനെയാണ് നിങ്ങൾ അവരെ റിലേ ചെയ്യാൻ പോകുന്നത്, വാട്ട് ഈസ് യുവർ സ്ട്രാറ്റജി ഫോർ ബിലീവിങ് ദം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു മേക്ക് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്. എന്ന് പറഞ്ഞാൽ റിലേ ഓൺ വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്. വിശ്വസിക്കണം വേണ്ടതെന്ന് എന്ത് ചെയ്യാം, നമ്മളെ ജഡ്ജ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മളെ വർക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് ദർ വിൽ ബി സിറ്റുവേഷൻസ് ദാറ്റ് വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്ലാനിങ്. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഷുഡ് ബി പ്രോപ്പർലി പ്ലാൻഡ്. കാരണം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു സിനിമയ്ക്ക് പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫങ്ഷന് പോകുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാഷ്വലായിട്ടുള്ളൊരു പോക്കല്ല. ഇറ്റ് ഷുഡ് ബി അതിൻ്റെ ബിഗിനിങ് ടു എൻഡ് എങ്ങനെയായിരിക്കണം എന്നുള്ള പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഒപ്പീനിയനിലേക്ക് എത്താനും അത് കൃത്യസമയത്ത് തീർക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, എന്താ വെച്ചാൽ ഓഡിറ്റ് ചെയ്ത് നമ്മൾ അറിയാലോ, നമ്മൾ സൈനിനാണ് നമ്മൾ എല്ലാം നമ്മൾ പറയും. വെൻ വി സൈൻ വി ഹാവ് ദ വാല്യൂ. നമ്മളുടെ ആ സൈൻ ചെയ്യുമ്പോൾ നമുക്ക് മണി കിട്ടും. അത് മാത്രമല്ല യു ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ സൈൻ അല്ലേ. ആ സൈൻ ചെയ്യുന്നത് നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്യുന്നതിന് ചിലപ്പോൾ നിങ്ങൾ ഭാവിയിൽ വലിയൊരു വില കൊടുക്കേണ്ടി വരും. സോ നിങ്ങൾ യു ഹാവ് ടു പ്രോപ്പർലി പ്ലാൻ വാട്ട് യു ആർ ഗോയിങ് ടു ഡു. അതിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. നിങ്ങളുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചർ, അതിൻ്റെ ടൈമിംഗ്, അതിൻ്റെ എക്സ്റ്റെൻറ്റ്, ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പ്രോപ്പർ പ്ലാനിങ് നമുക്ക് ഉണ്ടാവും. വി ഷുഡ് ഹാവ് എ പ്രോപ്പർ പ്ലാനിങ് ഓൺ NT. പിന്നെ നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അതിനൊരു ഡോക്യുമെൻറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. എന്താണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? അത് നമ്മളുടെ ഇപ്പോൾ നമ്മളൊരു ബയോഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവചരിത്രം എന്നൊക്കെ നമ്മൾ പറയാം. അതേപോലെ തന്നെ നമ്മൾ ഓഡിറ്റിൻ്റെ ഒരു ജീവനാണത്. ഓക്കെ, ഓഡിറ്റിങ്ങിൻ്റെ ബിഗിനിങ് ടു എൻഡിൽ നമ്മൾ എന്ത് ചെയ്തു, വാട്ട് ഈസ് യുവർ അൾട്ടിമേറ്റ്
തിങ് ദാറ്റ് യു ഹാവ് ഡൺ എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ അടുത്ത് ക്ലയൻറ്റ് വന്നത് മുതൽ അവസാനം നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യും ആ ഒരു ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ ഉണ്ടാവും. നമ്മളെ പ്രപ്പോസൽസ് മുതൽ നമ്മളെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ചിലപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അടക്കം നമ്മൾ എന്ത് ചെയ്യും അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അതാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഓഡിറ്റർ നിർബന്ധമായിട്ടും അയാളുടെ പ്രിൻസിപ്പളുടെ ഭാഗമായിട്ട് അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനമാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. പിന്നെ ഓഡിറ്റ് എവിഡൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഈ നോട്ട്സ് ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസ് എന്താണ്? നമ്മളുടെ ഓഡിറ്റ് ചെയ്തതിൻ്റെ ഓവറോൾ നമ്മൾ ഒപ്പീനിയനിലേക്ക് എത്താനുണ്ടായ റീസൺസ്, പ്രൊസീജിയേഴ്സ്, പോളിസീസ്, ഇതൊക്കെ നമ്മൾ ഈ ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം. പിന്നെ ഓഡിറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണമെങ്കിൽ, ഓഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? അക്കൗണ്ട്സ് വേണം അല്ലേ? അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ഓഡിറ്റ് ചെയ്യാം. അപ്പം അക്കൗണ്ടിങ്, ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. എല്ലാ സ്ഥാപനത്തിലും ഒരേപോലെ ആയിരിക്കും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. പലരും പല രീതിയിലുള്ള വേരിയേഷൻസ്, അവരുടെ ബിസിനസ് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവർ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അവരുടെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഒരു ഓഡിറ്റിന് പോകുമ്പോൾ ഇപ്പം ഒരിക്കലും ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, NGO, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് മുമ്പ് നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, അതല്ലെങ്കിൽ അവരുടെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഓഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പം തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ പ്രാക്ടിക്കലി നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളോട് പല ക്ലയൻസും നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അക്കൗണ്ടിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓഡിറ്റ് അക്കൗണ്ട്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാനറിയോ, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാനറിയോ എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താ? എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സ് തന്നെ ആണെങ്കിലും ഓരോരോ ബിസിനസ്സുകളുടെ നേച്ചറിനനുസരിച്ച് അവർക്ക് കുറച്ച് അവരുടെ പ്രൊസീജിയേഴ്സിലും അവർ ഓവറോൾ കോൺസെപ്റ്റിലൊക്കെ കുറച്ചൊരു മാറ്റങ്ങൾ എന്ത് ചെയ്യും, ഒരു 20 to 30% വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ വേരിയേഷൻസും കൂടെ മനസ്സിലാവുന്ന, ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ AI അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടെക്നോളജി പോലുള്ള സാധനങ്ങൾ, അപ്പോൾ ആ ഒരു ടെക്നോളജി ബേസ് ആയിട്ടുള്ള കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിന് ഓഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? സ്വാഭാവികമായിട്ടും അക്കൗണ്ടിങ് സിസ്റ്റംസും ആ സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇൻറ്റേർണൽ കൺട്രോൾസിനെ കുറിച്ചും, അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ, ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഓഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ വി ഹാവ് ടു ഗോ ഫോർ അവർ റിപ്പോർട്ടിംഗ്, അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുക. എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ഒപ്പീനിയൻ നമ്മൾ ഫോം ചെയ്യുന്നത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലായിരിക്കും. ഓഡിറ്റ് റിപ്പോർട്ട് എന്തിനാണ് കൊടുക്കുന്നത്? ടു ഫോം ആൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സാധനം ആണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. നമ്മളല്ല ബേസിക്സ് നമുക്ക് 7 മാർക്സിനാണ്. അപ്പോൾ ഇതൊക്കെ ഇതിലാണെങ്കിൽ ഒന്നും നോക്കാനില്ല, കണ്ണുമുട്ടി എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്തിന് ഇതിലൊക്കെ എല്ലാത്തിലും എന്ത് ചെയ്യുക, ഒരു 1 or 2 ലൈൻസ് ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുക്കുക. പോയിന്റുകൾ മാത്രം എഴുതിയാൽ പോരാ, പോയിന്റ്സിൻ്റെ കൂടെ തന്നെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്, അല്ലെങ്കിൽ യു ക്യാൻ റെഫർ ദ നോട്ട്സ്. ഓക്കെ, നോട്ട്സ് നമുക്ക് റെഫർ ചെയ്യാം. അതാണ് ഒരു ഭാഗം, ബേസിക് പ്രിൻസിപ്പിൾസ്. പിന്നെ നമുക്ക് അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഡോക്യുമെൻറ്റേഷൻ, നമ്മൾ ആ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സാണ് അല്ലേ? ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതല്ലാതെ വേറെയും കുറേ കാര്യങ്ങൾ കേട്ടോ, ഓഡിറ്റ് പ്രോസസ്, ഇൻവെസ്റ്റിഗേഷൻ, മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്നും വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബട്ട് അതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഞാൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫ്ലോയിൽ നമുക്ക് SA 210 മുതൽ നമ്മൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവാം. ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്താണ്? ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ എൻഗേജ് ചെയ്യുന്ന എന്താ, ഒന്നിലേക്ക് നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അവരുടെ ഓഡിറ്റിലേക്ക് നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, എൻഗേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ആർ ആസ്കിങ് അസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഗിവിങ് ആൻ എൻഗേജ്മെൻറ്റ് ലെറ്റർ ടു ദ ക്ലയൻറ്റ് അല്ലേ? അപ്പോൾ ഓഡിറ്റർ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ക്ലയൻറ്റ് വരുന്നു, ക്ലയൻറ്റ് നമ്മളോട് പറയുന്നു യു ഹാവ് ടു ഡു ദിസ് ഓഡിറ്റ്. ഓക്കെ, അങ്ങനെ വാക്കാൽ പറഞ്ഞാൽ പോരാ,
നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു സേ ദാറ്റ് വി ആർ റെഡി, പക്ഷേ നമുക്ക് ഇന്ന സാധനങ്ങൾ ഇന്ന രീതിയിൽ എന്ത് ചെയ്യണം വേണം. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഡ്രാഫ്റ്റ് ചെയ്ത് വി വിൽ ഗീവ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ടു ദ ക്ലയൻറ്റ്. എൻഗേജ്മെൻറ്റ് ലെറ്റർ ക്ലയൻറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ് എന്ത് ചെയ്യുക, നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് വി ഡു ഇൻ ദ ഓഡിറ്റ് ഫ്രം അവർ സൈഡ്. ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ. പിന്നെ MCQ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒക്കെ എസ്സേസ് നമ്മൾ പഠിക്കണം. എസ്സേ 210 ആണത്. അതേപോലെ തന്നെ ബാക്കിയുള്ള എസ്സേസ്. അപ്പോൾ നമുക്ക് നമ്മളെ ചാപ്റ്റർ നമ്പർ 6 നമുക്ക് ഒരു ചെറിയ യൂണിറ്റ് തന്നെ ഉണ്ട്, എസ്സേസും ഫുള്ള് ലിസ്റ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ എസ്സേസ് റീഡ് ചെയ്തൊക്കെ അതിൽ എല്ലാ എസ്സേസൊന്നും പഠിക്കേണ്ട, നമ്മൾ കോൺസെപ്റ്റൽ ബേസിൽ പഠിച്ച എസ്സേസ് മാത്രം നോക്കി പോവാം. അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച എസ്സേസ് ഒന്നും ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് MCQ നമുക്ക് MCQ ഒരു എസ് അല്ലെങ്കിൽ 2 essays ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം ചോദിക്കാറുണ്ട്. ഓക്കെ, ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ. അപ്പോൾ എന്താണ് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ലെറ്റർ ഇഷ്യൂഡ് ബൈ ദ ഓഡിറ്റർ അല്ലേ, ഇഷ്യൂഡ് ബൈ ഓഡിറ്റർ ടു ദ ക്ലയൻറ്റ്, റൈറ്റ്? ക്ലയൻറ്റിന് കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് അറിയാം. എപ്പോഴാണ് കൊടുക്കുക? ഓഡിറ്റൊക്കെ കഴിഞ്ഞിട്ടാണോ? അല്ല, ബിഫോർ സ്റ്റാർട്ടിങ് ദ ഓഡിറ്റ്. ബിഫോർ സ്റ്റാർട്ടിങ് ദ ഓഡിറ്റ് auditor should send it. Auditor shall issue the engagement letter. Engagement letter നമ്മൾ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുക? വാട്ട് ഈസ് ദ കോർ കണ്ടന്റ് ഇൻ ഇറ്റ്? എന്തായിരിക്കും? ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലേ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഓഡിറ്റ്, റൈറ്റ്? ഓഡിറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കും അതിലുണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ്, രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് പാർട്ടീസ്. ഇനി ചില സമയത്ത് നമുക്ക് വേണ്ടി വരില്ല അല്ലേ? നോട്ട് നെസസറി, not required if law, ഏത് ലോൻ്റെ അണ്ടറിലാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തത്? ചില ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആയിരിക്കും. സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ട് ചെയ്യേണ്ട ഓഡിറ്റ് ആയിരിക്കും. അപ്പം ആ നിയമത്തിൽ തന്നെ ഓൾറെഡി എന്ത് പറയുന്നുണ്ടാവും? ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ടാവും ഓഡിറ്റിൻ്റെ. അപ്പോൾ പിന്നെ നമ്മളുടേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നോട്ട് റിക്വയർഡ് ഇഫ് ലോ already specified terms and conditions. പക്ഷേ റെക്കമെൻഡേഷൻ എന്താണ്? is to issue audit engagement letter always. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഏതെങ്കിലും കേസിലൊക്കെ ഇതൊരു കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗലായിട്ടുള്ളൊരു ഫാക്ടറൊക്കെ വരുന്ന സമയത്ത് അവിടെ നമുക്ക് അതിനെ ഒരു റിലവൻ്റ് ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ നമ്മോട് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലേ 7 മാർക്കിനാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ എന്താണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്ന് മാത്രമായിരിക്കണം ചോദിക്കണമെന്നില്ല. ഇത് 2 മാർക്ക് 3 മാർക്കിനൊക്കെ ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്ററിൻ്റെ സബ് പോയിന്റുകൾ ഏതെങ്കിലും ചോദിക്കാം. എന്താണ് കണ്ടൻസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ അല്ലേ? കണ്ടൻസ്. അതേപോലെ തന്നെ അതായിരിക്കും അതിൻ്റെ കൂടെ ചോദിക്കാൻ സാധ്യത അല്ലേ? ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്ററിൽ കണ്ടന്റ്. അപ്പോൾ എന്താണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്ററിൽ ഉണ്ടായിരിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമ്മൾ ഓവറോൾ പറഞ്ഞു. പക്ഷേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാത്രമല്ല, ദാറ്റ് കണ്ടെയ്ൻസ് മെനി തിങ്സ് അല്ലേ? അപ്പോൾ അതിൽ ഒന്നെന്താണ്?
കണ്ടന്റ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ്. നമ്മൾ നേരെ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം പറഞ്ഞല്ലോ നേരത്തെ. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഓഡിറ്റിനും, ഓഡിറ്റ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ഓഡിറ്റ് ഒബ്ജക്റ്റീവ് ആവണമെന്നില്ല, വേറെ ഓഡിറ്റിനുണ്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് എൻഗേജ്മെന്റ് ലെറ്ററിൽ ഉണ്ടായിരിക്കണം. കണ്ടിന്യൂസ് ഓഡിറ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയണം, പീരിയഡിക്കൽ ഓഡിറ്റ് ആണെങ്കിൽ അത് പറയണം, അതല്ല ടാക്സ് ഓഡിറ്റ് ആണെങ്കിൽ അത് പറയണം, കമ്പനി ഓഡിറ്റ് ആണെങ്കിൽ അത് പറയണം, LLP ഓഡിറ്റ് ആണെങ്കിൽ അത് പറയണം, ഇതൊന്നും അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് ആണെങ്കിൽ അത് പറയാം, ഓപ്പറേഷൻ ഓഡിറ്റ് ആണെങ്കിൽ അത് പറയാം, കോസ്റ്റ് ഓഡിറ്റ് ആണെങ്കിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ വാട്ട് എവർ ഈസ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് ദാറ്റ് ഹാവ് ടു ബി ഗിവൺ ഇൻ ദ എൻഗേജ്മെന്റ് ലെറ്റർ. ഓക്കെ, രണ്ടാമത്തത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊക്കെ ഓൾറെഡി പ്രാക്ടിക്കലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഓഡിറ്റ് നമ്മളങ്ങോട്ട് ഏൽപ്പിക്കും, പിന്നെ ഒരു വിചാരം എല്ലാം ഇവർ ചെയ്തോളും, നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട എന്നല്ല. മാനേജ്മെൻറ്റിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മളവിടെ പോയി നമുക്ക് ഇങ്ങനെ ആകാശത്ത് വോച്ചേഴ്സ് വരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്നൊന്നുമില്ല. നമുക്ക് അതിന് അവരെന്ത് ചെയ്യണം, ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാം. നമുക്ക് ചിലപ്പം ചില സ്റ്റാഫുകൾ അവർ അസൈൻ ചെയ്യേണ്ടി വരാം. അതേപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അവർ കറക്റ്റ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ അക്കൗണ്ടൻ്റ് അല്ല, വി ആർ നോട്ട് ബുക്ക് കീപ്പേഴ്സ്, വി ആർ നോട്ട് അക്കൗണ്ടൻറ്റ്, വി ആർ ഓഡിറ്റേഴ്സ്. ഓൾറെഡി അക്കൗണ്ടൻറ്റും ബുക്ക് കീപ്പറും എന്ത് ചെയ്തിട്ടുണ്ടാവണം, അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഓഡിറ്റ് അത് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് തീർപ്പിക്കുക എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ മാനേജ്മെൻറ്റിന് ദർ ആർ മെനി റെസ്പോൺസിബിലിറ്റീസ് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ. ആ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, എൻഗേജ്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എന്തിനാ പറഞ്ഞു കൊടുക്കണേ, അവർക്ക് അതറിയില്ലേ, അറിഞ്ഞോളം നിർബന്ധമില്ല. കാരണം എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ഇപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് എന്താ ബിസിനസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും അയാൾ ഈ ഓഡിറ്റിങ്ങിൻ്റെ ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിൻ്റെ കോണ്ടന്റ് ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ല അയാൾ ഓഡിറ്റ് മീൻസ് അല്ല ബിസിനസ് ചെയ്യുന്നത്. സോ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരുടെ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എൻഗേജ്മെൻറ്റ് ലെറ്ററിലാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയാം ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തിന്, ഓഡിറ്റിന് ചില ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ ഫ്രോഡും എല്ലാ എററും എല്ലാ മിസ്റ്റേക്കുകളും നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി നമുക്ക് അറിയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പറയും. പിന്നെ റിക്വയർമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ. മാനേജ്മെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ. മാനേജ്മെൻറ്റ് കൺഫർമേഷൻ ലെറ്റേഴ്സ് നമുക്ക് പല ഇതിലും ആവശ്യമുണ്ടാവും. എന്താ മാനേജ്മെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ, മാനേജ്മെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ A to Z ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണ് ആര്, മാനേജ്മെൻറ്റ് അല്ലേ. അവരെക്കാൾ റെസ്പോൺസിബിലിറ്റി ഒന്നും ആർക്കില്ല, ഒരു ഓഡിറ്റർക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി അവരുടെ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, ആ കമ്പനിയിൽ ഫ്രോഡ് ഉണ്ടോ, ആ കമ്പനിയിൽ എറർ നടക്കുന്നുണ്ടോ, എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഫേസ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ സോൾവ് ചെയ്യേണ്ട ആരുടെ പണിയാണ്, മാനേജ്മെൻറ്റിൻ്റെ പണിയാണ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ പോകുന്ന ഒരു ഓവർസീ ചെയ്യുന്നു, അതിലുള്ള പോരായ്മകൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിൽ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളുടെ ഒപ്പീനിയൻ മേലെ നമ്മൾ എന്താണ് തീരെ കെയർലെസ് ആയിക്കൊണ്ട് നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ ഉള്ള റിസ്ക് ഉണ്ട് എന്നല്ലാതെ ആ കമ്പനിയിലുള്ള എല്ലാ ചെറുതും വലുതുമായ പ്രശ്നങ്ങളൊന്നും നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും ചിലപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇനി പറ്റിയാൽ തന്നെ ചിലപ്പോൾ അതൊരു നമ്മൾ കൺഫ്യൂസ്ഡ് മൈൻഡായിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് പറയും, നമുക്ക് ഇങ്ങനെ ഒരു ഈ വേരിയേഷൻസ് കാണുന്നുണ്ട്, നമ്മൾ റിപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇന്ന ഇത് നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഏരിയാസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം, അത് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യണോ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര അവേഴ്സ് കൂടുതൽ വരും, ഇത്ര സമയം ഇത്ര സ്റ്റാഫിന് വെക്കേണ്ട ഒരു കോസ്റ്റ് കൂടും. അപ്പോൾ മാനേജർ പറഞ്ഞാൽ വേണ്ട, നിങ്ങൾ ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നമില്ല എന്നൊക്കെ ചിലപ്പോൾ പറയാം. ഇപ്പോൾ ലീഗലി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണം. ഞാൻ പറയണത് ചില കേസിൽ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ മീൻസ് വരാം. ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം,
ഒരു കൺഫർമേഷൻ അവർ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, അത് ഇൻവോൾവ് ചെയ്യാത്തത് എന്നുള്ളൊരു സംഭവം നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മളെടുത്ത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ചില കേസിൽ നമുക്ക് തീരെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം. അപ്പോഴും നമ്മൾ അവരുടെ അടുത്ത് മാനേജ്മെൻറ്റ് കൺഫർമേഷൻ ലെറ്റേഴ്സ് വാങ്ങണം. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന എക്സാമ്പിളാണ്, നമുക്ക് എന്താണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ അവൈലബിൾ ആവാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റ് തന്നെയാണ് എന്ത് സ്റ്റോക്ക് എടുക്കുന്നത്. സ്റ്റോക്ക് എടുത്തത് അവരാണ്. അപ്പോൾ അവരാണ് ഉറപ്പിക്കേണ്ടത് നമ്മൾ ആ ഡേറ്റിൽ സ്റ്റോക്ക് കറക്റ്റ് ആണെന്നില്ലേ. നമുക്ക് ബാക്ക് ഡേറ്റിൽ പോയിട്ട് നമുക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ദേ ഹാവ് ടു കൺഫേം ദാറ്റ് വി ഹാവ് ടേക്കൺ ദ ഓഡിറ്റ്, ടേക്കൺ ദ സ്റ്റോക്ക് വാല്യൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ഐറ്റംസ്, അത് എത്ര വാല്യൂ ഉണ്ട് എന്ന് അവരെന്ത് നമുക്ക് കൺഫർമേഷൻ തരണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ചില കൺഫർമേഷൻ ലെറ്റേഴ്സ് നമുക്ക് വേണ്ടി വരും. മാനേജ്മെൻറ്റ് അടുത്ത് നിന്ന് വേണ്ടി വരും എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമ്മൾ മുൻകൂട്ടി അവരെ അറിയിക്കാം. അതേപോലെ തന്നെ ഓഡിറ്ററുടെ ലയബിലിറ്റീസ്, ഓഡിറ്റേഴ്സ് ലയബിലിറ്റീസ്, അതിൻ്റെ റെസ്ട്രിക്ഷൻസും അതേപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസും അതെല്ലാം നമ്മളിതിൽ പറയാം. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഓഡിറ്റേഴ്സ് ലയബിലിറ്റീസ്, റെസ്ട്രിക്ഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ്, അത് നമ്മൾ ഇതിൽ പറഞ്ഞു കൊടുക്കുക. കാരണം നമുക്കെല്ലാം റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ വി മേ നീഡ് ടു യൂസ് ദ സർവീസ് ഓഫ് അതേഴ്സ്, മറ്റു ചില ആളുകളുടെ അല്ലേ, ആരാണ് എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ നമുക്ക് വേണ്ടി വരാം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്ററുടെ അടുത്ത് നമുക്ക് ചിലപ്പോൾ ചില സർവീസസ് ആവശ്യം ഉണ്ടാവാം. അതുപോലത്തെ കമ്പനിക്ക് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ബ്രാഞ്ച് ഓഡിറ്ററുടെ അടുത്ത് നിന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് വേണ്ടി വരും അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, നമ്മളതിൽ അവരോട് ചോദിക്കാം. അതിനുശേഷം വി ഹാവ് ടു സേ അവർ ഫീസ്, നമ്മളെ ഫീസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് പറയാം. അതും അതിൻ്റെ ഭാഗമാണ്. പിന്നെ വാലിഡിറ്റി ഓഫ് റിപ്പോർട്ട്, വാലിഡിറ്റി ഓഫ് റിപ്പോർട്ട്, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ്, ഇന്ന ആവശ്യങ്ങൾ വേണ്ടി മാത്രം യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ വാലിഡിറ്റി ഓഫ് റിപ്പോർട്ട്. അപ്പോൾ വാലിഡിറ്റി ഓഫ് റിപ്പോർട്ട് നമ്മൾ അതിൽ പറയണം. ഈ വർഷം നമ്മൾ ചെയ്യുന്ന ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ ഫിനാൻഷ്യലിൻ്റെ അല്ല, ഈ വർഷത്തെ ഫിനാൻഷ്യൽ. അപ്പോൾ ആ ഫിനാൻഷ്യൽ ഇയറിലേക്ക് പോയി മാത്രമുള്ള ഓഡിറ്റാണ്. അവിടെ തന്നെ ഒരു വാലിഡിറ്റി വന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓഡിറ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഓൾ ഓഡിറ്റ്സ് വിൽ ഹാവ് സം വാലിഡിറ്റി അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ സ്പെസിഫൈ ചെയ്യും. ഇതാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബേസിക്കൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം എന്ത് ചെയ്യും, അവർ നമുക്ക് കൺഫേം ചെയ്ത് തരും. അവർ പറയും ഓക്കെ യു സ്റ്റാർട്ട് ദ ഓഡിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റ് ഇപ്പം ചെയ്യേണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫീസ് നെഗോഷിയേറ്റ് ചെയ്യാം എന്നൊക്കെ എന്ത് ചെയ്യാം, പല രീതിയിൽ എന്ത് ചെയ്യാം, അവർ നമ്മളോട് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ വരാം. അല്ലെങ്കിൽ ഐദർ ദേ അക്സെപ്റ്റ് ഇറ്റ് ഓൾ. ഓക്കെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ സ്റ്റാർട്ട് ദ പ്രാക്ടിക്കലി അങ്ങനെ സംഭവിക്കുക. കാരണം അത് ഓൾറെഡി വെർബൽ കമ്മ്യൂണിക്കേഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ പോവുക. സോ ഇൻ പ്രാക്ടിക്കൽ നോർമലി ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ, ബട്ട് സംടൈംസ് അങ്ങനെ സംഭവിക്കും. അതേപോലെ തന്നെ തിയററ്റിക്കലി ഇതിങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കത് അക്സെപ്റ്റൻസ് തരും. അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ സ്റ്റാർട്ട് ദ പ്രോസസ് ഓഫ് ഡൂയിങ് ദ ഓഡിറ്റ്. നമ്മൾ ഓഡിറ്റ് ചെയ്യല്ലേ ചെയ്യുക, വി വിൽ ബി പ്ലാനിങ് ഓഡിറ്റ് അല്ലേ, പ്ലാൻ ചെയ്യും. അപ്പോൾ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരാണ് പോകുന്നത്, എങ്ങനെ പോകണം, ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ആ പ്ലാനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഓഡിറ്റ് പ്രോഗ്രാം അല്ലേ, ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചാർട്ട് ഓഫ് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു വൈൽ വി സ്റ്റാർട്ട് ദ ഓഡിറ്റ്. നമ്മൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ 20 ദിവസം, ഒരു മാസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ ഡേ 1 മുതൽ ഡേ 30 വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ
ഒരു 1 month ഷെഡ്യൂളിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജിം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഡേ 1 നമ്മൾ എന്താണ് ഫസ്റ്റ് എവിടെയാണ് കളിക്കേണ്ടത്, വിങ്സ്, അതേപോലെ തന്നെ ട്രൈസെപ്സ്, ബൈസെപ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ 30 വരെ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൺട്രോളിങ് നമ്മൾ അങ്ങനെ ചെയ്യാം, പല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യും. അതേപോലെ തന്നെ നമ്മളൊരു പ്രോഗ്രാം എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഓഡിറ്റ് പ്രോഗ്രാമിൽ വിൽ ഹാവ് എ ഡീറ്റെയിൽഡ് പ്ലാൻ. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ. അതൊരു ഡീറ്റെയിൽഡ് പ്ലാൻ ആയിരിക്കും. ഡീറ്റെയിൽഡ് പ്ലാൻ എന്തിനെ കുറിച്ചുള്ള ഓഫ് ഓഡിറ്റ് വർക്ക്. നമ്മളവിടെ ചെയ്യാൻ പോകുന്ന ഓഡിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ ആയിരിക്കും അല്ലേ. അതിൽ നമ്മളെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ എത്ര സമയം, വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ്, ഓരോ പ്രൊസീജിയറിനും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസും നമുക്ക് എത്ര സമയം വേണം എന്ത് ചെയ്യും നമ്മൾ അതിൽ തീരുമാനിക്കും. അതേപോലെ തന്നെ arrangement audit work. Audit work arrange ചെയ്യുക. അതേപോലെ തന്നെ we distribute, arrange and distribute. arrange ചെയ്യുക, distribute ചെയ്യുക of audit work. നമ്മൾ ഓരോരുത്തരും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതാണ് ഇത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ഡീറ്റെയിൽ പ്ലാനാണ്, അതിൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, നമ്മൾ എത്ര സമയം നമുക്ക് അതിൽ വേണമെന്ന് തീരുമാനിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് വർക്ക് ഓരോ എംപ്ലോയീസും നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഏരിയാസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ടീമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ എല്ലാം കൂടി ഒരാളാവില്ല ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഓഡിറ്റുകൾ ഉണ്ടാവും. നമ്മൾ ഇപ്പം ചെറിയ ഓഡിറ്റിംഗ് ഫേമൊക്കെ ആണെങ്കിൽ 1-2 സ്റ്റാഫുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാളെ ഒരു സ്ഥലത്തേക്ക് മറ്റൊരാളെ വേറെ സ്ഥലത്തേക്ക് വിടാം. പക്ഷേ വെൻ ദ ഓഡിറ്റ് ഫേം അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ആക്ടിവിറ്റി എക്സ്പാൻഡ്, വിൽ ഹാവ് എ ടീം. അപ്പോൾ ആ ടീമുകൾക്ക് ഒരു ടീം ലീഡർ ഉണ്ടാവും, അയാളുടെ കീഴിൽ കുറേ എംപ്ലോയീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈറാർക്കീസ് ഉണ്ടാവും ആ ടീമിൽ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ദിൽ ഡു ദ വർക്ക്സ്. ഓക്കെ, അപ്പോൾ അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഓഡിറ്റ് പ്രോഗ്രാമിലൂടെ ആയിരിക്കും. ആണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ഈ ഓഡിറ്റ് പ്രോഗ്രാമിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്ലാനിങ് ആണല്ലോ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആക്ച്വലി നടക്കണം നിർബന്ധമൊന്നുമില്ലെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യസമയത്ത് നമുക്കതിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു മാസം നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മൾ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ആ പ്ലാൻ ചെയ്തതും നമ്മൾ ആക്ച്വലി നടന്നതും തമ്മിൽ ചില വേരിയേഷൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അതൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 80% എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇതിൽ നമുക്ക് തീർക്കാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെയാണ് എന്ത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ഓഡിറ്റ് പ്രോഗ്രാം അതെന്താണ്, അതൊരു റെഡി ചെക്ക് ലിസ്റ്റാണ്. നമുക്കൊരു റെഡി ചെക്ക് ലിസ്റ്റായിട്ട് നമുക്ക് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് അല്ലേ. റെഡി ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് നമുക്കറിയാം അല്ലേ. ഡേ 1 മുതൽ ഡേ 30 വരെ വട്ട് വി ഹാവ് ടു ഡു എന്ന് വി ഓൾറെഡി നോ. നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അടുത്ത കാര്യമാണ്. ബട്ട് വി നോ ദാറ്റ് ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു അല്ലേ. റെഡി ചെക്ക് ലിസ്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വർക്ക് ക്യാൻ ബി പ്രോപ്പർലി allocated. ഇപ്പം ഈ വർക്ക് ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചില ഓഡിറ്റിംഗ് ഫേമിലൊന്നും ഓഡിറ്റ് പ്രോഗ്രാം ഇല്ല എന്ന് വിചാരിക്കാം. ഈ പ്രോഗ്രാം ഇല്ലെങ്കിൽ ആ ടീമിലുള്ള ടീം ലീഡ്സ് അല്ലെങ്കിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാളെന്ത് അവിടെ ഒരു കൺട്രോൾ എടുക്കാൻ സാധ്യതയുണ്ട്. പ്രാക്ടിക്കലി ഞാൻ കണ്ടതാണ്. അപ്പം അവർ പറയും, നീ അത് ചെയ്തോ, മറ്റോ എന്ത് ചെയ്യട്ടെ എന്നുള്ളൊരു ഇത് വരും. പക്ഷേ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഓൾറെഡി പ്രോഗ്രാം ഉണ്ടാക്കുന്ന ഹൈ എൻഡിലുള്ള ആളുകൾ ഓൾറെഡി എന്തുണ്ട്, ഓരോരുത്തരുടെ കാലിബർ അനുസരിച്ച് അവർക്ക് വർക്കുകൾ മുൻകൂട്ടി തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല ആരെന്ത് ചെയ്യണം എന്നുള്ളതിൽ. ഓക്കെ, ഒരാൾക്ക് എഡ്ജ് എടുക്കാനൊന്നും അതിൽ സാധ്യത ഇല്ല. അത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അതിലുണ്ട്. പിന്നെ
എക്സ്റ്റെൻഡ് ഓഫ് വർക്ക്. എക്സ്റ്റെൻഡ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 30 ദിവസമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. നമ്മൾ 15 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഓഡിറ്റ് പ്രോഗ്രാം എടുത്തു നോക്കുന്നു. അപ്പോൾ നമ്മൾ ഡേ 1 മുതൽ ഡേ 15 വരെ നമ്മൾ ചെയ്ത കാര്യങ്ങളും പ്രോഗ്രാം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതിൽ എത്രമാത്രം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി നമ്മൾ എന്തൊക്കെ ഇനി ബാക്കിയുണ്ട്, ഇനി ഈ പ്ലാൻ പുറമെ, ഈ പ്രോഗ്രാമിന് പുറമെ ഇതിൽ മിസ്സായി പോയതൊക്കെ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പ്ലാൻ ഉണ്ടാക്കാനുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ എത്ര ചെയ്തു എന്ന് നമുക്ക് കമ്പയർ ചെയ്യാനും എത്ര എക്സ്റ്റെൻഡ് ഓഫ് വർക്ക് ഇതിൽ നിന്ന് ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് എന്താ പറ്റും, ഇതിൽ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ യൂണിഫോമിറ്റി ഓഫ് വർക്ക്. അപ്പോൾ നമ്മളൊക്കെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ബെനിഫിറ്റാണ്, ഈ ഓഡിറ്റ് പ്രോഗ്രാം കൊണ്ട് ഉണ്ടായിരുന്ന ഒരു ബെനിഫിറ്റാണ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഈ ഓഡിറ്റ് പ്രോഗ്രാം കാണുമ്പോൾ എന്തോ സംഭവമാണ്, ഒന്നും മനസ്സിലാവില്ല നമുക്ക്. സെക്കൻഡ് ഇയറിൽ അതേ കമ്പനീൻ്റെ നമ്മൾ ഓഡിറ്റ് പോകുന്ന സമയത്ത് സിമിലർ പ്രോഗ്രാം ആയിരിക്കും. സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ഇത്രേ ഉള്ളൂ അല്ലേ. തേർഡ് ഇയർ ആകുമ്പോൾ നമ്മൾ ആ പ്രോഗ്രാം തന്നെ വേണ്ടിയില്ല ചിലപ്പോൾ, കാരണം വി ഓൾറെഡി നോ ദാറ്റ്, നമുക്ക് അറിയാതെ ആ പ്രോസസ്സ് നമുക്കറിയാം. അപ്പോൾ അവിടെ യൂണിഫോമിറ്റി നമുക്ക് വരും, നമ്മൾ അതിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോൾവ് ചെയ്യും. നമ്മൾ ആ ഒരു പ്രോസസ്സ് ഓൾറെഡി എന്ത് ചെയ്യും, നമ്മൾ ഇൻവോൾവ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം തന്നെ ഒരേ പ്രോഗ്രാം തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് മാത്രമല്ല, ഒരേ സിമിലർ കമ്പനികൾക്ക് പോലും സിമിലർ പ്രോഗ്രാംസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റുകളോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ടെക്നോളജി കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന ടെക്നോളജി കമ്പനി ആണെങ്കിൽ ആ കമ്പനികളുടെ ഓഡിറ്റ് പ്രോഗ്രാം എന്താണ് നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കും, കാരണം വി ഓൾറെഡി നോ ദാറ്റ് ബിക്കോസ് വി ആർ ഡൂയിങ് ഇറ്റ് എവറി ഡേ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ഇൻ സെലക്ടിങ് ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. എന്തുകൊണ്ടാണ്, ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡേ 1 to day 30 വരെ നമ്മൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ സെക്ടറിലും ഓരോ ഇൻഡസ്ട്രികളിലും ചിലപ്പോൾ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം, അക്കൗണ്ട്സിലും ഇതിലൊക്കെ. അപ്പം ഒരു കമ്പനിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ആ കമ്പനിയിൽ നമ്മളിപ്പം പോകുന്നത് ഒരു റെൻ്റ് കാറിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഓഡിറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കമ്പനിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡായിട്ട് സാധനങ്ങൾ, അതിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് നോക്കണം എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുകയാണ് ഇന്നയാൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതേ സിമിലർ ആയിട്ട് ഒരു കമ്പനിയിൽ ഓഡിറ്റ് പോയിട്ടുണ്ട്, ലെറ്റ് us ഇൻക്ലൂഡ് ഹിം ഇൻ ദിസ് ടീം. ഓക്കെ, അപ്പം നമുക്ക് ആ ടീം മെമ്പറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി എന്ത് ചെയ്യും, ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയ, ഒരു കൂടുതൽ ഫ്രോഡ് അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിങ് നടത്തുന്ന സ്ഥാപനത്തിൽ വേരിയേഷൻസ് ഒക്കെ കൂടുതൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് തോന്നുകയാണ് അവിടെ കഴിഞ്ഞ വർഷം ഫ്രോഡ് കൂടുതൽ നടന്നിട്ടുണ്ട് ആ കമ്പനിയിൽ. അപ്പോൾ ഈ വർഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ഒരാളെ നമുക്ക് ആ ഒരു ഏരിയയിൽ വിടാം. അയാൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ആദ്യത്തെ പ്ലാനിങ്ങിൽ അയാൾ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ജസ്റ്റ് നമ്മളെ മൈൻഡിൽ അയാൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇന്ന ഏരിയയിൽ ഈവൻ ഉണ്ടെങ്കിൽ നന്നാവും എന്നുള്ളൊരു ഐഡിയ നമുക്ക് അവിടെ കിട്ടും അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഗ്രാം ഉണ്ടാക്കി കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഹൂ ഓൾ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടീം. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ യൂസ്ഡ് ആസ് എവിഡൻസ്, നമുക്ക് എന്ത് ചെയ്യാം, ഇത് എവിഡൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അതേപോലെ തന്നെ no negligence. From audit members അല്ലെങ്കിൽ ടീമിൻ്റെ അടുത്ത് നെഗ്ലിജൻസ് ഒന്നും ഇല്ല നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ ഈ പ്രോഗ്രാം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചില ഏരിയാസ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും ചിലപ്പോൾ നമ്മൾ ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് ആ നെഗ്ലിജൻസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് അലേർട്ടായിരിക്കും, ഒരു കുറച്ചും കൂടെ പ്രൊഫഷണൽ കെയർ അതിന് വേണ്ടി എടുക്കും.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കാണാൻ പറ്റും. അതാണ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഇനി നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അഡ്വാൻറ്റേജസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിസഡ്വാൻറ്റേജസ് നമുക്ക് കാണാം. ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. തേർഡ് ഇയർ ആകുമ്പോഴത്തേന് നമ്മൾ എടുക്കും. കാരണം എന്താ, ഇത് തന്നെയല്ലേ ഉള്ളൂ. അതാണ് നമ്മൾ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് തോന്നും, ഇവിടെ നമുക്ക് 1 ഇയർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ഇയർ കഴിഞ്ഞ് വേറെ സ്ഥാപനത്തിൽ പോയാൽ മതിയായിരുന്നു അല്ലേ. കാരണം കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം എന്താ, ഓൾറെഡി ഉള്ള സാധനം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഭയങ്കര എന്തായിരിക്കും, നമ്മളെ ടാസ്ക് എന്തായിരിക്കും, ടാസ്ക് ബിക്കം മെക്കാനിക്കൽ. നമ്മൾ ഭയങ്കര മെക്കാനിക്കലായിട്ട് മാറും. ഓക്കെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നു, പിന്നെ വന്നിട്ട് അതന്നെ ചെയ്യുന്നു. നമ്മൾ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയാലും കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയാലും നമ്മൾ ഫേസ് ചെയ്യാൻ, നമ്മൾ ഇൻ റിയാലിറ്റിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പോകുന്ന സമയത്ത് ആലോചിക്കുക, 1 ഇയർ കഴിയുമ്പം സ്വാഭാവികമായിട്ടും പൈസ ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് അവിടെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, നമ്മൾ വർക്ക് ഭയങ്കര മെക്കാനിക്കലാവും. 1 ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊന്നും പഠിക്കാനോ പുതിയതായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. നമ്മൾ മുന്നേ ചെയ്ത അതേ സാധനം തന്നെ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ പ്രോഗ്രാം ഇങ്ങനെ ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. പ്രോഗ്രാം ഇല്ലെങ്കിലോ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് പല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോഗ്രാം ഓൾറെഡി ഉണ്ടായതുകൊണ്ട് അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഡു എവറിത്തിങ് ബേസ്ഡ് ഓൺ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാം തന്നെ ആയിരിക്കും നാളെയും മറ്റന്നാളും അടുത്ത കമ്പനിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. സോ വി ബിക്കം എ മെഷീൻ. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ അൺനെസസറി ആണ് ചില സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കിയാൽ അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അൺനെസസറി ഫോർ സ്മോൾ കൺസേൺസ്. ചെറിയ സ്ഥാപനങ്ങൾക്ക് ഇതൊരു അൺനെസസറി ആക്ടിവിറ്റിയാണ്. ഒരു കമ്പനിയിൽ വളരെ നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഉള്ളെങ്കിൽ അവിടെ പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നിൽക്കണ്ട. പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എഫേർട്ട് അതിന് വേണ്ടി. പക്ഷെ ആ ഒരു എഫേർട്ടിൻ്റെ സമയം കൊണ്ട് വി ക്യാൻ ഫിനിഷ് ദ എൻറ്റയർ ഓഡിറ്റ് പ്രോസസ് അല്ലേ. അപ്പോൾ ആ സമയത്ത് അത് പ്രോഗ്രാം ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാം. പിന്നെ പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇൻഎഫിഷ്യൻറ്റ് സ്റ്റാഫ്. എന്ത് ചെയ്യും, അവർ പറയും സർ ഓഡിറ്റ് പ്രോഗ്രാമിൽ ഇതില്ലായിരുന്നു, അതുകൊണ്ട് ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്. ഇപ്പോൾ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് ഞാനത് ചെയ്യില്ല, പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. കാരണം എന്താ, പ്രോഗ്രാമിൽ ചിലപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. കാരണം പ്രോഗ്രാം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്യണം. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ടൂർ പോകുന്ന സമയത്ത് മുൻകൂട്ടി നിങ്ങൾ എന്ത് ചെയ്യും, ഇന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഈ സ്കൂൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്തൊക്കെ അത് നമ്മൾ പ്ലാൻ ചെയ്യും, ഇന്ന സ്ഥലത്ത് പോകാതെ ഇങ്ങനെ അല്ലേ. പക്ഷെ അങ്ങനെ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നതാണ്, നമ്മൾ പോണ ടൈമിൽ നമുക്കിങ്ങനെ ഒരു ഗാർഡൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഈവെൻറ്റുകളൊക്കെ ആണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു ലെറ്റ് us get down there അല്ലേ. പ്രോഗ്രാമിൽ അതില്ല, പക്ഷേ യു ഹാവ് ടു ഡു ഇറ്റ്. പക്ഷേ അവിടെ സ്ട്രിക്റ്റ് ആയ ഒരു സാറുണ്ട്, പറയുകയാണ് ഇല്ല നമുക്ക് ഇന്ന സമയത്ത് നടത്തണം, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ സ്കിപ്പൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് ആലോചിക്കുക, അതായിരുന്നു നമ്മൾ പോയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ടിയിരുന്ന ഒരു സാധനം, അത് നമ്മൾ മിസ്സായിപ്പോയി അല്ലേ. അതുകൊണ്ടാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയി അല്ലേ, നമുക്കത് അറിയില്ലായിരുന്നു അല്ലേ. അത് കാരണം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ മിസ്സായിപ്പോയി. അതെന്തുകൊണ്ടാണ് പറ്റിയത്, ബിക്കോസ് ഓഫ് ദ പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും നമ്മളവിടെ ഇറങ്ങിയായിരുന്നു. കാരണം നമുക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് അത്രയും അടിപൊളിയാണ് എന്നല്ലേ. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, പക്ഷെ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് നമുക്കതിന് ഇത് വരുന്നു. അപ്പോൾ അതൊരു പ്രശ്നമാണ് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ മെഷീനായിട്ട് മാറും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ പോലും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ്
എല്ലാ ടൈപ്സ് ഓഫ് ബിസിനസ്സിനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ദർ ഇസ് നോ സിംഗിൾ പ്രോഗ്രാം ഫോർ ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ്. എല്ലാ ബിസിനസ്സിനും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, പ്രോഗ്രാം സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. കുറേ കാര്യങ്ങൾ കോമൺ ആയിരിക്കുമെങ്കിലും എപ്പോഴും ഒരു പുതിയൊരു കമ്പനി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അവിടെ അവരുടേതായിട്ടുള്ള കുറേ ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടി വരും. ഇപ്പോൾ പ്രോഗ്രാംസ് നമ്മൾ റീവർക്ക് ചെയ്യണം, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് റെഡി ടു യൂസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമുക്ക് നോർമലി ഇല്ല. ഓക്കെ, കാരണം എവറി കമ്പനി വിൽ ഹാവ് സം ഡിഫറൻസ് ഇൻ ദെയർ അക്കൗണ്ട്സ് മാനേജ്മെൻറ്റ്, അവരുടെ പ്രോസസ്, ഇൻറ്റേർണൽ കൺട്രോൾ, ഇതിലൊക്കെ വേരിയേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ സെയിം പ്രോഗ്രാം കനോട്ട് ബി യൂസ്ഡ് എവറി ടൈം. ഈവൻ ദോ most of the things will be same, we have to rearrange, we have to set priorities and all this. അപ്പോൾ അവ സ്വാഭാവികമായിട്ടും അവിടെ നമുക്കൊരു വർക്കിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നമുക്ക് ടൈം കൺസംഷൻസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സൊക്കെ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. അതാണ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, 7 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നും ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, 7 മാർക്കിനാണ്. അപ്പോൾ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പക്ഷേ 7 മാർക്ക് നമ്മൾ 14 മാർക്കിൻ്റെ എഴുതും വേണ്ട. അപ്പം മെറ്റീരിയൽ വേർഡ്സ് നമ്മൾ അതേപോലെ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ആൻഡ് റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം. ഇതാണ് ഓഡിറ്റ് പ്രോഗ്രാം. പിന്നെ നമുക്ക് വരുന്നൊരു സാധനം എന്ന് പറയുന്നത് ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്ററും ഓഡിറ്റ് പ്രോഗ്രാം, പിന്നെ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ആണ്. എന്താണ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ? ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വർക്കിംഗ് all documents from beginning to end of audit. ഓഡിറ്റിൻ്റെ ബിഗിനിങ് ടു എൻഡിലുള്ള എല്ലാ ഡോക്യുമെൻസും ഓക്കെ എന്തിലുണ്ടാവും, ഈ ഒരു ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ ഉണ്ടാവും. എൻ്റെ എന്താണ്, റിപ്പോർട്ടാണ്, ഓഡിറ്റ് റിപ്പോർട്ട്. ബിഗിനിങ് എന്താണ്, ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്ററാണ്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം അത് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ഡോക്യുമെൻസും എന്തിൻ്റെ പാർട്ടാണ്, അതിൻ്റെ പാർട്ട് തന്നെയാണ് ഓഡിറ്റ് പ്രോഗ്രാം, അതിൻ്റെ പാർട്ടാണ് എൻഗേജ്മെൻറ്റ് ലെറ്റർ, അതിൻ്റെ പാർട്ടാണ് ഓഡിറ്റ് എവിഡൻസസ്, അതിൻ്റെ പാർട്ടാണ് ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റും ദാറ്റ് യു ഹാവ് കളക്റ്റഡ്. ഓക്കെ, അതാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വർക്കിംഗ് പേപ്പർ വിച്ച് ഇസ് പ്രിപ്പയർഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റർ. വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നതിൽ എന്തൊക്കെയുള്ളത്, നമ്മുടെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും, ഇൻക്ലൂഷൻസ്, ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ ഈ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി കണ്ടൻസ് ഓഫ് വർക്കിംഗ് പേപ്പറാണ്. കണ്ടൻസ് ഓഫ് വർക്കിംഗ് പേപ്പറിൻ്റെ കണ്ടൻസ്. വർക്കിംഗ് പേപ്പറിൻ്റെ കണ്ടൻസ് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്താ പറയുക, പെർമനൻറ്റ് ഫയൽ, മറ്റേ അതുപോലെ കറണ്ട് ഫയൽ നമുക്ക് പറയാം. പക്ഷെ അതല്ലാതെ നമ്മളെ മെറ്റീരിയലിൽ അവർ സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് പ്രകാരം അതിനെ കുറച്ചും കൂടെ വേറെ രീതിയിലും കൂടെ എന്ത് ചെയ്യുന്നതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ എന്ത് ചെയ്യാം നമുക്കത് ഡിസ്കസ് ചെയ്യാം. കണ്ടൻസ് ഓഫ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുമ്പം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഇതിൻ്റെ എസ്സേ എന്ന് പറയുന്നത് എസ്സേ 230 ആണ്. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ എസ്സേ 230. അപ്പോൾ എസ്സേ 230 പ്രകാരം ഇവർ പറയുന്ന കാര്യം എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടൻസ് ഓഫ് വർക്കിംഗ് പേപ്പറിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ,
അതിൽ എന്തൊക്കെ കണ്ടൻറ്റുകൾ ഉണ്ടാവും എന്നല്ല അവർ പറയാൻ ശ്രമിക്കുന്നത്. മറിച്ച് SA-230 പ്രകാരം ഈ കണ്ടൻസ് ഓഫ് വർക്കിംഗ് പേപ്പറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ജനറലൈസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ദർ ഇസ് എ ഗൈഡ് ലൈൻ. അതിനൊരു SA പ്രകാരം നമുക്ക് കണ്ടൻസിന് ഇസ് എ ഗൈഡ് ലൈൻ to decide on form, content or extent of audit documentation. എന്തൊക്കെ ഫോംസ്, എന്തൊക്കെ കണ്ടന്റ്, എന്തൊക്കെ എക്സ്റ്റെൻഡ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഓഡിറ്റർ shall prepare working paper on timely basis. കൃത്യസമയത്ത് അല്ലെങ്കിൽ ഓൺ ടൈമിൽ തന്നെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ പറഞ്ഞ വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ കംപ്ലീറ്റ് ആവണം. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കല്ല. ഓഡിറ്റ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, all documents should be prepared while performing the task. All documents shall be prepared while performing the task. ഒരു ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ അതിന് ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, rather than after the audit. ഓഡിറ്റിന് ശേഷമാക്കാൻ വേണ്ടി നിൽക്കരുത്. അതാണ് വൺ തിങ്. ഓക്കെ, അപ്പം ഫോം, കണ്ടന്റ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെന്റേഷനിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടൈംലി മാനറിൽ, ടൈംലി ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓഡിറ്റ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യും. പിന്നെ ഓഡിറ്റർ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓഡിറ്റർ ഷാൾ prepare audit documentation to enable experienced auditor to understand. ഒരു എക്സ്പീരിയൻസ് ഓഡിറ്റർക്ക് മനസ്സിലാവുന്ന കോലത്തിലായിരിക്കണം നമ്മൾ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്ത് മനസ്സിലാവണം? NTE of audit procedure. എന്താ NT? നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. എന്ത് നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയറാണ് അപ്ലൈ ചെയ്തത്, എത്ര സമയം നമുക്ക് ഓരോ ഓഡിറ്റ് പ്രൊസീജിയറിന് വേണം, എത്ര എക്സ്റ്റെൻഡ്, എത്ര ഡോക്യുമെന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യാൻ. നമ്മളോട് പറഞ്ഞ ഓഡിറ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് ടെസ്റ്റ് ചെക്കിങ്. അപ്പം നമുക്ക് എല്ലാ എക്സ്റ്റെൻഡും എല്ലാ 100% വെരിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഹൗ മച്ച് എക്സ്റ്റെൻഡ് യു ഹാവ് ടേക്കൺ ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ഓഡിറ്റർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ result of audit procedure. നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയർ വെറുതെ ഞങ്ങൾ അപ്ലൈ ചെയ്യില്ലല്ലോ. ആ ഓഡിറ്റ് പ്രൊസീജിയറിൻ്റെ അടിസ്ഥാനത്തിൽ വി വിൽ ഗെറ്റ് സം റിസൾട്ട് അല്ലേ. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കിട്ടും, ഇല്ലെങ്കിൽ അത് കിട്ടും. യു വിൽ ഗെറ്റ് സം റിസൾട്ട്. അപ്പോൾ ആ റിസൾട്ട് എന്താണെന്ന് എന്ത് ചെയ്യണം, നമുക്ക് അതിൽ നിന്ന് കിട്ടണം. ഓക്കെ, അല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം, ഓഡിറ്റ് എവിഡൻസ് നമുക്ക് വിളിക്കാം. ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടി അത് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യണം.
അത് എക്സ്പീരിയൻസ് ഓഡിറ്റർ മനസ്സിലാവണം ഇതൊക്കെ. പിന്നെ സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്, അതുപോലെ നമ്മളെ കൺക്ലൂഷൻസ്, അതുപോലെ നമ്മൾ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഒരു എക്സ്പീരിയൻസ് ഓഡിറ്റർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ടന്റ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുമ്പം ആ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ, ഇപ്പോൾ നമ്മൾ മറ്റേ പറഞ്ഞ പോലെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് മറ്റ് അങ്ങനെയല്ല പറയുന്നത്, അതിൻ്റെ ഒരു ഓവറോൾ അതിൻ്റെ ഒരു ഇൻക്ലൂസീവായിട്ട് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻസ് ആണ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയുള്ള പ്രോസസ്സാണ് അതിൽ ഉള്ളത് എന്നാണ് ഇതിന് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞാൽ ടൈംലി മാനറിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടൈംലി മാനറിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഓഡിറ്റർക്ക് മനസ്സിലാവണം ഇതിനെക്കുറിച്ച്, NT ഓഫ് ദ ഓഡിറ്റ് പ്രൊസീജിയർ, ഓഡിറ്റ് പ്രൊസീജിയറിൻ്റെ NT എന്താണ്, അതേപോലെ തന്നെ ഈ റിസൾട്ട് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ എന്താണ്, അതേപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ട് അത്, കൺക്ലൂഷൻസ് ഉണ്ടെങ്കിൽ അത്, നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു എക്സ്പീരിയൻസ് ഓഡിറ്റർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവേണ്ടത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ഓഡിറ്റർ ഷാൾ റെക്കോർഡ് ചെയ്യണം ഇത് characteristic of specific items, ടെസ്റ്റഡ്, നമ്മൾ ടെസ്റ്റ് ചെയ്ത ഐറ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യണം. നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യല്ലോ, ആ ടെസ്റ്റ് ചെയ്തതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇറ്റ്. പിന്നെ ഹൂ പെർഫോംഡ്, the audit and date, ഏത് ഡേറ്റിലാണത് ചെയ്തതെന്നും ആരാണ് പെർഫോം ചെയ്തതെന്നും നമുക്ക് ആ ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ ഹൂ റിവ്യൂഡ്, അപ്പോൾ ഒരാൾ പെർഫോം ചെയ്യും, നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓഡിറ്റിന് 2 ടീം ഉണ്ടാവും. ഒന്ന് ഓഡിറ്റ് ചെയ്യുന്ന ആളും അയാൾ ചെയ്ത വർക്ക് ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒരാളൂടെ ഉണ്ടാവും. അപ്പോൾ റിവ്യൂ എന്നാണ് നമ്മൾ ഇതിന് വിളിക്കുക. ഓക്കെ, ഹൂ റിവ്യൂഡ് ദ ഓഡിറ്റ് ആൻഡ് ഡേറ്റ്, ഈ സാധനങ്ങൾ നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഓഡിറ്റർ ഷാൽ ഡോക്യുമെന്റ്, അയാൾ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. എന്താ ഡോക്യുമെന്റ് ചെയ്യുന്നത്, നമ്മളുടെ ഡിസ്കഷൻസ് വിത്ത് ആരുമായിട്ടുള്ള ഡിസ്കഷൻസ് വിത്ത് മാനേജ്മെന്റ് അല്ലേ, മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ TCWG, ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്,
ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ആരുമല്ല, മാനേജ്മെൻറ്റിന് മുകളിലുള്ള ആളുകൾ, അവരാണ് നമ്മൾ TCWG എന്ന് വിളിക്കുക. ഹയർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. TCWG, ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. അതൊരു കമ്പനിയിൽ CEO ആവാം, അല്ലെങ്കിൽ അവരുടെ വലിയ കമ്മിറ്റികളോ കാര്യങ്ങളൊക്കെ അവരുടെ മുകളിലുണ്ടെങ്കിൽ അവരാണ് വിളിക്കുക. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ മാനേജ്മെൻറ്റ് റോളുള്ള ആളുകളാണ്. അവരുടെ മുകളിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫൗണ്ടേഴ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഫൗണ്ടിങ് മെമ്പേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ, പ്രൊമോട്ടേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഓവറോൾ നമുക്ക് എന്ത് വിളിക്കാം, TCWG നമുക്ക് വിളിക്കാം. അതല്ലെങ്കിൽ അതേഴ്സ്, ഇവരൊക്കെ ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ എന്തില്ല, അതൊക്കെ എന്തിൻ്റെ പാർട്ടായിട്ട് വരണം, ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ പാർട്ടായിട്ട് വരണം. അതേപോലെ തന്നെ ഇഫ് ഓഡിറ്റർ എന്തെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇഫ് ഓഡിറ്റർ ഐഡൻറ്റിഫൈഡ് ഇൻഫർമേഷൻ ഇൻകൺസിസ്റ്റന്റ് വിത്ത് auditor's final conclusion. ഓഡിറ്റർ ഫൈനൽ കൺക്ലൂഷൻ എന്താ, അയാളുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓവറോൾ ഒപ്പീനിയൻ ആവണം എന്നില്ല. ഇറ്റ് ക്യാൻ ബി ഓവറോൾ ഒപ്പീനിയൻ ഓർ ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ ദ ഏരിയ വൈസ്. ഇപ്പോൾ പർച്ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സെയിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഓരോ കേസിലും നമുക്ക് ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും. ഈ എല്ലാ ഒപ്പീനിയൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓവറോൾ ഒപ്പീനിയൻ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒപ്പീനിയനിലൊക്കെ ചിലപ്പോൾ എന്താവും, നമ്മൾ ഒപ്പീനിയൻ എന്താണ്, നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പർച്ചേസിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രൂ ആൻഡ് ഫെയർ എന്നാണ്. പക്ഷേ ഒരാൾ നോക്കുന്ന സമയത്ത് വെൻ ഹി കമ്പയർ വിത്ത് ദ പ്രീവിയസ് ഇയേഴ്സ്, ആക്ച്വലി ഈ വർഷം ഒരു 50 to 100 ടൈംസ് പർച്ചേസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ദർ ഈസ് ഇൻകൺസിസ്റ്റൻസി. ബട്ട് അവർ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇറ്റ്സ് ട്രൂ ആൻഡ് ഫെയർ എന്നുള്ളതാണ്. പക്ഷേ അത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു മാറ്റർ വരാം. അപ്പോൾ അവിടെ നമ്മളത് എങ്ങനെയാണ് ഈ ഇൻകൺസിസ്റ്റൻസിയെ നമ്മൾ ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത്, അതിന് ഈ വാട്ട് ഈസ് അവർ റീസണിങ് ഫോർ ദിസ് തിങ്. അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവാം. ഇഫ് ദ ഓഡിറ്റർ ഐഡൻറ്റിഫൈ ഇൻഫർമേഷൻ ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഓഡിറ്റേഴ്സ് ഫൈനൽ കൺക്ലൂഷൻ, അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ എന്ത് പറയണം, ഓഡിറ്റർ ഷാൾ document how the auditor addressed ഇൻകൺസിസ്റ്റൻസിയെ നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത് എന്ന് ചെയ്യണം, അതിൽ പറയാം. പിന്നെ ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ മാത്രം, എക്സെപ്ഷണൽ കേസുകളിൽ മാത്രം ചിലപ്പം if auditor judges it necessary, auditor ചിന്തിക്കണേ, it is necessary to depart from റിലവൻറ്റ് ആയിട്ടുള്ള എസ്സയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യണം എന്ന് ഓഡിറ്റർക്ക് തോന്നുകയാണ്, ഓഡിറ്റർ ഈസ് ജഡ്ജിങ്.
അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു എസ് പ്രകാരം നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലെ നമുക്ക് ഈ ഓഡിറ്റിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഓഡിറ്റിൽ വന്നാണെങ്കിൽ ദർ ക്യാൻ ബി ഹി ക്യാൻ ടേക്ക് എക്സെപ്ഷണൽ സിറ്റുവേഷൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിലവൻറ്റ് എസ് എയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ഷാൾ ഡോക്യുമെൻറ്റ്, ഓഡിറ്റർ എന്താണ് ഷാൾ ഡോക്യുമെൻറ്റ് alternative audit procedures. Okay, shall document alternate audit procedure he adopted and how he achieved the aim. എയിം എന്താണ്? ഒപ്പീനിയൻ ഫോം ചെയ്യലാണ് അല്ലേ. അപ്പോൾ എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അയാൾ എങ്ങനെയാണ് അത് എത്തിയത് എന്നും അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ആൾട്ടറേഷൻ ആണ് ചെയ്തതെന്നുള്ള ഡോക്യുമെൻറ്റേഷൻ അതിൽ വേണം. ഇതാണ് കണ്ടന്റ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. കണ്ടന്റ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യും, 6 പോയിന്റ് നിങ്ങൾ പഠിക്കുക. ഓൾറെഡി നമുക്ക് അറിയാവുന്ന വേറെയും ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷേ സ്റ്റഡി ഇറ്റ് ഇൻ ദ റൈറ്റ് മാനർ. ഓക്കെ, കണ്ടന്റ് ഓഫ് ദ വർക്കിംഗ് പേപ്പർ SA 230 എന്ന് പറയുന്നതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ച ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ക്യാൻ ബി ആസ്ഡ്. നമ്മൾ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ക്യാൻ ബി ആസ്ഡ്. അതാണ് വർക്കിംഗ് പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. വർക്കിംഗ് പേപ്പറിൽ വേറെയും ചെറിയ പോയിന്റ്സുകളുണ്ട്. നമ്മൾ ക്ലാസ് ഒന്ന് ഓൾറെഡി ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് വൺ ബൈ വൺ. പിന്നെ ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസും ഇതേപോലെ. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞതാണ് ഓഡിറ്റർ ഒപ്പീനിയൻ ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദ ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ഒരു ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒപ്പീനിയനിലേക്ക് എത്താനുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഓഡിറ്റ് എവിഡൻസസ് അയാൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യണം. ഓഡിറ്റ് എവിഡൻസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, എന്താണ് ഓഡിറ്റ് എവിഡൻസ്? ഓഡിറ്റ് എവിഡൻസ് ഈസ് ഇവാലുവേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് അസേർഷൻസ് ആണ് അല്ലേ. മാനേജ്മെൻറ്റ് അസേർഷൻസിൻ്റെ ഒരു ഇവാലുവേഷൻ ആണ്. ആ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ടു നോ ഹൗ ദ മാനേജ്മെൻറ്റ് അസേർഷൻസ് ആർ affecting the business, അല്ലെങ്കിൽ അസേർഷൻസ് how many times it is correct, അല്ലെങ്കിൽ it is accurate എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്ത സാധനമാണ് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസും ഞാൻ ഐ എം നോട്ട് ഗോയിങ് ഇൻ ഡീറ്റെയിൽ ടു ദ ഓഡിറ്റ് എവിഡൻസ്, കാരണം അത് ഒക്കെ നമ്മൾ ഓൾറെഡി ഇൻ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനങ്ങളാണ്. പിന്നെ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഒക്കെ പഴയ സിലബസിൽ ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റിലയബിലിറ്റി ഡിപ്പെൻഡിങ് ഓൺ സോഴ്സ്, ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ, അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ അതിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്ന എവിഡൻസ് ഈസ് മോർ റിലയബിൾ എന്നൊക്കെ പറയുന്ന കുറേ ഭാഗങ്ങളുണ്ടല്ലോ. ആ ഭാഗം എന്ത് ചെയ്യുക, ചാർട്ട്, നമ്മളെ ക്ലാസ്സിലെ ചാർട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ തന്നെ മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസസ് ഉണ്ട്. അപ്പോൾ ഓഡിറ്റ് എവിഡൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇതുവരെ ചോദിക്കാത്തൊരു ഏരിയ ആണ് പുതിയ സിലബസിൽ. അപ്പം ഓഡിറ്റ് എവിഡൻസും അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ് അങ്ങനെയായിരിക്കും നോർമലി ക്വസ്റ്റ്യൻ. എന്താണ് ഓഡിറ്റ് എവിഡൻസ് ചോദിക്കും. ഓഡിറ്റ് എവിഡൻസ് എന്താണ് ഇതാ. അതിന് പുറമെ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും 2-3 മാർക്കിനൊക്കെ എന്താണ് നമ്മൾ ഡെഫിനിഷൻ, 2 മാർക്കിന് ഡെഫിനിഷൻ എഴുതാണ്ടാവുള്ളൂ. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള 5 മാർക്കും ഫോർ അതർ കണ്ടന്റ് ആയിരിക്കും അത് റിലേറ്റ് ചെയ്യുന്നത്. അതിൽ മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ് വരാം, റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് വരാം. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, അതും കൂടെ നിങ്ങൾ റിവൈസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് നോട്ട്ബുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ഓൾറെഡി ഓഡിറ്റ് പ്രകാരം തന്നെയാണ്, ഓഡിറ്റ് പ്രോഗ്രാം പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഓഡിറ്റ് പ്രോഗ്രാമിൽ നമുക്കറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ. ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ റിലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഡൂയിങ് ദ ഓഡിറ്റ് ആസ് പെർ ദ ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം പ്രകാരം നമ്മൾ ഓഡിറ്റ് ചെയ്യാണ്. സോ വി ആർ ഡൂയിങ് ഇറ്റ് ദിസ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു. ബട്ട് ദർ ആർ സം വേരിയൻസ് അല്ലെങ്കിൽ ചില
പ്രോഗ്രാം പ്രകാരം പോകാൻ പറ്റാത്ത ചില മേഖലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സാധനങ്ങൾ നമുക്ക് മിസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ഹാവ് ടു കംപ്ലീറ്റ് ദ വർക്ക് ആസ് പെർ ദ പ്രോഗ്രാം ഓൾസോ. അപ്പോൾ ആ സമയത്ത് വിൽ നോട്ട് ബി അഡ്രസ്സിങ് ദാറ്റ് വേരിയേഷൻസ്, അല്ലെങ്കിൽ ആ വേരിയേഷൻ വിൽ നോട്ട് ബി അഡ്രസ്സിങ് ആസ് എ വെൻ വി സീ ഇറ്റ്. വിൽ പോസ്റ്റ്പോണ്ട് വെരിഫിക്കേഷൻ ഓഫ് ദീസ് ഐറ്റംസ് ഫോർ ലേറ്റർ ഡേറ്റ് അല്ലേ. വേറെ ഒരു ഡേറ്റിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ പിന്നീട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡിൽ വെച്ചാൽ പോരാ, യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ സംവർ അല്ലേ. അങ്ങനെ നോട്ട് ചെയ്യും. ആ നോട്ട് ചെയ്യുന്ന ആ നോട്ട്ബുക്കിനെ നമ്മൾ വിളിക്കുക ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, സോ എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓഡിറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട, എന്നാൽ ഓഡിറ്റിൽ ഇപ്പോൾ നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ചില മാറ്റേഴ്സ്, ആ മാറ്റേഴ്സ് നമ്മൾ മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വി ആർ ഡോക്യുമെന്റ് ഇറ്റ്, അല്ലെങ്കിൽ വി ആർ സേവിങ് ഇറ്റ് സംവർ. ഓക്കെ, അങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു നോട്ട്ബുക്കാണ് എന്ത് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ് എന്നും അതേപോലെ തന്നെ അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ് എന്ന് എക്സാം ചോദിക്കാം. കണ്ടൻസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്, വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട്ബുക്ക് ആൻഡ് ഈസ് കണ്ടന്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ കണ്ടന്റ് എന്താ വരിക? ഓഡിറ്റ് നോട്ട്ബുക്ക് വരുന്നത് നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ, നമുക്ക് ഓൾറെഡി അറിയാം. നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് മൗവ ആൻഡ് ഔവ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് പ്രീവിയസ് ഓഡിറ്റർ, മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, list of BOA maintained, accounting method, internal control, applicable laws, pinnacle management, personnel, errors and fraud disavowed, matters requiring explanations and clarification, special points that need attention in audit report. 11 പോയിന്റുകളുണ്ട്. അപ്പോൾ പോയിന്റുകൾ ബൈ ഹാർട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ റീഡ് ഇറ്റ് 2 to 3 times. എക്സാമിന് സമയം ഉണ്ടാവും, അപ്പോൾ ആ സമയത്ത് ഒന്നും കൂടി റീകളക്ട് ചെയ്യാം. എന്നിട്ട് ഇതാ നമ്മൾ അതിൽ തന്നെ ഒരുപാട് പർപ്പസ്ഫുള്ളി നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം ലാഗാവും ചെയ്യും. നമുക്കത് ചിലപ്പം എക്സാമിന് ചിലപ്പം പോയിന്റുകൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൈൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ഇറ്റ് 2 to 3 times, ദെൻ ലീവ് ഇറ്റ്, ദെൻ ഗോ ഫോർ ദ എക്സാം. എക്സാമിന് അതിൻ്റെ സിനാരിയോസ് ക്ലാസ്സിലെടുത്ത സാധനങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഒരു 7 to 8 പോയിന്റ് ഒക്കെ എന്തായാലും എഴുതാൻ പറ്റണം. അപ്പോൾ ഇതാണ് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ് ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ചെക്ക്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. എക്സാമിന് ബേസിക്സിൽ 2 വർഷമായിട്ട് ഒന്ന് ഇന്റേണൽ ചെക്കിനെ കുറിച്ചും പിന്നെ ഒന്ന് ഇന്റേണൽ കൺട്രോളിനെ കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചോദിച്ച ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യും ഞാനൊന്ന് പറയാം. അത് ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത ഏരിയ മാത്രം നമുക്ക് എന്ത് ചെയ്യാമെന്ന് കവർ ചെയ്ത് പോവാം. Characteristics of a sound internal check system. ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം, ഓൾറെഡി ക്ലാസ്സിൽ നിന്ന് എടുത്തൊരു ഭാഗമാണ് അല്ലേ ഇന്റേണൽ ചെക്ക്. Essential characteristics of a internal check system. എന്താണ് നമ്മൾ 8 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ, 7 പോയിന്റ്സ്. അപ്പോൾ ഒന്ന്, ഒരു എന്താണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എന്താണ്,
work of one person is checked by another person അല്ലേ? ഒരാൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാണ്, ഇരിക്കുകയാണെന്ന് വിചാരിക്കട്ടെ, എനിക്ക് അങ്ങനെ ഞാൻ അത്ര ഡ്രോയറൊന്നുമില്ല, ഈ സിറ്റിംഗ് ഇതിൽ നിന്നിട്ട് വർക്ക് ചെയ്യുന്നു, ഇറ്റ്സ് എ ലാപ്ടോപ്പ്. അപ്പോൾ ഇയാൾ വർക്ക് ചെയ്യുന്നതിന് മറ്റാൾ നോക്കിയിരിക്കുന്നു. ഓക്കെ, ഇയാൾ ചെയ്യുന്ന വർക്ക് എന്ത് ചെയ്യുന്നു, ഒളിഞ്ഞു നിന്നിട്ട് വേറെ ഒരാൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു. ഇത് ആൻ ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വർക്ക് മറ്റൊരാളുടെ വർക്കുമായിട്ട് കണക്ട് ചെയ്യും. എവറിബഡി ഈസ് കണക്റ്റഡ് വിത്ത് സം വൺ എൽസ് വർക്ക് ആൻഡ് ഇൻ ദാറ്റ് വേ നോ സിംഗിൾ പേഴ്സൺ, ഒരാൾക്ക് മാത്രമായിട്ട് ഒരു വർക്കിൻ്റെ മേലെ കംപ്ലീറ്റ് കൺട്രോൾ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക, എല്ലാ ക്ലാസ്സും എടുക്കുന്നത് ഹാദിൽ സാറ് മാത്രമാണ്. നിങ്ങൾ പാസ്സാവോ? ഇല്ല. എന്താണ്? ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഒരിക്കലും വർക്കല്ല. ഒരു ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുന്നത് ബേസിക്കലി അതിൽ ആ വർക്കിൽ എന്ത് ചെയ്യണം, പല ആളുകളും ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള എക്സ്പെർട്ടീസ് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ വി ഹാവ് ടു ബിൽഡ് a system where the work of one person should be checked by the next person. നമുക്ക് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യണം, ഒരേ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യണം. അവരുടെ ഒരു സൂപ്പർവൈഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ക്രോസ് ചെക്കിങ്, വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഒരു നല്ലൊരു ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ എന്തുണ്ടാവും, ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ടാവും. വർക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും അവരുടെ വർക്ക് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ അവിടെ ഒരു പ്രൊവിഷൻ ഓഫ് ചെക്ക് ഉണ്ടാവണം. പ്രൊവിഷൻ ഓഫ് ചെക്ക് എന്താ, ഒരാൾ ചെയ്യുന്ന വർക്ക് മറ്റൊരാൾ ചെക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. വി ഹാവ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ചെക്കിംഗ് ദ വർക്ക് ഓഫ് അതർ പേഴ്സൺ. അതാണ് പ്രൊവിഷൻ ഓഫ് ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിർബന്ധമായിട്ട് എന്തിലുണ്ടാവണം, ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിലുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു പ്രൊവിഷൻ ഓഫ് ചെക്കിംഗ് ഉണ്ടല്ലേ, ഒരാൾ ചെയ്യുന്ന വർക്ക് മറ്റൊരാൾ നോക്കുന്നു, അയാൾ ചെയ്യുന്ന വർക്ക് വേറെ ആൾ നോക്കുന്നു. സോ ദർ ഇസ് എ പ്രൊവിഷൻ ഓഫ് ചെക്കിംഗ് അല്ലേ. പിന്നെ റെസ്പോൺസിബിലിറ്റീസ്. ഇത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ചെക്ക് ചെയ്യല്, അല്ലാതെ ഇവർ വെറുതെ നോക്കി നിൽക്കില്ല. ദേ ഹാവ് സം ഡ്യൂട്ടീസ്. ആ ഡ്യൂട്ടിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ദേ ആർ റിവ്യൂയിങ് ദീസ് പേഴ്സൺസ് വർക്ക്. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇങ്ങനെ ഒളിഞ്ഞു നോക്കല്ല. അവരുടെ വർക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റിന് ശേഷം റിവ്യൂ ചെയ്യും. സോ ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് ഇന്റേണൽ ചെക്ക്. ആ എറർ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അടുത്തൊരാളും എന്ത് ചെയ്യുന്നത്, സെയിം സാധനം ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്യാതെയും കൊടുക്കാം, പക്ഷേ ദർ വിൽ ബി സം എറേഴ്സ് മേ ബി. ജൂനിയേഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നു. സോ ദാറ്റ്സ് ആൻ ഇന്റേണൽ ചെക്ക് സിസ്റ്റം ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ഓഡിറ്റ് അല്ലേ. അതൊരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ആണെന്ന് പറയാം. അവിടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇന്ന ആളുടെ ഡ്യൂട്ടീസ് ഇതാണ്. പിന്നെ ഇന്റേണൽ ചെക്കിൻ്റെ ഭാഗമായി വി യൂസ് ടെക്നോളജി. നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യാം. ടെക്നോളജി ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇപ്പം കമ്പ്യൂട്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്നോളജിയുടെ ഉപയോഗങ്ങൾ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റൊട്ടേഷൻ ഓഫ് എംപ്ലോയീസ്. റൊട്ടേഷൻ ഓഫ് എംപ്ലോയീസ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. റൊട്ടേറ്റ് ചെയ്യുന്ന എന്താ, ഇപ്പോൾ നമ്മളെ ഇപ്പോൾ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, പോലീസുകാരുടെ ഒക്കെ എന്ന് വെച്ചാൽ സസ്പെൻഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷനായി വരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയല്ല, അതും ഒരു എന്താണ് ഇന്റേണൽ ചെക്കിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരാളെ ഒരു വർക്കിൽ തന്നെ കുറേ കാലം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ആ വർക്കിന് മേലെ ഒരു കമാൻഡിങ് പവർ ഉണ്ടാവും.
സ്വാഭാവികമായിട്ടും അയാൾ ബാക്കിയുള്ള ആളുകളെ ഭരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഗ്രോ ചെയ്യാനോ അല്ലെങ്കിൽ മൊത്തത്തിൽ അയാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ആ വർക്കുകൾ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അയാൾ ഫ്രോഡുലൻ്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഒരു സുപ്രീമസി ഒക്കെ എന്ത് ചെയ്യാൻ അയാൾ അതിൽ എൻജോയ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നതും ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ദർ ഷുഡ് ബി റൊട്ടേഷൻ ഓഫ് എംപ്ലോയീസ്. പിന്നെ കൺട്രോൾ ഓവർ എംപ്ലോയീസിന് മേലെ നമുക്കൊരു കൺട്രോൾ വേണം. ഓക്കെ, മാനേജ്മെൻറ്റ് എന്താണ് എപ്പോഴും അവരെന്ത് ചെയ്യണം, അവർ തോന്നണം ദർ ഇസ് സംവൺ ബിഹൈൻഡ് മീ ഹു ഈസ് ചെക്കിങ്, അല്ലെങ്കിൽ സംവൺ ഹു ഈസ് ഹയർ ദാൻ മീ ഹു ഈസ് ചെക്കിങ് മൈ വർക്ക്. അപ്പോൾ കൺട്രോൾ ഓവർ എംപ്ലോയീസ് നമുക്ക് ഉണ്ടാവണം. പിന്നെ അവർ ചെയ്ത വർക്ക് നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ സൂപ്പർവിഷൻ, നമ്മൾ റിവ്യൂ എന്ന് പറയുന്ന ആസ്പെക്റ്റൊക്കെ ഈ സൂപ്പർവിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്ന സാധനമാണ്. അതേപോലെ തന്നെ പീരിയോഡിക്കൽ റിവ്യൂ നമ്മൾ ചെയ്യാം. പീരിയോഡിക്കൽ റിവ്യൂ നമ്മളെ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റംസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളൊരു റിവ്യൂ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാം. ഇതൊക്കെയാണ് ഒരു സൗണ്ട് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ നോക്കി. ഇത് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ 8 പോയിന്റുകൾ എഴുതുക. ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ പോയിന്റുകൾ മാത്രം എഴുതിയാൽ വരാം. 8 മാർക്സ് അല്ലെങ്കിൽ 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്വാഭാവികമായിട്ട് ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശം, നമ്മൾ ക്ലാസ് നോട്ട്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഡിസ്ക്രൈബ് ചെയ്യുക. നോ സിംഗിൾ പേഴ്സൺ ഈസ് അലൗഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും വാട്ട് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിവൈഡിങ് ദ വർക്ക് ഓഫ് വൺ ഓഫ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ്. ഓക്കെ, അതേപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് ചെക്ക് അല്ലേ, ഓരോരുത്തർക്കും അവിടെ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഗിവൺ ദാറ്റ് ദ വർക്ക് ഓഫ് വൺ പേഴ്സൺ ഷുഡ് ബി ചെക്ക്ഡ് ബൈ ദ നെക്സ്റ്റ് പേഴ്സൺ എന്നുള്ള കാര്യം. അങ്ങനെ അതിനെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഈ പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്യാം. ദെൻ റൈറ്റ് യുവർ ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേഷൻ ഇൻ യുവർ ഓൺ വേർഡ്സ് ഓൾസോ, നോ പ്രോബ്ലം. അപ്പോൾ അത് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിന് ചോദിച്ചത് ഡിസംബർ 2024. നെക്സ്റ്റ് പിന്നെ ഇൻ്റർണൽ കൺട്രോളിൻ്റെ ഭാഗത്തു നിന്നാണ് പിന്നെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ എലമെൻറ്റ്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ബേസിക് എലമെൻറ്റ്സ് ഓഫ് എൻ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒന്ന്, ഫൈനാൻഷ്യൽ ആൻഡ് അതർ ഓർഗനൈസേഷണൽ പ്ലാൻ ഉണ്ടായിരിക്കണം. ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ അതർ ഓർഗനൈസേഷൻ പ്ലാനും ഉണ്ടായിരിക്കണം. അത് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക് എലമെൻ്റാണ്. പിന്നെ കോമ്പിറ്റൻറ്റ് പേഴ്സണൽസ് ഉണ്ടായിരിക്കണം. കോമ്പിറ്റൻറ്റ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ, കപ്പാസിറ്റി ഉള്ള, കഴിവുള്ള, ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും ക്വാളിറ്റിയുമുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുക. ദെൻ ഡിവിഷൻ ഓഫ് വർക്ക് സംഭവിക്കണം. ഡിവിഷൻ ഓഫ് വർക്ക്, ഞാൻ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ അങ്ങനെയുണ്ട് ചില ആളുകൾ. ഇപ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം ചില ബിസിനസ്സുകളൊക്കെ നമ്മളെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഇത് പറയുന്നത് ഞാനാണെല്ലാം, ഞാൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അത് ഒരു പരിധിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബിസിനസ്സിന് ഗ്രോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻറ്റേർണൽ കൺട്രോൾ ൻ്റെ ഭാഗമാണ്, ബേസിക് എലമെൻറ്റിൻ്റെ ഭാഗമാണ്. ദർ ഷുഡ് ബി ഡിവിഷൻ ഓഫ് വർക്ക്.
പിന്നെ സെപ്പറേറ്റ് ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റി ഫ്രം റെക്കോർഡ് കീപ്പിംഗ്. ഓക്കെ, ഓപ്പറേഷൻ റെസ്പോൺസിബിലിറ്റി ഫ്രം റെക്കോർഡ് കീപ്പിംഗ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ തന്നെ, നമ്മൾ പറയുന്ന എക്സാമ്പിളാണ്, ഞാൻ തന്നെ ഇവിടെ ക്ലാസ് എടുക്കുന്നു, ഞാൻ എൻ്റെ ലോഗ് എഴുതി വെക്കുന്നു. ഓക്കെ, എനിക്ക് ആവശ്യവും കാര്യങ്ങളും കൂട്ടിയും കുറച്ചൊക്കെ എനിക്കിടാം അല്ലേ. സോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ്, അതിലൊരു മാനിപ്പുലേഷൻസിന് സാധ്യത. പിന്നെ സെപ്പറേറ്റ് കസ്റ്റഡി ഓഫ് അസെറ്റ് ഫ്രം അക്കൗണ്ടിങ്. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റിൽ ഒരാൾ ഇരിക്കുന്നു, വിശക്കുന്നു, ഫുഡ് കഴിക്കുന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. കാരണം എന്താ, നമ്മൾ തന്നെയാണ് അസറ്റും കീപ്പ് ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് അക്കൗണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ അസറ്റ് മിസ്സായാൽ അല്ലെങ്കിൽ അസറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ അടുത്തത് പ്രോപ്പർ ഓതറൈസേഷൻ ഉണ്ടാവണം. ഓതറൈസേഷൻ ഇതെന്താ, തോന്നുന്ന പോലെ ആർക്കും ഒരു കമ്പനിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദർ ഷുഡ് ബി എ പ്രോപ്പർ അതോറിറ്റി. ഇപ്പം എൻ്റെ ഓഫീസിൽ ഒരു പെന്ന് വാങ്ങണമെങ്കിൽ പോലും അതിന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യണം, ഓതറൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ആ ആക്ടിവിറ്റിക്ക് പ്രോപ്പർ അതോറിറ്റി ഉണ്ടാവണം. ആക്ടിവിറ്റി ചെയ്യാം, ആക്ടിവിറ്റി ക്യാൻ ബി ഡൺ, അല്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യുന്നതിലുള്ള പ്രശ്നം. പക്ഷേ എല്ലാത്തിനും അതുണ്ടാവണം. ദർ ഷുഡ് ബി എ പ്രോപ്പർ ഓതറൈസേഷൻ. പിന്നെ മാനേജറിയൽ സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ. മാനേജറിയൽ സൂപ്പർവിഷനും റിവ്യൂവും നടക്കും. മാനേജ്മെൻറ്റ് സൂപ്പർവൈസ് ചെയ്യണം, റിവ്യൂ ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇന്റർ കൺട്രോൾ വർക്കൗട്ട് ചെയ്യുള്ളൂ. അല്ല നമ്മൾ കൺട്രോളൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടാക്കി നമ്മൾ പോകുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നോളം നിർബന്ധമല്ല. സൂപ്പർവൈസ് ചെയ്യണം, റിവ്യൂ ചെയ്യണം, പോരായ്മകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ഗെറ്റ് ഇൻ ട്രാക്ക്. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർണൽ കൺട്രോൾ ൻ്റെ ഭാഗമായിക്കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതാണെന്ത് ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഇൻ്റർണൽ കൺട്രോൾ. ഇത് നിങ്ങൾ എഴുതുമ്പോഴും ഗിവ് സം ഡിസ്ക്രിപ്റ്റീവ് ചില എക്സാമ്പിൾസോ ചില ഡിസ്ക്രിപ്ഷൻ കൂടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഫിനാൻഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനി ഷുഡ് ഹാവ് എ പ്രോപ്പർ പ്ലാൻ. അക്കോർഡിംഗ് ടു ദാറ്റ് ദേ ഹാവ് ടു ബിൽഡ് ആൻ ഇന്റർണൽ കൺട്രോൾ സിസ്റ്റം എന്ന് എന്ത് ചെയ്യുക, എഴുതാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്. കാരണം 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ എഴുതുമ്പോൾ പോയിന്റ് ഈസ് വെരി ക്ലിയർ, പോയിന്റ് വളരെ ക്ലിയർ ആണ്, പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ബട്ട് അത് 2 ആസ്പെക്റ്റ് ഉണ്ട്. കണ്ടന്റ് നമ്മളെടുത്തുണ്ട്, അതേപോലെ തന്നെ അത് കാണുമ്പോൾ കുറച്ചും കൂടെ വോളിയം ഉണ്ടെന്നും കൂടി തോന്നിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, എഴുതാം. So these are the keywords, these are the key points. ആ പോയിന്റ്സ് ചെയ്ത് അതിൻ്റെ കൂടെ give some description, write in like one page, at least 1 പേജിലേക്ക് വരുന്ന രീതിയിൽ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇത്. അതിന് പേജിൻ്റെ കോൺസെപ്റ്റ് ഒന്നുമില്ല, ബട്ട് ഫോർ യുവർ കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മളത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതാണ് ഇത് ഇത്ര മതിയോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ യു ഗിവ് സം ഡിസ്ക്രിപ്ഷൻ. പക്ഷേ ചിലതിൽ അങ്ങനെ ആവശ്യമാണല്ലോ കേട്ടോ. ചിലതിപ്പോൾ ലോയിലുള്ള അല്ലെങ്കിൽ ഇതിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിയമം നമ്മളോട് പറയുകയാണ്, ഇന്ന സെക്ഷൻ പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന സെക്ഷനിലുള്ള പറയാൻ പറ്റുള്ളൂ. അതിൽ പേജിൻ്റെ എണ്ണം മറ്റേ ലൈന് നോക്കാൻ നമുക്ക് അഡീഷണൽ പ്രൊവിഷനൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. സോ ദർ വിൽ ബി ഓൺലി ഇതായിരിക്കും എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം. അങ്ങനെ ചില കേസിൽ അങ്ങനെ ആയിരിക്കും. സോ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒന്നും കൂടെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാവുന്ന സാധനങ്ങളാണ്. അതെന്ത് ചെയ്യുക, ഒന്നും കൂടെ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഓഡിറ്റ് സാമ്പിളിംഗ് ഒന്ന് നോക്കാം. ഓഡിറ്റ് സാമ്പിളിംഗ് ഇതുവരെ ചോദിച്ചിട്ടില്ല, ബട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, എന്താണ് ഓഡിറ്റ് സാമ്പിളിംഗ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് വേർ വി ടേക്ക് ടെസ്റ്റ് ട്രാൻസാക്ഷൻ, ടെസ്റ്റ് ഡാറ്റ അല്ലേ, ടെസ്റ്റ് ഡാറ്റ നമ്മൾ എടുക്കുള്ളൂ. ഇഫ് യു വാണ്ട് ടു വെരിഫൈ, ഓക്കെ, അതായത് ഇഫ് യു ആർ ഗിവിങ് ഒപ്പീനിയൻ ഓൺ
new asset purchases. നിങ്ങൾ ഈ വർഷം ഇപ്പം അസറ്റൊക്കെ നോർമലി ചെറിയ കമ്പനികളാണെങ്കിൽ വളരെ കുറച്ച് അസറ്റ്സ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇഫ് യു ടേക്ക് എ ബിഗ് കമ്പനീസ്, ഓക്കെ, ഒരുപാട് അസറ്റ്സുകളുള്ള കമ്പനി, ചില കമ്പനികൾക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എടുക്കാം. ദേ ഹാവ് മെനി അസറ്റ്സ് അല്ലേ, വർഷത്തിൽ എല്ലാ വർഷവും അവർ ദേ ആർ പർച്ചേസിങ് മെനി ഓഫ് ദ അസറ്റ്സ്. അപ്പം ഇഫ് ദേ ആർ ഡൂയിങ് ഓഡിറ്റ്, അവർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓഡിറ്റേഴ്സ് ചിലപ്പം 100% ഓഫ് അസറ്റ്സ് ചെക്ക് ചെയ്തോളം നിർബന്ധമില്ല. ഡിപ്പെൻസ് ഓൺ ദ വോളിയം, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സ്കോപ്പ്, എവറിത്തിങ് അല്ലേ. സ്വാഭാവികമായിട്ടും ഇഫ് ദേ വാണ്ട് ടു ഗിവ് ഒപ്പീനിയൻ ഓൺ ദ പർച്ചേസ് ഓഫ് ന്യൂ അസറ്റ്സ്, there are 500 assets purchased during the year. Maybe the auditor might be taking only 100 assets for checking. 500 അസറ്റ്സ് പർച്ചേസ് ചെയ്തതിൽ 100 അസറ്റ്സ് മാത്രമായിരിക്കും ചിലപ്പോൾ ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നുണ്ടാവുക. വെരിഫൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഹി വിൽ ഗീവ് ഒപ്പീനിയൻ ഓൺ ദ അസറ്റ് പാർട്ട് അല്ലേ. അപ്പം ഇതാണ് ആക്ച്വലി എന്ത് സാമ്പിളിംഗ് എന്ന് പറഞ്ഞത്. Auditor cannot do 100% verification because of multiple reasons. അതുകൊണ്ട് തന്നെ auditor will be selecting few samples in order to form opinion on that group. അല്ലേ. അപ്പം ഓഡിറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓഡിറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അപ്ലിക്കേഷൻ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, വിൽ ബി അപ്ലൈയിങ് ദ ഓഡിറ്റ് പ്രൊസീജിയർ ടു ദിസ് 100 ഓൺലി. ഓഡിറ്റ് പ്രൊസീജിയർ നമ്മൾ ഏതിലേക്ക് അഡോപ്റ്റ് ചെയ്യുക, 100 ട്രാൻസാക്ഷനിലേക്ക് വേണ്ടി മാത്രം. എന്നിട്ട് നമ്മൾ ഈ ഓഡിറ്റ് പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 100% ഓഫ് ഡാറ്റ 100 ട്രാൻസാക്ഷൻ നമ്മൾ ചെക്ക് ചെയ്തതിനു ശേഷം വി ഗീവ് ഒപ്പീനിയൻ ഓൺ ഓൾ ഓഫ് ദിസ് 500. ഓക്കെ, ഒപ്പീനിയൻ ഈസ് ഓൺ ഓൾ ട്രാൻസാക്ഷൻ, ബട്ട് ഓഡിറ്റ് പ്രൊസീജിയർ വി അപ്ലൈ ഓൺലി ടു ഫ്യൂ. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കാം സാമ്പിളിംഗ് എന്ന് നമ്മൾ വിളിക്കാം അല്ലേ. അപ്പോൾ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 500 ആണ്, പക്ഷെ അത് നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നത് ആകെ 100 ഉള്ളൂ. സോ ഈ സാമ്പിളിലേക്കാണ് എന്ത് ചെയ്യുക, അഡോപ്റ്റ് ദ ഓഡിറ്റ് പ്രോസസ്സസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഓഡിറ്റ് സാമ്പിളിംഗ്. ഓഡിറ്റ് സാമ്പിളിങ്ങിന് കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇറ്റ് സേവ്, നമ്മളൊരു സമയം കുറേ കുറയ്ക്കും അല്ലേ. ഇറ്റ് സേവ് ടൈം ആൻഡ് കോസ്റ്റ്. ടൈമും കുറയും, കോസ്റ്റും കുറയും അല്ലേ, ചിലവും കുറയ്ക്കാം. പിന്നെ നമ്മളുടെ വർക്ക് ലോഡ് കുറയും. ഇപ്പം ഞാൻ തന്നെ ഇവിടെ ചെയ്യുന്നൊരു സാമ്പിളിംഗ് അല്ലേ. am I going through the entire syllabus? No. Taking few important points which I feel that is relevant, അതാണ് ഞാൻ എടുക്കുന്നത്. സോ ഐ എം ഡൂയിങ് എ സാമ്പിളിംഗ് ഹിയർ. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ലോഡ് കുറയ്ക്കും. സോ നമ്മൾ എൻ്റയർ ഒരു 8 to 9 days ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു, വളരെ ചുരുങ്ങിയ അവേഴ്സിലേക്ക് നമ്മൾ കുറയ്ക്കുന്നു. സോ വി ആർ പിക്കിംഗ് ഫ്രം സം റിലവൻറ്റ് ടോപ്പിക്സ് അല്ലേ. അത് ദാറ്റ് ഈസ് എ സാമ്പിളിംഗ് വർക്ക് ലോഡ്. പിന്നെ നമുക്ക് ഇതിലെന്ത് ചെയ്യാം, മീൻ വി ടേക്ക് സാമ്പിൾസ്. മറ്റേതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ടൂറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. നമ്മൾ ടൂർ പോകുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് എൻജോയ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം നമ്മളടുത്ത് ഇറങ്ങുന്നു, 5 മിനിറ്റാണ് ഇവിടെ സമയം, പോയി വരും, നമ്മളവിടെ പോകുന്നു, തിരിച്ചു വരുന്നു, ഒന്നും നമുക്ക് വി നോട്ട് എൻജോയ് അല്ലേ. അതിന് പകരമായിട്ട് ഇഫ് യു ആർ ഗോയിങ് ടു എ പെർട്ടിക്കുലർ പ്ലേസ്, നമ്മൾ അതിൽ നിന്ന് വളരെ റിലവൻ്റ് ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ എല്ലാ 100% കവർ ചെയ്യുന്നതിന് പകരം വി കവർ ഫ്യൂ ആൻഡ് വി എക്സ്പ്ലോർ ദാറ്റ്. അത് നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് വെരിഫൈ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ ബെനിഫിഷ്യൽ. അതാണ് കുറച്ചും കൂടി നന്നാവും അല്ലേ. സോ ദാറ്റ് ഈസ് ദ തിങ് വിത്ത് ഓഡിറ്റ് സാമ്പിളിംഗ്. ഓക്കെ, may devote more time for critical issues. ക്രിട്ടിക്കലായിട്ട് ഇഷ്യൂസിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ് സാമ്പിളിംഗ് എന്താണെന്ന് വെച്ചാൽ, ഓഡിറ്റ് സാമ്പിളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ സാമ്പിളിംഗ് we use for sampling we study
about internal control system of a കമ്പനി. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് പുറമെ ഇൻറ്റേർണൽ കൺട്രോൾസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും വെൻ വി ആർ ഗോയിങ് ഫോർ ഓഡിറ്റ് സാമ്പിളിംഗ് അല്ലെ. വെറുതെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതിന് പകരം വി സ്റ്റഡി അബൌട്ട് ദ പ്രോസസ് അല്ലേ. സോ ദാറ്റ് ഈസ് മോർ ക്വാളിറ്റേറ്റീവ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ ഇഫ് ഇറ്റ്സ് വർക്കിംഗ് പ്രോപ്പർലി then sample will take is very less. Internal control not working properly ആണെങ്കിലോ sample we take is very high. കൂടുതൽ സാമ്പിൾസ് നമ്മൾ എടുക്കേണ്ടി. ഇപ്പം ഇൻറ്റേർണൽ കൺട്രോളും നമ്മൾ ഇൻഡയറക്റ്റ്ലി എന്ത് ചെയ്യും, നമ്മൾ ബെനിഫിറ്റ് ചെയ്യും. സോ വെൻ വി ഡു ദ സാമ്പിളിംഗ് ഇറ്റ് ബെനിഫിറ്റ്സ് അസ് ഇൻ ഇൻവോൾവിങ് ഇൻ ദ ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോളും കൂടി ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. പിന്നെ it gives dependable result. ഒരു ഡിപ്പെൻഡബിൾ റിസൾട്ടാണ് എന്ത് ചെയ്യുക, നമുക്ക് 100% ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ സേ ദാറ്റ് ഓക്കെ ഇഫ് യു ടേക്ക് ദ സാമ്പിൾസ് നമ്മൾ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യുന്നു, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ദ വേ ദേ ബിഹേവ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. ബേസ്ഡ് ഓൺ ദാറ്റ് വി ഫോം അവർ ഒപ്പീനിയൻ അല്ലേ. സോ അതൊരു നമുക്ക് ഡിപ്പെൻഡബിൾ റിസൾട്ട് തന്നെയാണ് എന്ത് ചെയ്യുക, നമുക്ക് തരാം. അതാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്. പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് സാമ്പിളിംഗ് നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക്. സാമ്പിളിംഗ് നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സാമ്പിളിംഗ് റിസ്ക് ആണ്, മറ്റൊന്ന് നോൺ സാമ്പിളിംഗ് റിസ്ക് ആണ്. ഒന്ന് സാമ്പിളിംഗ് റിസ്ക് ആണ്, മറ്റൊന്ന് നോൺ സാമ്പിളിംഗ് റിസ്ക് ആണ്. എന്താണ് സാമ്പിളിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ, നമ്മളെടുത്ത സാമ്പിൾ തെറ്റാവുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്ന റിസ്ക്കാണ് സാമ്പിളിംഗ് റിസ്ക്. ഈ സാമ്പിളിംഗ് റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് 2 ലെയറുകളിലായിട്ടാണ് നമ്മൾ ഫേസ് ചെയ്യുക. സാമ്പിളിംഗ് റിസ്ക് വി ഫേസ് വിത്ത് കംപ്ലയൻസ് പ്രൊസീജിയർ. അതേപോലെ തന്നെ സാമ്പിളിംഗ് റിസ്ക് വിത്ത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. അപ്പം എന്താണ് കംപ്ലയൻസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, കംപ്ലയൻസ് പ്രൊസീജിയർ നമ്മൾ ഈ ഓഡിറ്റ് എവിഡൻസിലാണ് നമ്മൾ നോക്കുന്നത്. ഓഡിറ്റ് എവിഡൻസിൽ കംപ്ലയൻസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ നേരത്തെ ബേസിക് പ്രിൻസിപ്പിൾസ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്പനിയിൽ നമ്മൾ അക്കൗണ്ടിങ് സിസ്റ്റവും ഇൻറ്റേർണൽ കൺട്രോളും നമ്മൾ എന്ത് ചെയ്യണം, കാര്യമായിട്ട് നോക്കണം. അപ്പോൾ അക്കൗണ്ടിങ് സിസ്റ്റംസ് റെഡിയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യും. ഇൻറ്റേർണൽ കൺട്രോൾസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ റിലയബിലിറ്റി അല്ലെങ്കിൽ അതിനെ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാം എന്നറിയാൻ വേണ്ടി നമ്മൾ കുറേ സാമ്പിൾസ് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ കൺട്രോൾസിനെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്ത് നമ്മൾ വിളിക്കുക കംപ്ലയൻസ് പ്രൊസീജിയർ എന്ന് വിളിക്കുക. കംപ്ലയൻസ് പ്രൊസീജിയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് internal control and substantive procedure is associated with transactions and balances അല്ലേ. അപ്പോൾ കംപ്ലയൻസ് പ്രൊസീജിയറിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സാമ്പിളിംഗ് റിസ്ക് എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് എന്ത്, that internal control is very effective. നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, കുറച്ച് സാമ്പിൾസ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇൻറ്റേർണൽ കൺട്രോൾ എല്ലാം അടിപൊളിയാണെന്ന് നമ്മൾ പറയാണ്. പക്ഷേ ആക്ച്വലി അങ്ങനെ അല്ല. വി കൺക്ലൂഡ് ദാറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ ഈസ് വെരി എഫക്റ്റീവ്, ബട്ട്
Actually, it is not. വൈസ് വേഴ്സ, തിരിച്ചു സംഭവിക്കാം. അപ്പോൾ പറയുകയാണെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ എഫക്റ്റീവ് അല്ല നമ്മൾ പറയുന്നു, പക്ഷേ ആക്ച്വലി എഫക്റ്റീവ് ആയിരുന്നു, അപ്പോൾ ഇത് നമ്മൾ എഫക്റ്റീവ്. ഓക്കെ, അപ്പം സാമ്പിളിങ് നമുക്ക് റിസ്ക് എന്താണ്? നമ്മൾ കുറച്ച് സാമ്പിൾസ് എടുക്കുന്നു, ആ സാമ്പിൾസ് പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ വീക്കാണ്. പക്ഷേ നമ്മളെടുത്ത സാമ്പിൾ പ്രകാരം തെറ്റിപ്പോയതാണ്. ശരിക്കും നമ്മൾ 100% വെരിഫൈ ചെയ്യാൻ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളാകെ എടുത്തത് 2-3 സാമ്പിൾസാണ്. സാമ്പിൾസ് പ്രകാരം നമുക്ക് ഇൻറ്റേർണൽ കൺട്രോൾ വീക്കാണ്. പക്ഷേ ആക്ച്വലി ഇൻ പ്രാക്ടീസ് അതൊരു വീക്ക് ഇൻറ്റേർണൽ കൺട്രോൾ ആയിരുന്നില്ല. അപ്പോൾ വി ഫോം എ റോങ് ഒപ്പീനിയൻ അല്ലേ, ബിക്കോസ് വി ടേക്ക് ദ റോങ് സാമ്പിൾസ്. അതേപോലെ നമുക്ക് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് ഉണ്ടാവാം. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, വി കൺക്ലൂഡ്, അവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് എന്ത്, ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫ്രീ ഫ്രം material statement, but actually it is not, and vice versa. എന്താണ് ഇന്റേണൽ കൺട്രോൾ ആണ് നമ്മൾ കംപ്ലയൻസ് പ്രൊസീജിയർ പറഞ്ഞെങ്കിൽ ഇവിടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആണ് പറഞ്ഞത്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വി കൺക്ലൂഡ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറയുന്നത് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഫ്രീ ഫ്രം മെറ്റീരിയൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെ നമ്മളത് പറയുന്നത്, നമ്മൾ കുറച്ച് സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പക്ക അടിപൊളിയാണ്, സൂപ്പറാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആക്ച്വലി നമ്മളെടുത്ത സാമ്പിൾ തെറ്റിപ്പോയി. ശരിക്കും ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മളെ സാമ്പിൾസ് നമ്മൾ ചതിച്ചു അല്ലേ, അതിനെ നമ്മൾ വിളിക്കുക സാമ്പിളിംഗ് റിസ്ക് എന്ന് നമ്മൾ വിളിക്കുക. സാമ്പിളിംഗ് റിസ്ക് നമുക്ക് ഇന്റേണൽ കൺട്രോൾ വെരിഫൈ ചെയ്യുന്നത് നമുക്ക് ഉണ്ടാവാം, ട്രാൻസാക്ഷൻസും ബാലൻസസും ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ 2 സാമ്പിളിംഗ് റിസ്കിനെ നമ്മൾ വിളിക്കുക സാമ്പിളിംഗ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് കംപ്ലയൻസ് പ്രൊസീജിയർ, സാമ്പിളിംഗ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് സാമ്പിളിങ്ങിൽ നമുക്ക് സാമ്പിളിംഗ് റിസ്ക് ഉണ്ട്, നോൺ സാമ്പിളിംഗ് റിസ്ക് ഉണ്ട്. നോൺ സാമ്പിളിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ it is നോൺ സാമ്പിളിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ it is not a sampling risk. ഇതൊരു സാമ്പിളിംഗ് റിസ്ക് അല്ല, ഇറ്റ് ഈസ് നോട്ട് എ സാമ്പിളിംഗ് റിസ്ക്. അതേപോലെ തന്നെ there is nothing wrong in samples. സാമ്പിൾസിലൊന്നും പ്രശ്നവും ഇല്ല. എന്താ പ്രശ്നമുള്ളത്? Maybe problem with person who do the sample, lack of experience, improper പ്രോഗ്രാം. ഈ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിളിലെ എന്താണ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെന്ത് ആക്ടിവിറ്റി ചെയ്യുന്നു, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, എറർ സംഭവിക്കും. അതൊന്നും സാമ്പിൾസിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് വി ഫോളോ, നോട്ട് വിത്ത് ദ സാമ്പിൾ ദാറ്റ് വി ടേക്ക് ബട്ട് ദ സിസ്റ്റം ദാറ്റ് വി ഫോളോ. അങ്ങനെയുള്ള റിസ്ക് നമ്മൾ വിളിക്കാൻ നോൺ സാമ്പിളിംഗ് റിസ്ക്. അത് കാരണം സാമ്പിൾസ് തെറ്റി നമ്മുടെ ഒപ്പീനിയൻ തെറ്റാം. അപ്പോൾ സാമ്പിളിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് സാമ്പിൾ തന്നെ പോരായ്മകൾ ഉണ്ടാകുമ്പോൾ റിസ്ക്, മറ്റൊരു സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വീഴ്ച വരുത്തുന്നത് കാരണം നമുക്ക് ഉണ്ടാകുന്ന റിസ്കുകൾ. ഇത് രണ്ടും റിസ്ക് അസോസിയേറ്റഡ് വിത്ത് സാമ്പിളിംഗ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ this is unavoidable.
but this is avoidable ആണ്, ഇത് unavoidable. ഓക്കെ, അതാണ് സാമ്പിളിങ്ങിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. സാമ്പിളിങ്ങിൽ വേറെ കുറച്ച് പോയിന്റുകളുണ്ട്, ബട്ട് ഐ തിങ്ക് നിങ്ങളെന്ത് ചെയ്യുക, ഈ ഒരു കാര്യം നോക്കുക. അതേപോലെ തന്നെ MQP മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, റെഫർ ചെയ്യാം ഇഫ് യു ഹാവ് ടൈം. നിങ്ങൾ ഐ ഡോണ്ട് നോ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ തീരെ പഠിക്കാതെ നിങ്ങൾ ക്ലാസ്സിൽ ഈ ഒരു വീഡിയോ കാണുകയാണോ, അല്ലെങ്കിൽ 100% കവർ ചെയ്തതിന് ശേഷമാണോ കാണുന്നത് എന്ന് എനിക്കറിയില്ല. സോ വെൻ യു ആർ ഇൻ എ പൊസിഷൻ, നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ റെഫർ അതർ ക്വസ്റ്റ്യൻസ് ഓൾസോ. ഓക്കെ, അതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നതിൽ, ഓഡിറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നതിൽ നമുക്കുള്ളത്. നൗ ഇത് നമ്മൾ ഇപ്പം ചിലപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ബട്ട് ദർ വാസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ ഒരു വർഷം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2023 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് ഓഡിറ്റ് ട്രെയിൽ. എന്താണ് ഓഡിറ്റ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഓഡിറ്റ് ട്രെയിൽ നമ്മൾ സെക്ഷൻ 143 എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഓഡിറ്റിങ്ങിൽ നമ്മൾ നോർമലി വി ഡു ദ വെരിഫിക്കേഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻസ് അല്ലേ. ട്രാൻസാക്ഷൻസ് നമ്മൾ വെരിഫൈ ചെയ്യണം. ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ ബിഗിനിങ് ടു എൻഡ് എൻറ്റയർലി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചെക്കിംഗ് പ്രോസസ്സ് നമ്മൾ വിളിക്കാം ഓഡിറ്റ് ട്രെയിൽ എന്ന് നമ്മൾ വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇത് രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുക. നമുക്കൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലാണെങ്കിൽ മാനുവൽ സിസ്റ്റത്തിലാണെങ്കിൽ ഓക്കെ, ഇത് ചിലപ്പോൾ എന്തുണ്ടാവും, ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രോസസ്സിൽ. അപ്പോൾ ഓഡിറ്റ് ട്രെയിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ you take P&L, നിങ്ങൾ P&L നിങ്ങൾ എന്ത് ചെയ്യുന്നു, യു ആർ ടേക്കിംഗ് സാലറി എന്ന് പറയുന്നൊരു ഹെഡ് നിങ്ങളവിടെ കാണുന്നു ഇൻ P&L. ഈ സാലറി എവിടുന്നായിരിക്കും വന്നിട്ടുണ്ടാവുക, ഈ ഫിഗർ എവിടുന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? ഇറ്റ് ഹാവ് കം ഫ്രം സാലറി രജിസ്റ്റർ, റൈറ്റ്? സാലറി രജിസ്റ്ററിലേക്ക് ഇത് എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഇറ്റ് വിൽ ബി ഫ്രം സാലറി വൗച്ചർ. മേ ബി സാലറിയിൽ നമ്മൾ വൗച്ചർ എല്ലാവർക്കും പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ രജിസ്റ്റർ ആകുമ്പോൾ സൈഡിലേതും ചിലപ്പോൾ നമ്മൾ സാലറി വൗച്ചർ ചെയ്യും. സാലറി വൗച്ചർ നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ സാലറി ഓരോരുത്തർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇറ്റ് ബേസ്ഡ് ഓൺ അറ്റൻഡൻസ് ഷീറ്റ് അല്ലേ. ദെൻ അറ്റൻഡൻസ് ഷീറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റൻഡൻസ് ഷീറ്റ് എന്നാണ് എന്തിനാ ഇവർ ഇത്ര ദിവസം ലീവ്, ഇത്ര കാഷ്വൽ ലീവ്, ഇത്ര സിക്ക് ലീവ് മറ്റേന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ സാലറി കാൽക്കുലേഷൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അലവൻസസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അറ്റൻഡൻസ് ഷീറ്റ്, അതേപോലെ തന്നെ ഇവരുടെ പേ സ്കെയിൽ, ബേസിക് പേ സ്കെയിൽ,
പേ സ്കെയിൽ എത്ര അതിനനുസരിച്ച് തന്നെ കൊടുക്കണ്ടേ, പിന്നെ അവരുടെ ഡിഡക്ഷൻസ് ഇതൊക്കെ എന്ത് നമ്മൾ നോക്കും അല്ലേ. സോ നമ്മളുടെ P&L കാണുന്ന ഒരു ട്രാൻസാക്ഷന് ബാക്കിലേക്ക് കുറേ ഹിസ്റ്ററീസ് ഉണ്ട് അല്ലെ. ആ ഹിസ്റ്ററിയിൽ നിന്ന് അതിൻ്റെ ബിഗിനിങ് എന്നാണ് എന്ത് ചെയ്യുന്നത്, അത് P&L ലാസ്റ്റ് ഒരു ഫിഗർ ആയിട്ട് എത്തുന്നത്. സോ ദർ ആർ മെനി ട്രേസബിൾ സ്റ്റേജസ് ബിഫോർ ഇറ്റ് കംസ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഈ സ്റ്റേജസിലൂടെ, ഈ ട്രേസബിൾ സ്റ്റേജസിലൂടെ എല്ലാം കടന്നു പോയിക്കൊണ്ട് നമ്മൾ ആ ട്രാൻസാക്ഷനെ എൻറ്റയർലി വെരിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഓഡിറ്റ് ട്രെയിൽ. ഇനി ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിനെന്ത് ചെയ്യാം, നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലും നമ്മൾ ഇതേപോലെ പേ സ്കെയിൽ, അതേപോലെ തന്നെ അറ്റൻഡൻസ് ഷീറ്റ്, സാലറി വൗച്ചർ, രജിസ്റ്റർ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മിക്കവാറും എന്തിനായിരിക്കും, മൊത്തം ആ ഒരു സോഫ്റ്റ്വെയറിലെ ERP സിസ്റ്റത്തിൽ തന്നെ ഒരുവിധ വൗച്ചർ അടക്കം ചിലപ്പോൾ അതിൽ ഉണ്ടാവും. പേ സ്കെയിലും പേ ഡീറ്റെയിൽസൊക്കെ അതിലായിരിക്കും തന്നെ ഉണ്ടാവുക, മാനുവലായിട്ട് ഉണ്ടാവണം എന്നില്ല. അപ്പം അവിടെ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആരാണ് ഹൂ പാസ് ദ എൻട്രി, നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ടൈം ആൻഡ് ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. പിന്നെ അതിനുശേഷം ലേറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും അല്ലേ. റൈറ്റ്. നമ്മൾ സോഫ്റ്റ്വെയറിൽ പോവുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ ആ എൻട്രി ടു ഏത് ഡേറ്റിലിട്ടു, അത് എപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്, ആരെയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും കറക്ഷൻസ് വന്നിട്ടുണ്ടോ, അതിൻ്റെ ബിഗിനിങ് ടു എൻഡുള്ള ട്രാൻസാക്ഷൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കിട്ടും. ഇത് രണ്ടും എന്താണ്, ഹിസ്റ്ററിയാണ് അല്ലേ. ഈ ഹിസ്റ്ററിയെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, ആ ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്നവരാണ് എന്ത്, ഓഡിറ്റ് ട്രെയിൽ. ഓക്കെ. അപ്പോൾ രണ്ടിൻ്റെ ഉദ്ദേശം ടു ഗോ ടു ദ ഹിസ്റ്ററി ഓഫ് എ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. ബട്ട് ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ പോകുന്ന രീതിയിലായിരിക്കില്ല മാനുവൽ സിസ്റ്റത്തിൽ നമ്മൾ പോകുന്നത്. ദർ വിൽ ബി സം ഡിഫറൻസസ്. ഓക്കെ. അപ്പോൾ അതാണെന്ത് കോൺസെപ്റ്റ് ഓഫ് അല്ലെങ്കിൽ ഓഡിറ്റ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓഡിറ്റ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, is a documentation അല്ലെങ്കിൽ recording of a transaction from the beginning to end, tracing a transaction from its source document to the summarized form എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. just write audit trail is the document or record relating to transactions that enables an auditor to trace the transaction from source document to its summarized form. Summarized an audit trail. അപ്പം എക്സാമിന് ചോദിച്ചതെന്ന് വെച്ചാൽ, എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ അത് ഞാൻ പറയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഓഡിറ്റ് ട്രെയിൽ, അതേപോലെ തന്നെ ഡിസ്കസ് ദ statutory
provisions relating to audit trail. So audit trail എന്താണെന്ന് ഞാൻ പറഞ്ഞു. audit trail തന്നെ ഇവിടെ നമുക്ക് ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ എന്താണ് ഇതിപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഫ്രം സോഴ്സ് ഡോക്യുമെൻറ്റ് ടു സമറൈസ്ഡ് ഫോം എന്ന് പറഞ്ഞതിന് കൂടെ തന്നെ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലുള്ള ഇതും കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നും കൂടെ വേണമെങ്കിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് in automated system accounting software provides audit trail. Feature accounting software and audit trail feature തരണം. എല്ലാ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ചിലപ്പോൾ അത് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, when a transaction is entered, software will maintain a record of it. അതേപോലെ തന്നെ any further changes of transaction will also be maintained. Okay, what is audit trail? അതേപോലെ തന്നെ ഡിസ്കസ് സ്റ്റാറ്റ്യൂട്ടറി. അപ്പോൾ ഓഡിറ്റ് ട്രെയിൽ എന്താണെന്ന് മനസ്സിലായില്ല. ഓഡിറ്റ് ട്രെയിൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആണ്. ബാലൻസസ് ഇല്ല, ട്രാൻസാക്ഷൻസ് മാത്രമാണ്. ട്രാൻസാക്ഷൻസിൽ നമ്മൾ അതിൻ്റെ ബിഗിനിങ് ടു എൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എത്തുന്ന വരെ. അപ്പോൾ അതിന് മുന്നേ ഉള്ള പ്രോസസ്സിലുള്ള അതിൻ്റെ ഓരോ സ്റ്റേജസിൽ പോയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുക ഓഡിറ്റ് ട്രെയിൽ എന്ന് നമ്മൾ വിളിക്കുക. അതേപോലെ തന്നെ ഓട്ടോമേറ്റഡ് സിസ്റ്റമായി കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ആണെങ്കിൽ വിൽ ഹാവ് എൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ആ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ എന്തുണ്ടാവണം, ദേ ഷുഡ് ബി എ സിസ്റ്റം ടു റെക്കോർഡ് ഓൾ ദ എൻട്രീസ് ആൻഡ് അതിൻ്റെ ഫർദർ ഓൾ ദ റിലേറ്റഡ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അതിൽ ഉണ്ടാവണം. വാട്ട് ഈസ് ഓഡിറ്റ് ട്രെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് നമുക്ക് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് for
ഫോർ കമ്പനീസ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഫോർ കമ്പനീസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോർ ഓഡിറ്റർ. കമ്പനീസിനും ഉണ്ട്, ഓഡിറ്റേഴ്സിനും ഉണ്ട്. അപ്പോൾ കമ്പനിയോട് എന്താ പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ കമ്പനീസ് ആക്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് എന്താ പറയുന്നത്? അതായത് according to Rule 3, Sub-Rule 1 of Companies Accounts Rule 2024 പറയാണ്, കമ്പനീസ് അക്കൗണ്ട്സ് റൂൾ 2024 പറയാണ് ഫ്രം 1st April 2022 every company shall use only such accounting software which has feature of recording ഓഡിറ്റ് ട്രെയിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഫീച്ചറുള്ള സോഫ്റ്റ്വെയർ മാത്രം എന്ത് ചെയ്യുന്നത്? ഈ കമ്പനികൾ ഏപ്രിൽ 2022 ഫിനാൻഷ്യൽ ഇയർ മുതൽ എന്ത് ചെയ്താൽ മതി? ഫോളോ ചെയ്താൽ മതി. അല്ലാത്ത സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം എന്താണ് ഓഡിറ്റ് ട്രെയിലിൻ്റെ പ്രത്യേകത? ആരാണ് എൻട്രി ഇട്ടത്, എപ്പോൾ ഇട്ടു, എന്നിട്ടു, അതിൻ്റെ ഫർദറായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് അതിൽ വരുത്തിയിട്ടുണ്ടോ, അതിൻ്റെ സ്റ്റാറ്റസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? അതിൽ അവൈലബിൾ ആയിരിക്കണം കമ്പനിയോട്. ദാറ്റ് ഈസ് ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ. ഇനി ഓഡിറ്ററോട് എന്താ പറയുന്നത്? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ക്ലാസ്സിൽ. ഓഡിറ്ററുടെ ഡ്യൂട്ടി ഓഡിറ്ററോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓഡിറ്ററോട് എവിടെ പറയുന്നത്? റൂൾ 11 of Companies Audit and Auditors Rules 2014 ലാണ് പറഞ്ഞത്. അതായത് മറ്റെന്താ പറഞ്ഞാൽ അക്കൗണ്ട്സിൻ്റെ കമ്പനീസ് അക്കൗണ്ട്സ് റൂളിലാണ് ഇത് പറഞ്ഞത്. അതിൽ റൂൾ 3 പറഞ്ഞത്. ഇതിൽ കമ്പനീസ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂളിലാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യം പറയുന്നത്. എന്താ പറയുന്നത്? ഓഡിറ്റർ ഷാൾ റിപ്പോർട്ട്, അല്ല റിപ്പോർട്ട് ചെയ്യണം. ഓഡിറ്റർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓഡിറ്റർ ഷാൾ റിപ്പോർട്ട് whether the company
has used such accounting software which has a feature of recording auditory and the same is working properly. ഉണ്ടായ മാത്രമേ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടെന്നും എന്ത് ചെയ്യണം നമ്മളവിടെ പറയണം. അപ്പം എന്താ പറയുന്നത്, ഓഡിറ്റ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഓഡിറ്റ് ട്രെയിൽ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യലാണ് ഓഡിറ്ററുടെ പണി. എന്നാൽ ഓഡിറ്റ് ട്രെയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടാണ് ഒരുവിധം 99% കമ്പനികളും ഇപ്പം സോഫ്റ്റ്വെയർ ബേസ്ഡാണ് പോകുന്നത്. ബാക്കിയുള്ള വളരെ റെയറായിട്ട് ട്രഡീഷണൽ ആയിട്ട് മൂവ് ചെയ്യുന്ന കുറച്ച് കമ്പനികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മാനുവൽ സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കമ്പനികളിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഓഡിറ്റ് ട്രെയിൽ അവർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ആ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഓഡിറ്റ് എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുകയും വേണം. അതാണ് ഓഡിറ്റ്. അതാണ് ബേസിക് ഭാഗത്തുനിന്ന് നമുക്കുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, ബേസിക് ഏരിയയിൽ നമുക്കുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത് ഇത്ര കാര്യങ്ങൾ. ഇതല്ലാതെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്, നമുക്ക് ടാക്സ് ഓഡിറ്റ് മാത്രമേ ചോദിച്ചാൽ വേറെയും ടൈപ്സ് ഓഫ് ഓഡിറ്റുകൾ ചോദിക്കാം. അപ്പോൾ ഈ ഓഡിറ്റിൻ്റെ എല്ലാ ടൈപ്സ് ഓഫ് ഓഡിറ്റ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഓഡിറ്റിൻ്റെ ഒക്കെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി നമുക്ക് സ്റ്റുഡൻസിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടോ, അപ്പോൾ അതിൽ ഇതിൻ്റെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഓൾറെഡി അതിൽ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റെഫർ ചെയ്യാം. ബേസിക് കോൺസെപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. ഓക്കെ, നമുക്ക് ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് പാസ്റ്റ് ഇയേഴ്സിൽ ഈ പുതിയ സിലബസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് വന്ന ഭാഗവും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 30 മാർക്കാണ് വെയിറ്റേജ്. Now chapter provisions of companies, heading provisions of companies act ആണെങ്കിലും കമ്പനീസ് ആക്ട് മാത്രമൊന്നല്ല ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഏരിയാസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനി ഓഡിറ്റ് തന്നെയാണ്. നമുക്ക് ഓൾറെഡി അറിയാം കമ്പനി ഓഡിറ്റാണ്. കമ്പനി ഓഡിറ്റ് സെക്ഷൻ 139 to 147 വരെ അല്ലേ കമ്പനി ഓഡിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കോസ്റ്റ് ഓഡിറ്റ് ആണ്, സെക്ഷൻ 148. പിന്നെ നമുക്ക് സെക്രട്ടേറിയൽ ഓഡിറ്റ് ആണ് മറ്റൊന്ന്, അത് സെക്ഷൻ 204. ഓക്കെ, ഈ 3 ഭാഗത്തുനിന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ് ഇയേഴ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3ഉം റിലവൻ്റ് ആണ്, അതെന്തായാലും പഠിക്കണം. ഓക്കെ, അതിന് പുറമെ പിന്നെ നമുക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത്
ഓഡിറ്റ് കമ്മിറ്റിയാണ്. ഓഡിറ്റ് കമ്മിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ 177. പിന്നെ അതിന് പുറമെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ തന്നെയാണ് നമുക്ക് ജോയിൻ്റ് ഓഡിറ്റ് വരുന്നത്. ജോയിൻ്റ് ഓഡിറ്റ് എന്താണ് എന്നും പ്രൊവിഷൻസിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടും ഈ ഒരു പ്രൊവിഷൻ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്സാമിന് ചോദിച്ച ഭാഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ വി ഹാവ് NFRA, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. 3 പ്രാവശ്യമാണ് ഇതിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഒരേ ക്വസ്റ്റ്യൻ അല്ല, ബട്ട് ഏകദേശം ഈ ഒരു NFRA ബേസ് ചെയ്തിട്ട് മാത്രം 3 ടൈംസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വി ഹാവ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ 1 ടൈം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗമല്ലേ. വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് നമ്മൾ സിമ്പിളായിട്ട് തന്നെ പറയുമെങ്കിലും നമുക്കതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഐറ്റംസ്. ഓഡിറ്റ് ഐറ്റത്തിൽ നമുക്ക് ഓഡിറ്റ് ഓഫ് ഇൻവെൻട്രി എങ്ങനെ ഓഡിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയി ബെനിഫിറ്റ്, ഇതിന് രണ്ടാണ് ഈ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഇതിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഓഡിറ്റ് ഓഫ് അൺപെയ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൻ വൈസ് നമ്മൾ സെക്ഷൻ 123 മുതൽ 127 നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതിൽ അൺപെയ്ഡ് ഡിവിഡൻറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അത് പിന്നെ അതിന് പുറമെ ചോദിച്ചിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കെയറോ. ഇതൊക്കെ ചോദിച്ച സെഷനുകളാണ്. ഇത്രയും ഏരിയാസിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ടും ഈ ഭാഗങ്ങൾ ഇത് തന്നെയാണ്. ഇതിൽ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്തു. ഈ ഭാഗങ്ങളിൽ തന്നെ ഇതിലുള്ള ചില ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നോർമലി വരിക. അപ്പോൾ കമ്പനി ഓഡിറ്റ് സെക്ഷൻ 139 മുതൽ 147 നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തൊരു സാധനമാണ്. എക്സാമിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ കമ്പനി ഓഡിറ്റിൽ നിന്ന് ഇതുവരെ 3 ക്വസ്റ്റ്യൻസ് പല ഭാഗത്തു നിന്നായിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റിലും ഇതേപോലെ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സെക്രട്ടറി ഓഡിറ്റ് 3 ക്വസ്റ്റ്യൻസ് 3 പ്രാവശ്യമായിട്ട് 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ 3 പ്രാവശ്യമായിട്ട് ഓരോന്നിന്നും ചോദിച്ച ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 3 സെഷൻസ് ആണ്. അപ്പോൾ കമ്പനി ഓഡിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 139 മുതൽ 139 എന്ന് പറയുന്നത് അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഓഡിറ്റർ. ഈ ഒരു 139 നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഡിറ്ററുടെ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ. എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്തത്? കമ്പനി നോർമലി ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് സബ്സിക്വൻറ്റ് ഓഡിറ്റർ ഉണ്ടാവും, ഫസ്റ്റ് ഓഡിറ്റർ ഉണ്ടാവും അല്ലേ. ഫസ്റ്റ് ഓഡിറ്റർ കേസിൽ ഗവൺമെൻറ് കമ്പനി, നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മളിത് പഠിച്ചിട്ടുണ്ടാവുന്നുള്ള ഓർമ്മയിലാണ് ഈ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ഓഡിറ്ററുടെ കേസിൽ നോൺ ഗവൺമെൻറ് കമ്പനിയുണ്ട്, ഗവൺമെൻറ് കമ്പനി ഉണ്ട്. നോൺ ഗവൺമെൻറ് കമ്പനി നോൺ ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് വിത്തിൻ 30 days ഓഫ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ അല്ലേ. അവർ ഫെയിലർ ആയി കഴിഞ്ഞാൽ ഇൻഫോം മെമ്പേഴ്സ് എന്ത് ചെയ്യും? മെമ്പേഴ്സ് അടുത്ത 90 daysനുള്ള എന്ത് ചെയ്യണം? ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യണം അറ്റ് EGM അല്ലേ. ഇയാളുടെ ടെന്യൂർ എന്തായിരിക്കും? ടെന്യൂർ ഫസ്റ്റ് EGM വരെ ആയിരിക്കും.
ഇനി ഗവൺമെൻറ് കമ്പനി ആണെങ്കിലോ, ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ഫസ്റ്റ് ഓഡിറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നതും ആരായിരിക്കും? CAG ആയിരിക്കും. എത്ര ദിവസം കൊണ്ടാണ്? 60 days ആണ് അവർക്കുള്ള ടൈം. ഒരു ഫെയിലർ ആയിക്കഴിഞ്ഞാൽ BOD 30 days ഉള്ളിൽ അപ്പോയിൻറ്റ് ചെയ്യണം. BOD ഫെയിലർ ആയിക്കഴിഞ്ഞാൽ മെമ്പേഴ്സ് അടുത്ത 60 days ഉള്ളിൽ അവർ അപ്പോയിൻറ്റ് ചെയ്യണം. അറ്റ് EGM ടെന്യൂർ ഫസ്റ്റ് EGM വരെ മാത്രം. ഇതാണ് എക്സാമിന് ചോദിച്ചത്. 7 മാർക്കിനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം കറക്റ്റ് പഠിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് കറക്റ്റ് 7 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് എഴുതിയാൽ മതി. പിന്നെ ചാർട്ടായിട്ട് വരയ്ക്കണോ അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതണോ എന്നുള്ളത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ലിനനുസരിച്ചിരിക്കും. ചാർട്ടായിട്ട് വരയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഷോർട്ടാക്കാൻ പാടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വേറൊരാളുടെ ആസ്പെക്റ്റിൽ നിന്ന് നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് വേണം വേറെ പ്രസൻറ്റേഷൻ ആക്കുമ്പോൾ ആക്കാൻ. ഓക്കെ, ഫസ്റ്റ് ഓഡിയുടെ കേസിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മറ്റ് അതിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ഷോർട്ട് കട്ട്സൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. CAG, DOR, നമ്മൾ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആകും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതില്ലാതെ തന്നെ പ്രോപ്പറായിട്ട് എന്താ ചാർട്ടായിട്ട് വരച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഓക്കെ, അതേപോലെ തന്നെ സബ്സിക്വൻറ്റ് ഓഡിറ്റർ നമുക്കുണ്ട്. സബ്സിക്വൻറ്റ് ഓഡിറ്റർ ഇതേപോലെ ഗവൺമെൻറ് കമ്പനി, നോൺ ഗവൺമെൻറ് കമ്പനി, അതുപോലെ തന്നെ അതിൽ തന്നെ കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഭാഗം അതൊന്നും ചോദിച്ചിട്ടില്ല, അപ്പോൾ അത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഭാഗം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. രണ്ടാമത് ചോദിച്ചത് ആക്ച്വലി സെക്ഷൻ 140 ആണ്. 140 റിമൂവൽ ഓഫ് ഓഡിറ്റർ. റിമൂവൽ ഓഫ് ഓഡിറ്ററും 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റിമൂവൽ ഓഫ് ഓഡിറ്റർ എങ്ങനെയാണ്? നോർമൽ റിമൂവൽ ഉണ്ട്, അതേപോലെ തന്നെ റിമൂവൽ ഉണ്ട്, അതേപോലെ തന്നെ ട്രൈബ്യൂണൽ. ഇപ്പോൾ ഓൾറെഡി 7 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ റിമൂവൽ ഓഫ് ദ ഓഡിറ്റർ കൊണ്ട് നമുക്ക് ജസ്റ്റ് ആ റിമൂവലിൻ്റെ നോർമൽ റിമൂവലിൻ്റെ പ്രൊസീജിയർ മാത്രം എഴുതിയിട്ട് കാര്യമില്ല. വി ഷുഡ് ആഡ് ട്രിബ്യൂണലിൻ്റെ കേസിൽ ട്രിബ്യൂണലിൽ ചെയ്യാൻ പറ്റും, ഓഡിറ്റർ റിമൂവ് ചെയ്യാൻ പറ്റും. ആ സിനാരിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ റിമൂവൽ ബൈ കമ്പനി റിമൂവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ റിമൂവൽ ബൈ ട്രിബ്യൂണൽ. കമ്പനി റിമൂവ് ചെയ്യുന്നതിൻ്റെ പ്രൊവിഷൻ എന്താണ്? റിമൂവൽ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യണം അല്ലേ? അതിനുശേഷം അപ്ലൈ ടു CG വിത്തിൻ 30 days. ADT1 എന്ന് പറയുന്ന ADT2 എന്ന് പറയുന്ന ADT1 അപ്പോയിൻമെൻ്റ് ആണ്, ADT2 റിമൂവൽ. അതിനുശേഷം പാസ് SR within 60 days after CG approval കിട്ടിക്കഴിഞ്ഞ് 60 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. then you have to give Robinhood ROBH അല്ലേ, റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്. അത് കൊടുക്കുക. then you have to remove a auditor. ഇതാണ് സിനാരിയോ. പക്ഷെ ഇത് മാത്രമേ ഇതുപോലെ റിമൂവൽ ഓഫ് ദ ഓഡിറ്റർ ബൈ ദ കമ്പനി ഉണ്ട്. രണ്ടാമത്തത് ട്രൈബ്യൂണലാണ്. ട്രൈബ്യൂണലിനെ റിമൂവ് ചെയ്യാൻ കുറച്ചധികം ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ട്രൈബ്യൂണൽ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ
സുവമോട്ടോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ എനി പേഴ്സൺ അപ്ലൈ ചെയ്തു അല്ലേ? അപ്ലൈ ചെയ്തിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്? അപ്ലൈ ചെയ്തതിന് ശേഷം ട്രിബ്യൂണൽ ഈസ് ട്രിബ്യൂണൽ ഈസ് സാറ്റിസ്ഫൈഡ്. ട്രിബ്യൂണലിന് ബോധ്യം വരുന്നു എന്ത്? ഓഡിറ്റർ ഹാസ് ഇൻവോൾവ് ഇൻ ഫ്രോഡ്. ഓഡിറ്റർ ഫ്രോഡിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഫ്രോഡിലൻ മാനറിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഇൻവോൾവ് ഇൻ എ ഫ്രോഡ്. എന്താണ് അത്? കമ്പനിയോ അല്ലെങ്കിൽ അതിലെ ഓഫീസേഴ്സോ ഡയറക്ടറോ ചെയ്യുന്ന ഫ്രോഡിൽ ഇയാൾ എന്ത് ചെയ്ത് എബേറ്റ് ഓർ കൊല്യൂഡ് ചെയ്തിട്ടുണ്ട്, കൊല്യൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ട്രിബ്യൂണലിൽ എന്ത് പറയാം? can tell the company to remove the auditor. ഓക്കെ, ഓഡിറ്ററെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിബ്യൂണലിന് ഓർഡർ പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് ട്രിബ്യൂണലിൻ്റെ റിമൂവൽ. പക്ഷെ അതിൽ കഴിഞ്ഞിട്ടില്ല. ഈ പ്ലസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്ലിക്കേഷൻ പ്രകാരമാണ് ട്രിബ്യൂണലിന് ബോധ്യം വരണമെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ന്യൂ ഓഡിറ്ററെ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? അപ്പോയിൻറ്റ് ചെയ്യാം. They may appoint. നിർബന്ധമില്ല, but they may appoint. The order shall be passed within 15 days. 15 ദിവസം കൊണ്ട് ഓർഡർ പാസ് ചെയ്യും വേണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഓഡിറ്റർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈനൽ ഓർഡർ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. ഇപ്പം എന്താണ് അലിഗേഷൻ മാത്രമേ ഉള്ളൂ. അലിഗേഷൻ വന്നാൽ തന്നെ അതിൽ ബോധ്യം ഒരു ഏകദേശ ധാരണ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാൾ റിമൂവ് ചെയ്യാം. പക്ഷേ ഫൈനൽ ഓർഡർ അയാൾക്കെതിരെ പാസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ he cannot be auditor of any company. എനി കമ്പനിയിൽ അയാൾക്ക് ഓഡിറ്റർ ആവാൻ പറ്റില്ല for 5 years. 5 വർഷത്തേക്ക് ഒരു കമ്പനിയിൽ അയാൾക്ക് എന്ത് പറ്റില്ല? ഓഡിറ്റർ ആവാൻ പറ്റില്ല. അപ്പം അതാണെന്ത്? അതിലെ പോയിന്റ്. ഈ പോയിന്റ് എഴുതാം. ഇതാണ് 7 മാർക്ക്. അപ്പം റിമൂവൽ ഓഫ് ദ ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. അപ്പോൾ അതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കമ്പനിയുടെ റിമൂവൽ മാത്രം എഴുതാൻ പോലെ ട്രിബ്യൂണലിൻ്റെ റൈറ്റ് കൂടെ അതിൽ നമ്മൾ എഴുതണം. ഓക്കെ, എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ അതായിരുന്നു കമ്പനി ഓഡിറ്റിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. അത് കമ്പനി ഓഡിറ്ററുടെ ഫസ്റ്റ് ഓഡിറ്റ് അപ്പോയിൻമെൻ്റ് ആണ്. രണ്ടാമത്തത് റിമൂവൽ ഓഫ് ദ കമ്പനി ഓഡിറ്ററാണ്. ഓക്കെ, പിന്നെ ഈ സെയിം ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ്സ് ഓഫ് കമ്പനി ഓഡിറ്റർ. ഒരു കമ്പനി ഓഡിറ്റർ റൈറ്റിനെ കുറിച്ചാണ് നിന്ന് ചോദിക്കുന്നത്. കമ്പനി ഓഡിറ്റർ റൈറ്റിൻ്റെ പക്ഷേ പ്രത്യേകം എന്താ വെച്ചാൽ കമ്പനി ഓഡിറ്ററിൻ്റെ റൈറ്റ് പല സ്ഥലങ്ങളിലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലിൽ നമുക്ക് അതിൻ്റെ ഒരു ഓർഡർ നമുക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ നമ്മൾ പോയാൽ നമുക്ക് ആ കമ്പനി ഓഡിറ്ററുടെ റൈറ്റിനെ കുറിച്ച് ഓർഡറിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു
സെക്ഷൻസ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെഷൻസ് ആണ് ക്ലാസ് ഒന്നും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ്സ് ഓഫ് ദ കമ്പനി ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ട് അതിനൊന്ന് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. അതിലൊന്ന് മാക്സിമം റൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് സെക്ഷൻ 143 അതിൻ്റെ ഹെഡിങ് തന്നെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ കമ്പനി ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെക്ഷൻ 143 പറയുന്ന റൈറ്റ്സ് ഒന്നെന്താണ്, ഹി ക്യാൻ ഇൻസ്പെക്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ആൻഡ് വൗച്ചേഴ്സ്. അയാൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് വെരിഫൈ ചെയ്യാനുള്ള റൈറ്റ്സ് അയാൾക്കുണ്ട്. ഇനി നമ്മൾ കൺസോളിഡേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ സബ്സിഡറീസിൻ്റെയും അസോസിയേറ്റ്സിൻ്റെ ബുക്സിലും കൂടെ നമുക്ക് ആക്സസ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൻ 143 അല്ലേ. സെക്ഷൻ 143 ഉള്ള ഒരു റൈറ്റ് അതാണ്. പിന്നെ വരുന്ന മറ്റൊരു റൈറ്റ് എന്ന് പറഞ്ഞാൽ ഹി ക്യാൻ ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ. നമുക്ക് ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസും ഒക്കെ കളക്ട് ചെയ്യാനും പറ്റും. റെക്കോർഡ്സ് മാത്രമല്ല, വി ക്യാൻ കളക്ട് ഇൻഫോർമേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ. അതും സെക്ഷൻ 143 തന്നെയാണ് പറയുന്നത്. പിന്നെ ദേ ക്യാൻ ഇൻസ്പെക്ട് ബ്രാഞ്ച് ഓഫീസസ് ആൻഡ് അക്കൗണ്ട്സ്. ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് മാത്രമല്ല, ബ്രാഞ്ചിൽ അവിടെ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള റൈറ്റ്സും കൂടെ അയാൾക്ക് ഉണ്ട്. ഓക്കെ, ഈവൻ തോ ദർ ഇസ് എ ബ്രാഞ്ച് ഓഡിറ്റർ ഉണ്ടെങ്കിൽ പോലും ആ റൈറ്റ് അയാൾക്ക് ഉണ്ടാവും. പിന്നെ സെക്ഷൻ 143 പറയുന്ന മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് റിസീവ് ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട് ഫ്രം branch auditor. Okay, then next section 145 പറയുന്നത് സെക്ഷൻ 145 എന്താണ്, സൈനിങ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്, ഓഡിറ്റർക്കാണ്. സൈൻ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ്. മറ്റെന്തെങ്കിലും റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, സൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ഓൾസോ ഹിസ് റൈറ്റ്. ദെൻ സെക്ഷൻ 145 തന്നെ പറയുന്ന മറ്റൊരു കാര്യം, have audit report read at AGM റീഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ആൾക്ക് പറയാം. ഓഡിറ്റ് റിപ്പോർട്ട് നോർമലി റീഡ് ഔട്ട് ചെയ്യണം, മാൻഡേറ്ററി ഇല്ല. പക്ഷേ ഓഡിറ്റർ പറയുകയാണ് യു ഹാവ് ടു റീഡ് ഔട്ട്. കാരണം ചില ക്വാളിഫിക്കേഷൻസോ ചില ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ഫാക്ടറെങ്കിലും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതിനുള്ള കമാൻഡ് കൊടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഓഡിറ്റർക്ക് ഉണ്ട് AGM-ൽ. അതേപോലെ തന്നെ സെക്ഷൻ 146 അയാളുടെ റൈറ്റ് എന്ന് പറയുന്നത് റിസീവ് നോട്ടീസസ് ആൻഡ് അറ്റൻഡ് ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും അതിൻ്റെ നോട്ടീസസ് കിട്ടാനുള്ള റൈറ്റ്സും കൂടെ അയാൾക്ക്. പിന്നെ സെക്ഷൻ 177 പറയുന്ന റൈറ്റ് എന്ന് വെച്ചാൽ 177 എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ സെക്ഷനാണ്. ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും അയാൾക്ക് റൈറ്റ് ഉണ്ട്. അറ്റൻഡ് ദ ഓഡിറ്റ് കമ്മിറ്റി മീറ്റിംഗ്. ഇതിന് പിന്നെ സെക്ഷൻ അല്ല, പിന്നെ ജനറൽ ആയിട്ടൊരു സെക്ഷനാണ് പറഞ്ഞത് റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ്. കോമ്പൻസേഷൻ അല്ലെങ്കിൽ അയാൾക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ ഇഫ് യു ഹാഡ് എനി കോസ്റ്റ് അത് കമ്പനി എന്ത് ചെയ്യണം, പരിഗണിച്ചുകൊണ്ട് റീപേ ചെയ്യണം ടു ഗെറ്റ് ദ കോമ്പൻസേഷൻ. ഓക്കെ, അപ്പം
ഇതാണ് റൈറ്റ്സ് ഓഫ് ദ ഓഡിറ്റർ. ഇത് എക്സാമിന് ചോദിച്ച സാധനമാണ്. അപ്പം ഈ ഒരു ഭാഗം കൂടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി ഈ എല്ലാ സെഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നത് റൈറ്റ്സ് ഓഫ് ദ കമ്പനി ഓഡിറ്റർ റൈറ്റ്സ് ലാസ്റ്റ് നമ്മൾ നോട്ടായിട്ട് എഴുതിയിട്ടിരുന്നതാണ്. എഴുതിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കാം. ഓക്കെ, അതാണ് കമ്പനി ഓഡിറ്റിൻ്റെ സെഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വന്നത് ആക്ച്വലി കോസ്റ്റ് ഓഡിറ്റാണ്. ഇതിൽ തന്നെ വേറെ ഒരുപാട് ഭാഗങ്ങളുണ്ട്, അത് മറക്കാൻ പറയാം. 139 ഫുള്ള് നല്ലോണം പഠിക്കുക. അതുപോലെ തന്നെ 140 പോർട്ടി വന്നു റിമൂവൽ, പിന്നെ 141 എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇറ്റ് ക്യാൻ ബി ആസ്ഡ്. അതേപോലെ തന്നെ അത് ചോദിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് പഠിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കാരണം അത് കുറച്ച് എന്താണ് കുറച്ചുകൂടെ ടെക്നിക്കലാണ് അതിൻ്റെ കുറേ കാര്യങ്ങളില്ല. അത് പിന്നെ 142 റെമ്യൂണറേഷൻ, പിന്നെ 143 ഈ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, പിന്നെ 144 ഓഡിറ്റർ ടു നോട്ട് റൺ സർട്ടൻ സർവീസസ്. 144 ഒക്കെ പഴയ സിലബസിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിപ്പം ഈ അറ്റംപ്റ്റിൽ MQ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്, പക്ഷേ എക്സാമിന് ഇത് ചോദിച്ചിട്ടില്ല. ഇറ്റ് കൻ ബി ആസ്ഡ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 146 അതിപ്പോൾ നമ്മൾ പറഞ്ഞ റൈറ്റ്സിൽ നമ്മളത് കവർ ചെയ്യാത്ര തന്നെ ഉള്ളൂ അതിൽ. പിന്നെ 147 ചോദിച്ചിട്ടില്ല. ഇറ്റ് ക്യാൻ ഓൾസോ ബി ആസ്ഡ്. കാരണം എന്താ വെച്ചാൽ കോസ്റ്റ് ഓഡിറ്ററുടെ പെനാൽറ്റിയും സെയിം ആണ്. 147 എന്താണോ അത് തന്നെയാണ് കോസ്റ്റ് ഓഡിറ്റർക്കുള്ള പെനാൽറ്റി. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഡിറ്ററുടെ പെനാൽറ്റി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കമ്പനി ഓഡിറ്ററുടെ പെനാൽറ്റി എന്ന് പറഞ്ഞിട്ടോ എന്ത് ചെയ്യാം, സെക്ഷൻ 147 ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, പിന്നെ കോസ്റ്റ് ഓഡിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കണം. കോസ്റ്റ് ഓഡിറ്റിൽ നോർമലി രണ്ട് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്, 3 ക്വസ്റ്റ്യൻ ഇല്ല, 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 148 ആണ്. കോസ്റ്റ് ഓഡിറ്റിൽ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഡിറ്ററാണ്. അപ്പോൾ നമ്മളുടെ മെറ്റീരിയൽ നമ്മളെ ക്ലാസ് നോട്ടിൽ തന്നെ ഞാൻ എൻ്റെ പ്രിൻ്റ് ഔട്ട് തന്നതിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു റൂൾ നമ്പർ 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹെഡിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 13 നമുക്കത് കാണാൻ പറ്റും. റൂൾ നമ്പർ 6 മാത്രമല്ല അതിൽ പറയുന്നത് സെക്ഷൻ 148 സബ്സെക്ഷൻ 3 കൂടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അത്
പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോയിൻമെൻറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഡിറ്റർ. ഒന്ന്, കോസ്റ്റ് ഓഡിറ്റ് ആരെ കണ്ടക്ട് ചെയ്യുന്നത്? ആസ് പെർ സെക്ഷൻ 148 സബ്സെക്ഷൻ 3 പ്രകാരം കോസ്റ്റ് അക്കൗണ്ടൻറ്റ് അല്ലേ? നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മീൻസ് കമ്പനീസ് ആക്ടിൽ CMA എന്ന് പറയുന്ന വാക്കല്ല അവർ യൂസ് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന വാക്കാണ്. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഷാൾ കണ്ടക്ട് കോസ്റ്റ് ഓഡിറ്റ് അല്ലേ? അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്? അപ്പോയിൻറ്റഡ് ബൈ ബോർഡ്. ഇത് സെക്ഷൻ 143 പറഞ്ഞ സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ പേഴ്സൺ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 139 കമ്പനി ഓഡിറ്ററുടെ സെക്ഷനാണ്. ഷാൾ നോട്ട് ബി അപ്പോയിൻറ്റഡ് എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരാൾ CA ആണ്, CMA ആണ്. അപ്പം അയാൾ 139 പ്രകാരം നമ്മൾ ഓൾറെഡി അയാളെ കമ്പനി ഓഡിറ്റർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 148 പ്രകാരം അയാൾ നമുക്ക് എന്ത് പറ്റില്ല, സെയിം കമ്പനി തന്നെ അയാളെ നമുക്ക് കോസ്റ്റ് ഓഡിറ്റർ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കലി എന്തായാലും അത് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരേ സമയത്ത് ഈ കനോട്ട് പ്രാക്ടീസ് ബോത്ത്. ബട്ട് ഈ ലോ എന്താ പറയുന്നത് വെച്ചാൽ 139 പ്രകാരം ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്, കമ്പനി ഓഡിറ്റ്. അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ കോസ്റ്റ് അക്കൗണ്ടന്റും ആണെങ്കിലും അയാൾക്ക് അതേ കമ്പനിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ബൈ റൂൾ ഇവിടെ പറയുന്നത്. And you have to follow cost auditing standard. Follow. പിന്നെയാണ് we are going for rule 6. റൂൾ 6ലാണ് പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ പറയുന്നത്. എപ്പോഴാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? വിത്തിൻ 180 days from the commencement of financial year. പിന്നെ ഒരു ഓഡിറ്റ് അപ്പോയിൻറ്റ് റൂൾ 6 തന്നെ പറയുന്നത്, ഒരു ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ 2 സാധനങ്ങൾ. ഒന്ന് എന്താണ്? റിട്ടേൺ കൺസെൻറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ്. അത് രണ്ടും എന്ത് ചെയ്യണം? അതിനകത്തുനിന്ന് പിന്നെ സർട്ടിഫിക്കറ്റിൽ എന്താ ഉണ്ടാവേണ്ടത്? സർട്ടിഫിക്കറ്റിൽ അതിൽ കുറച്ച് സാധനങ്ങൾ അതിൽ സർട്ടിഫൈ ചെയ്യണം. ഒന്നെന്താണ്? നോട്ട് ഡിസ്ക്വാളിഫൈഡ്. അതേപോലെ തന്നെ സാറ്റിസ്ഫൈസ് സെക്ഷൻ 141 അതിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വിത്തിൻ ദ അതോറിറ്റി ആണ്. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. വിത്തിൻ ദ അതോറിറ്റി. പിന്നെ ലിസ്റ്റ് ഓഫ് പ്രൊസീഡിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്താ ലിസ്റ്റ് ഓഫ് പ്രൊസീഡിങ്സ് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ CMA ആയി കഴിഞ്ഞാൽ വിൽ ഹാവ് സം കേസസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതെന്ത് ചെയ്യണം? നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതിൻ്റെ കേസ് വിധി ഫൈനലൈസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ അത് ഏതൊക്കെ കോടതികളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഫോറത്തിൽ അത് എന്താണ് പെൻഡിങ് ആയി കിടക്കണ്ടോ ആ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സർട്ടിഫിക്കേഷനിൽ കൊടുക്കണം. ആൻഡ് യു ഹാവ് ടു സേ ദാറ്റ് all are true and correct. പിന്നെ അയാൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളത് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും? അത് നമ്മളെ അറിയിക്കണം. അപ്പോൾ കമ്പനി എന്ത് ചെയ്യണം? എവറി കമ്പനി ഷാൾ ഇൻഫോം. കമ്പനി എന്ത് ചെയ്യണം? ഇൻഫോം ഓഡിറ്റർ. ഓഡിറ്റർ കോസ്റ്റ് ഓഡിറ്റർ
പ്ലസ് സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കണം. എങ്ങനെ? വിത്തിൻ 30 days or 180 days from the commencement of the financial year. ഒന്നുകിൽ 30 ദിവസം കൊണ്ടോ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ 180 days കവർ ആവുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ടും വിച്ച് എവർ ഈസ് ഏർലിയർ, ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതിലെന്ത് ചെയ്യണം? നിങ്ങൾ അറിയിക്കണം. ഇത് ഫോമിലാണ് CRA 2 ആണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ അറിയിക്കണം. അതേപോലെ തന്നെ ഇയാളുടെ ടെന്യൂർ എത്രയാണ്? ടിൽ 180 days ഫ്രം ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 180 ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ ഫിനാൻഷ്യൽ കഴിഞ്ഞ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആയി കഴിഞ്ഞാൽ, ഈ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി കഴിഞ്ഞ് 180 ഡേയ്സിലുള്ള അയാളുടെ ടെന്യൂർ കഴിയുകയും ചെയ്യും. ഓക്കെ, ടെന്യൂർ 180 days ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഓർ ടിൽ ഹി സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് വരും. ഇനിയിപ്പം 180 ഡേയ്സിൻ്റെ ഉള്ളിൽ അയാൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു വിചാരിക്കും. ഇപ്പോൾ മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹിസ് ടെന്യൂർ ഈസ് ഓവർ. ഈ 180 ഡേയ്സ് ആയി, സെപ്റ്റംബർ 30 ആയി, 180 ഡേയ്സ് ആയി ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഹിസ് ടെന്യൂർ ഈസ് ഓവർ. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ ടെന്യൂർ കംപ്ലീറ്റ് ആയി. അല്ലെങ്കിൽ 180 ഡേയ്സ് വരെ മാത്രമേ അയാൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ കമ്പനിയിൽ ആ പ്രീവിയസ് ആയിട്ട് ഓഡിറ്ററായിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, അതാണ് അപ്പോയിൻമെൻറ്റിൻ്റെ ഓപ്ഷൻ. സാധനങ്ങൾ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം എക്സാമിന് എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷേ എക്സാമിന് ചോദിക്കുമ്പം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പം വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾറെഡി ഓഡിറ്റിംഗ് ഒക്കെ നേരത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ഇതെല്ലാം കൂടെ കൊഴിഞ്ഞ് മറിഞ്ഞ് കിടക്കും. അപ്പം വീക്കിലി ഡെയിലി എത്ര പറയാം? ഡെയിലി 20 minutes ആയിട്ട് പറയേണ്ടി അല്ലേ? മീൻസ് ഇല്ലെങ്കിലും നമുക്ക് എന്താണ് വീക്കിലിയെങ്കിലും ഒരു ½ an hour നമ്മൾ ഓഡിറ്റിങ്ങിന് സ്പെൻഡ് ചെയ്താൽ തന്നെ കുറേയൊക്കെ നമുക്ക് ബ്രഷപ്പ് ചെയ്യാൻ പറ്റും. ½ an hour അല്ലെങ്കിൽ 1 hour സ്പെൻഡ് ചെയ്താലും മതി. ഓക്കെ, പിന്നെ കോസ്റ്റ് ഓഡിറ്റിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്. ഓഫ് കോസ്റ്റ് ഓഡിറ്റ് അണ്ടർ CRA 3 പ്രകാരം റിപ്പോർട്ടിംഗ് റിക്വയർമെൻ്റ് ആണ് ചോദിക്കുന്നത്. ഇത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മെറ്റീരിയലിൽ നമ്മൾ തന്നിട്ടുണ്ട്. നമ്മളുടെ കോസ്റ്റ് ഓഡിറ്റിൻ്റെ അവസാനത്തെ പാർട്ട് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് നമുക്ക് A to G നമ്മൾ തരുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി 143 നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നത്? വെദർ all information and explanation necessary for audit have been received. എല്ലാ ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ ഓഡിറ്റിന് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ചെക്ക് ചെയ്യണം. ഉണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യണം? ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. പിന്നെ whether
proper cost records maintained by the company. നമ്മൾ ക്ലാസ്സിൽ നിന്ന് എഴുതിച്ചിട്ടുണ്ട്. ഇത് ഷോർട്ടാക്കി എഴുതാൻ നമ്മുടെ മെറ്റീരിയൽ ഉള്ളതിനേക്കാൾ ഷോർട്ടാക്കി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സിൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ നോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യാം. മെറ്റീരിയൽ റീഡിനേക്കാളും അതാണ് നല്ലത്. പിന്നെ എല്ലാത്തിലും വെതർ ആട്ടോ, അപ്പോൾ വെതർ മറക്കാൻ പാടില്ല. വെതർ പ്രോപ്പർ റിട്ടേൺസ് received from branches not visited. ഓഡിറ്റർ വിസിറ്റ് ചെയ്യാത്ത ബ്രാഞ്ചുകളുണ്ടാവും. കോസ്റ്റ് ഓഡിറ്റർ ആണെങ്കിലും കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രാഞ്ചുകൾ ചിലപ്പം ഉണ്ടാവും. കാരണം ഇപ്പം ചില കമ്പനികളിലൊക്കെ ബ്രാഞ്ച് വൈസ് മാനുഫാക്ചറിങ് കോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബ്രാഞ്ചിൽ പോയാൽ ചിലപ്പോൾ അതിൻ്റെ റെക്കോർഡ്സൊക്കെ ആക്യുറേറ്റ് ആണോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില സമയത്ത് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അവിടെ നമുക്ക് റിപ്പോർട്ട്സ് എന്ത് ചെയ്യണം, കിട്ടണം. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ത് ചെയ്യണം, ഓഡിറ്റർ പറയണം. പിന്നെ വെദർ said books and records give information required by Companies Act. Information required by Companies Act. ഓക്കെ, നമുക്ക് കമ്പനീസ് ആക്ട് പ്രകാരം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. നമുക്ക് എല്ലാ ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും ബുക്സ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യാം. പിന്നെ വെദർ നിങ്ങൾക്ക് കുറച്ച് സ്ലോ ആയിട്ട് തോന്നുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, ഫാസ്റ്റ് ഫോർവേഡായിട്ട് നിങ്ങൾ കാണില്ല. ഇത് സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫാസ്റ്റ് ഫോർവേഡായിട്ട് കണ്ടാൽ മതി. ഓക്കെ, വെദർ whether adequate system of internal audit of cost records exist. Okay, cost records undo, adequate system of internal audit of cost records undo ennu cheya, നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ whether statement annexed to cost audit report give true and fair view. True and fair view. അതും എന്ത് ചെയ്യാം, നമ്മൾ നോക്കാം. പിന്നെ വെദർ യൂണിറ്റ് വൈസ് ആൻഡ് പ്രൊഡക്റ്റ് വൈസ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് are kept in the company. Unit wise and product wise cost statements are kept in the company. ഇതാണ് ഈ 7 പോയിന്റ്സ് നമ്മൾ എഴുതാം. 7 മാർക്കാണ്. ഓക്കെ, 7 മാർക്കിന് 7 പോയിന്റ്സ് തന്നെ കറക്റ്റ് ഉണ്ട്. അപ്പം ഇത് നിർബന്ധമായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഇതാണ് ചോദിക്കാം. ഓക്കെ, പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കമ്പനി ഓഡിറ്റാണ്, അതേപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റ് റെഫർ ചെയ്യുക. പിന്നെ സെക്രട്ടറിയൽ ഓഡിറ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി സെക്രട്ടറിയൽ ഓഡിറ്റിൽ വന്നത്. ഓക്കെ,
മൂന്നും സെയിം ആണ്. സെക്ഷൻ 204 തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എല്ലാത്തിലും വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ അവരുടെ റൈറ്റപ്പിൽ കുറച്ച് മാറ്റം ഉണ്ടാവും, പക്ഷേ മൂന്നും സെയിം രീതി തന്നെയാണ് അദ്ദേഹത്തില് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്രട്ടറി ഓഡിറ്റിൻ്റെതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സെക്ഷൻ 204 സെക്രട്ടേറിയൽ ഓഡിറ്റ്. അപ്ലിക്കബിലിറ്റി ആണ് ചോദിക്കുന്നത്. അപ്ലിക്കബിലിറ്റി അത്ര മാത്രമേ അതിലുള്ളൂ. അപ്ലിക്കബിലിറ്റി ഓഫ് സെക്രട്ടറിയൽ ഓഡിറ്റ് ആർക്കാണ് അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്യാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല. റിപ്പീറ്റഡ് ആയിട്ട് കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ച് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ സെക്രട്ടറി ഓഡിറ്റിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അത് വീണ്ടും ചോദിക്കാം. ഒന്ന്, എവറി ലിസ്റ്റഡ് കമ്പനി, എല്ലാ ലിസ്റ്റഡ് കമ്പനികളും നിർബന്ധമായിട്ട് സെക്രട്ടറി ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് അപ്ലിക്കബിലിറ്റി. രണ്ടാമത്തത്, പബ്ലിക് കമ്പനി ആണെങ്കിൽ അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ $50 crore ഓർ മോർ ആവണം. ഒന്ന് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നിർബന്ധമായിട്ട് അവർക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. ഈ ബാക്കിയുള്ള പബ്ലിക് കമ്പനി ആണെങ്കിൽ 50 crore ഓർ മോർ, അല്ലെങ്കിൽ ഈ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അത്ര ഇല്ല, പക്ഷെ പബ്ലിക് കമ്പനി തന്നെയാണ്. പബ്ലിക് കമ്പനി അവരുടെ ടേൺ ഓവർ 250 crore ഓർ മോർ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് സെക്രട്ടറി ഓഡിറ്റ് അപ്ലിക്കബിൾ ആയിരിക്കും. ഓർ all other companies. All other company ഇതാണ് നോക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഓർ ബോറോയിങ്സ്. ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഓർ ബോറോയിങ്സ് ഫ്രം ദ ബാങ്ക് ഓർ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 100 crore ഓർ മോർ ഉണ്ടെങ്കിൽ അവർക്കും സെക്രട്ടറി ഓഡിറ്റ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ 4 പോയിന്റുകളാണുള്ളത്. എല്ലാ ലിസ്റ്റഡ് കമ്പനികൾക്കും സെക്രട്ടറി ഓഡിറ്റ് അപ്ലിക്കബിൾ ആണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 crore അതിൽ കൂടുതലുള്ള പബ്ലിക് കമ്പനികൾക്കും, അല്ലെങ്കിൽ ടേൺ ഓവർ 250 crore അതിൽ കൂടുതലുള്ള പബ്ലിക് കമ്പനികൾക്കും അപ്ലിക്കബിൾ ആണ്. ഈ 2 പ്രൊവിഷൻസ് 2ഉം 3ഉം പബ്ലിക് കമ്പനിക്ക് അപ്ലിക്കബിൾ ആവുന്ന സാധനമാണ്. ഫോർ എല്ലാ കമ്പനികൾക്കും, അതായത് മേലെ പറയുന്ന 3 കമ്പനി ഓൾറെഡി അതിൽ കവറായോ, അതല്ലാതെ വരുന്ന എല്ലാ കമ്പനികൾക്കും 4ാമത്തെ പോയിന്റ് അപ്ലിക്കബിൾ ആണ്. എന്താണ്? ഓൾ അതർ കമ്പനി ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ആൻഡ് ബോറോയിങ്സ് അവരുടെ 100 crore ഓർ മോർ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് സെക്രട്ടറി ഓഡിറ്റ് അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞ സാധനം. പക്ഷെ അത് മാത്രം എഴുതിയപ്പോൾ 7 മാർക്കാണ്. ഈ കമ്പനികളൊക്കെ എന്ത് ചെയ്യണം? All the above mentioned companies shall annex with its board report a secretarial report given by company secretary in practice. In form
MR3 എന്ന് പറയുന്ന ഫോമിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ഫർദറായിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. കാരണം 7 മാർക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അപ്ലിക്കബിലിറ്റി മാത്രം എഴുതിയാൽ പോരാ, ബാക്കിയുള്ള സാധനം കൂടി എഴുതണം. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് എഴുതാം. നമുക്ക് it is the duty of all company to give all assistance and facilities to the company secretary. അതേപോലെ തന്നെ ദ കമ്പനി, അവർക്ക് പെനൽറ്റി ഉണ്ട് ഇത് ഫോളോ ചെയ്തില്ലേ. കമ്പനി അല്ലെങ്കിൽ എവറി ഓഫീസർ or company secretary who is in default shall be liable to penalty of 2 lakh rupees. 2 ലക്ഷം രൂപ പെനാൽറ്റി. എല്ലാവർക്കും ഒരേ പെനാൽറ്റിയാണ്. ഇതാണ് സെക്ഷൻ 204 പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കമ്പനീസ് ആക്ട് 2013 ഉള്ള പ്രൊവിഷന് പുറമെ ലിസ്റ്റഡ് കമ്പനികൾക്കും കമ്പനി സെക്രട്ടറി അപ്പോയിൻ്റ് ചെയ്യണം അല്ലേ. ലിസ്റ്റ് കമ്പനിയെ കുറിച്ച് ഈ സെയിം പ്രൊവിഷൻ തന്നെ നമുക്ക് സെബി ഗൈഡ് ലൈൻസിലും കാണാൻ പറ്റും. അതും കൂടെ നമ്മൾ എഴുതാം. സെബി റെഗുലേഷൻസ് എന്താ പറയണത്, സെയിം പറഞ്ഞ കാര്യം തന്നെ കമ്പനികൾ ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്ലിക്കബിൾ ആവുന്ന പോയിൻ്റാണ് പറഞ്ഞത്. എവരി listed company and its material unlisted subsidiaries in India shall undertake secretarial audit and annex with annual report of listed entity. ഇത് തന്നെയാണ് നേരത്തെ പോയിന്റിൽ പറഞ്ഞത് അല്ലേ. ഓൾ ദ അബവ് മെൻഷൻ കമ്പനീസ്, അതിലെ എല്ലാ കമ്പനികളും ഇവിടെ ലിസ്റ്റഡ് കമ്പനിയെ കുറിച്ച് സെബി ഒന്നും കൂടെ അതിനെക്കുറിച്ച് പറയണം. ഓക്കെ, പക്ഷേ ഇവിടെ ഉപയോഗിച്ച വാക്കുന്ന ഇവിടെ ബോർഡ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്, ഇവിടെ ആനുവൽ റിപ്പോർട്ട് എന്നാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. പക്ഷേ ബോത്ത് ആർ ടെക്നിക്കലി കറക്റ്റ്. കാരണം ആനുവൽ റിപ്പോർട്ടിന് അണ്ടറിലുള്ള റിപ്പോർട്ടാണ് എന്ത് ബോർഡ് റിപ്പോർട്ട്. ബോർഡ് റിപ്പോർട്ടിന് അണ്ടറിലാണ് എന്ത് ചെയ്യുക നമ്മൾ സെക്രട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. സോ ഇഫ് യു സേ ഇറ്റ് ഇൻ ആനുവൽ റിപ്പോർട്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ ബോർഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാലും ബോത്ത് ആർ കറക്റ്റ്.
അപ്പോൾ സെബിയിലെ ആനുവൽ റിപ്പോർട്ട് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. അത് ചെയ്താൽ അതിൻ്റെ കൂടെ തന്നെ സെബി പറയുന്ന മറ്റൊരു അഡീഷണൽ റിക്വയർമെൻറ്റ് കൂടെ ഉണ്ട്. പ്ലസ് എവറി listed entity shall submit secretarial compliance report to stock exchanges within 60 days from the end of financial year. Okay. അപ്പോൾ ഇതാണ് സെക്ഷൻ 204 സെക്രട്ടറിയൽ ഓഡിറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് 3 പ്രാവശ്യമായിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: ഇല്ലസ്ട്രേറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ആൻഡ് സെബി റെഗുലേഷൻസ് റിലേറ്റിംഗ് ടു അപ്ലിക്കബിലിറ്റി ആൻഡ് കണ്ടക്ട് ഓഫ് സെക്രട്ടറിയൽ ഓഡിറ്റ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് which companies are required to undergo secretarial audit, discuss the provision relating to procedures for appointment of secretarial audit. അതുപോലെ തന്നെ മൂന്നാമത്തത് സ്റ്റേറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് റിലേറ്റിംഗ് ടു സെക്രട്ടറിയൽ ഓഡിറ്റ്. 3 കേസിലും നിങ്ങൾ ഈ സെയിം പോയിന്റ് തന്നെ എഴുതാം. പിന്നെ ഇതാണ് 3 ടൈപ്പ് ഓഫ് ഓഡിറ്റ്. അപ്പോൾ ഈ 3 ഭാഗവും നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ നമുക്കുള്ള മറ്റു സെക്ഷനാണ് സെക്ഷൻ 177 ഓഡിറ്റ് കമ്മിറ്റി. സെക്ഷൻ 177 ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, ഓഡിറ്റ് കമ്മിറ്റിയുടെ അപ്ലിക്കബിലിറ്റി എന്നുള്ളത് വരാം. അത് ചോദിച്ചില്ല, പക്ഷെ 7 മാർക്സിനൊന്നും അത് ചോദിക്കാൻ മാത്രമില്ല, അതുകൊണ്ടാണ് ചോദിക്കാതിരിക്കുന്നുള്ളത്. ബട്ട് സ്റ്റിൽ വിൽ ഡിസ്കസ്. അതിന് പുറമെ നമുക്ക് വരുന്ന സാധ്യത എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഓക്കെ, ഇതാണ് ഓഡിറ്റ് കമ്മിറ്റി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? പബ്ലിക് കമ്പനിക്ക് മാത്രമേ ഓഡിറ്റ് കമ്മിറ്റി ആവശ്യമുള്ളൂ. പബ്ലിക് കമ്പനിയിൽ തന്നെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ടേൺ ഓവർ, അതുപോലെ തന്നെ ലോൺസ് ആൻഡ് ബോറോയിങ്സ്, ഇതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 crore, ടേൺ ഓവർ 100 crore, ലോൺസ് ആൻഡ് ബോറോയിങ്സ് 50 crore. ഇതിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യേണ്ടി വന്നാൽ പബ്ലിക് കമ്പനികൾ അത് ചെയ്യണം, ഓഡിറ്റ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. പ്രൈവറ്റ് കമ്പനിക്ക് ഓഡിറ്റ് കമ്മിറ്റിയുടെ ആവശ്യം ഇല്ല. ദിസ് ഈസ് ദ അപ്ലിക്കബിലിറ്റി. എന്താണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? ഓഡിറ്റ് കമ്മിറ്റി ഈസ് എ കമ്മിറ്റി വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ
അണ്ടറിൽ വരുന്ന ഒരുപാട് കമ്മിറ്റികളിൽ ഒരു കമ്മിറ്റിയാണ് എന്ത്? ഓഡിറ്റ് കമ്മിറ്റി. Okay, so they are under the board of directors. The supreme power is always with the board of directors. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ മെജോറിറ്റി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞത്. ദെൻ ഇഫ് യു ഗോ ടു പവേഴ്സ്, ഓഡിറ്റ് കമ്മിറ്റിയുടെ പവർ എന്താണെന്ന് വെച്ചാൽ പവർ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു പവർ എന്താണെന്ന് വെച്ചാൽ അവരുടെ പേര് തന്നെ ഉണ്ട്, അവർ ആക്ച്വലി ഓഡിറ്റുമായി കണക്ട് ചെയ്തൊരു ടീമാണ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ ഇപ്പോൾ നോർമൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഏതൊരു കമ്മിറ്റിയുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ അണ്ടറിലുള്ള ആളുകളുടെ ഒരു എക്സ്പാൻഷൻ, ആളുകൾ ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് അവരുടെ വർക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി കമ്മിറ്റികൾ വരുന്നത്. ഓക്കെ, അപ്പോൾ കമ്മിറ്റികൾക്ക് പലപ്പോഴും ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഇവരുടെ ഡ്യൂട്ടീസൊക്കെ ഡെലിഗേറ്റ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഓഡിറ്റ് കമ്മിറ്റി ഇതേപോലെ കമ്പനീസ് ആക്ട് അണ്ടറിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ടോ അവർക്ക് കൊടുക്കുന്ന ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് പവേഴ്സ് ഉണ്ട്. ഓക്കെ, ആ അതിൽ വരുന്ന പവറിൽ വരുന്ന ഒരു 4 പവേഴ്സാണ് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് കമ്മിറ്റി may ask for auditor's comment. Committee may ask for auditor's comment. See, കമ്മിറ്റിക്ക് ഡയറക്റ്റ്ലി ഓഡിറ്ററേറ്റ് ഒന്നുണ്ടാവും, കോണ്ടാക്ട് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ കമ്മിറ്റിക്ക് കുറേ ചോദ്യങ്ങൾ, they can ask many questions to auditor. എന്തൊക്കെയാണ്? about internal control system, നമ്മളെ സ്ഥാപനത്തെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് അവരോട് സംസാരിക്കാം. അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് ഒബ്സർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, ഇവരോട് ഡിസ്കസ് ചെയ്യാം. ഇവർക്ക് അങ്ങോട്ട് പോയിട്ട് അതിനെ കുറിച്ച് എന്ത് ചെയ്യാം, സംസാരിക്കാം. എനി റിലേറ്റഡ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും റിലേറ്റഡ് ഇഷ്യൂസ് ഓഡിറ്റുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അതൊക്കെ ഡിസ്കസ് ചെയ്യാനും അത് ആദ്യം ഫസ്റ്റ് ഹാൻഡിൽ അതിനെക്കുറിച്ച് അറിയാനൊക്കെയുള്ള റൈറ്റ് നോർമലി ഓഡിറ്റ് കമ്മിറ്റിക്കുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിന് ശേഷമായിരിക്കും നോർമലി അറിയാം. ഓക്കെ, അതാണ് അവരുടെ ഒരു പവർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് they can do investigation. എന്താ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഓഡിറ്റർക്ക് ഒരിക്കലും ഓഡിറ്റ് ഈസ് നോട്ട് ആൻ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് shall have authority to investigate into any matter
specified in section 177 subsection 4 or referred to it by board of directors. എന്താണ് അതായത് ആക്ച്വലി സെക്ഷൻ 177 സബ്സെക്ഷൻ 4 എന്ന് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അണ്ടറിലാണ് വരുള്ളത്. ഒരു കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുന്ന കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസൊക്കെ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അസൈൻ ചെയ്ത് പോകും. അങ്ങനെ അസൈൻ ചെയ്യുന്ന ഒരു 8ഓളം ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ട്. 8 ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. ആ ഫങ്ഷൻസ് എല്ലാം ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാകുമ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് മാറും. ആ 8 ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്ന സബ്സെക്ഷനാണ് സബ്സെക്ഷൻ 4 ഓഫ് സെക്ഷൻ 177. ഓക്കെ, അപ്പോൾ ആ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള സബ്സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള 8 പോയിന്റ് ഏത് വിഷയത്തിലാണെങ്കിലും അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് പുറമെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരോട് ഇന്ന വിഷയത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരോട് പറഞ്ഞാൽ ആ വിഷയത്തിൽ എന്ത് ചെയ്യാം, അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. And then they can hire, അവർക്ക് എന്ത് ചെയ്യാം, can hire external professional advice if needed. പ്രൊഫഷണൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പുറമേയുള്ള ഏതെങ്കിലും ആളെടുത്ത് എന്ത് ചെയ്യാം, പ്രൊഫഷണൽസിനെ CMA പോലുള്ള ആളുകളെടുത്ത് നോക്കുക എന്ത് ചെയ്യും, അവർക്ക് അഡ്വൈസസ് സ്വീകരിക്കാം. പിന്നെ ഇവരുടെ മറ്റൊരു പവർ എന്ന് പറഞ്ഞാൽ ബോർഡ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് even though they have many powers, they are under ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ താഴെയാണ് ഒരു ഓഡിറ്റ് കമ്മിറ്റി. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് കമ്മിറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിച്ചോളം നിർബന്ധമില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ റിജക്റ്റ് ബിക്കോസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് മോർ പവർ ദാൻ ഓഡിറ്റ് കമ്മിറ്റി, റൈറ്റ്? എന്നാൽ ബോർഡ് ഓഫ് ഡയറക്ടർ ഈസ് ഓൾസോ നോട്ട് ദ സുപ്രീം പവർ. ദർ ആർ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ദർ ആർ മെമ്പേഴ്സ്, റൈറ്റ്? അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു വിഷയം, ഓഡിറ്റ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത മാറ്റർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ഇഫ് board of directors have rejected, board of directors have to mention the issue with the with the board report along with the reason why they have rejected in the board report, so that shareholders or members can see it when they submit the annual report. അപ്പോൾ ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കീഴിലാണെങ്കിൽ പോലും ഓഡിറ്റ് കമ്മിറ്റി നമുക്ക് വെറുതെ ഒരു റീസണും ഇല്ല എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഷോസ് ദെയർ പവർ. ഓക്കെ, ദേ ഹാവ് സം പവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, ബോർഡ്സ് റിപ്പോർട്ട് ഷാൾ disclose composition of audit committee, and if board of directors has not accepted any recommendation of audit committee, same shall be disclosed
in board report. Okay. That shows the power of the audit committee. Then they have whistle blowing policy. Whistleblowing policy. Whistleblowing പോളിസിയും അതുപോലെ ഓഡിറ്റ് കമ്മിറ്റിയുമായി എന്താ ബന്ധം? ആരാണ് വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞാൽ? വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഇൻ ദ ഓർഗനൈസേഷൻ ബട്ട് ദേ ആർ ഫേസിങ് സം ഇഷ്യൂസ്. അവർ ചില ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഇഷ്യൂസ് അവർ മാത്രമല്ല, കമ്പനിയിൽ മറ്റാരെങ്കിലും ഒക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ ദ വൺ ഹു കം ഫ്രണ്ട് ആൻഡ് ഫൈറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, അവരതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഫൈറ്റ് ചെയ്യും. അവരുടെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചിലപ്പോൾ അവരെന്ത് ചെയ്യാം. അപ്പോൾ വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു മേക്ക് സൗണ്ട്സ് ഇൻ ദ കമ്പനി ഫോർ ഗുഡ് റീസൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വിസിൽ ബ്ലോവേഴ്സ് ഒരു കമ്പനി നിർബന്ധമാണ്. കാരണം ആ കമ്പനിക്ക് അതിൻ്റെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷനും എംപ്ലോയി റിട്ടൻഷനൊക്കെ കൂടുതൽ വേണമെങ്കിൽ ദിസ് വിസിൽ ബ്ലോയിങ് പോളിസി ഷുഡ് ബി പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ്. ഇനി അവരെ നമ്മൾ അടിച്ചു നോക്കുകയാണെങ്കിലോ നോബഡി വിൽ കം അപ്പ് ലേറ്റർ ഓൺ. സ്വാഭാവികമായിട്ടും ഇറ്റ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്. അപ്പോൾ വിസിൽ ബ്ലോയിങ് പോളിസി എന്ന് പറഞ്ഞ സാധനം എല്ലാ കമ്പനിയിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ നിർബന്ധമായിട്ട് വിസിൽ ബ്ലോയിങ് പോളിസി വരുന്നത് ചില പർട്ടിക്കുലർ കമ്പനികൾ മാത്രമേ ഉള്ളൂ. അതായത് കമ്പനി എവറി ലിസ്റ്റഡ് കമ്പനിയിൽ വിസിൽ ബ്ലോയിങ് പോളിസി വേണം. അതുപോലെ തന്നെ കമ്പനി accepting public deposits or borrowings in excess of rupees 50 crore. 50 കോടിയുടെ മുകളിൽ പബ്ലിക് ഡെപ്പോസിറ്റ്സോ ബോറോയിങ്സോ വാങ്ങുന്നവരാണെങ്കിലും ഒരു വിസിൽ ബ്ലോയിങ് പോളിസി വേണം. Shall establish a vigil mechanism. ഒരു വിജിൽ മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ടാ? ഫോർ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഡയറക്ടേഴ്സിനും എന്ത് ചെയ്യാൻ മുമ്പോട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ടു റിപ്പോർട്ട് ജെനുവിൻ കൺസേൺസ്. ജെനുവിൻ ആയിട്ടുള്ള കൺസേൺസ് മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദേ ക്യാൻ യൂസ് ദിസ് വിജിൽ മെക്കാനിസം. ഇങ്ങനെ ഒരു വിസിൽ ബ്ലോയിങ് പോളിസി ഉണ്ട് എങ്കിൽ what is that to do with audit committee? Audit committee ആയിട്ട് എന്താ ബന്ധം? There is a connection. See, വിജിൽ മെക്കാനിസം എന്നൊരു മെക്കാനിസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും? കടന്നു വരും അല്ലേ? അപ്പോൾ വിജിൽ മെക്കാനിസം shall provide adequate safeguard കൊടുക്കണം against victimization. വിക്ടിമൈസ് ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യണം? സേഫ് ഗാർഡ് കൊടുക്കണം. ഓഫ് persons who are using such facility.
shall provide adequate safeguard against victimization of persons who are using such facility. And make provisions for direct access to the chairperson of audit committee. ഇതാണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ പവർ. അതായത് ഒരു കമ്പനിയിൽ വിഗിൽ മെക്കാനിസം നിർബന്ധമായിട്ടുണ്ടാവണം. ആർക്കാണ്? ലിസ്റ്റഡ് കമ്പനികളും അതുപോലെ തന്നെ 50 lakhsന്റെ മുകളിൽ പബ്ലിക് ഡെപ്പോസിറ്റ്സോ ബോറോയിങ്സോ സ്വീകരിക്കുന്ന കമ്പനികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വിഗിൽ മെക്കാനിസം വേണം. ആ വിഗിൽ മെക്കാനിസത്തിൽ അതിൻ്റെ ചെയർപേഴ്സൺ ആയിക്കൊണ്ട് ആരാ വരിക? മീൻസ് അതിൻ്റെ മെക്കാനിസത്തിൽ അവർക്ക് ഡയറക്റ്റ് ആക്സസ് എംപ്ലോയീസിന് ഈ ആക്സസ് ആരായിട്ടുണ്ടാവും? ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് ഉണ്ടാവും. ഓക്കെ, ഇതാണ് എന്ത് ഓഡിറ്റ് കമ്മിറ്റിയുടെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 പവേഴ്സാണ് പറയുന്നത്. അപ്പം ഇതിനാണ് നമുക്ക് 7 മാർക്ക് വരുന്നത്. ഇതിൽ നമ്മൾ കണ്ടന്റ് മീൻസ് അതിന് എത്ര എഴുതാനുണ്ട് എന്നുള്ളതല്ല ഇതിൻ്റെ ബേസ്, ഈ 4 പോയിന്റ് എഴുതാനുള്ളത്. കാരണം ഇത് 4 അവരുടെ പവേഴ്സ് ആസ് പെർ ദ ആക്ട് ആണ്. അപ്പോൾ ആ ആക്ടിലുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് 8 മാർക്ക്. ഓക്കെ, ഇതാണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പം സെക്രട്ടറി ഓഡിറ്റും അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റിയും നമ്മൾ ഓക്കെ. നൗ ജോയിൻ്റ് ഓഡിറ്റും എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ജോയിൻ്റ് ഓഡിറ്റിൽ ബേസിക്കലി നമുക്ക് എന്താണ് ജോയിൻ്റ് ഓഡിറ്റ് എന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. എന്താണ് ജോയിൻ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? ജോയിൻ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി there is a company called Mango Limited. There are 2 chartered accountants. One is Goa Limited, Goa, and another is Banana. CA Banana and CA Goa. A company, if they want, they can appoint more than one person for audit of same financial year. ഒരേ കമ്പനിയുടെ ഒരേ സെയിം ഫിനാൻഷ്യൽ ഇയർ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ കൻ അപ്പോയിൻറ്റ് മോർ ദാൻ 1 ഓഡിറ്റർ. ഈ ഒരു അപ്പോയിൻമെൻറ്റിനെയാണ് നമ്മൾ വിളിക്കുക ജോയിൻറ്റ് ഓഡിറ്റ്. Joint audit, it can be either individual chartered accountant or cost accountant or firm or both, whatever the combination. Okay, more than one auditor ഉണ്ടാവുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഉദ്ദേശം. Now, exam ചോദിച്ച ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ജോയിൻ്റ് ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസും ജോയിൻ്റ് ഓഡിറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസും. ഒന്നിൽ കൂടുതൽ ആളുകൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് അഡ്വാൻറ്റേജസ് എടുക്കുന്ന ലോവർ വർക്ക് ലോഡ് അല്ലേ, കൂടുതൽ ആളുകളുണ്ടാകുമ്പോൾ വർക്ക് ലോഡ് ഓരോരുത്തർക്കുള്ള വർക്ക് ലോഡ് അത്രയും കുറയും. പിന്നെ ടൈംലി കംപ്ലീഷൻ നടക്കും. പിന്നെ ഷെയറിംഗ് ഓഫ് എക്സ്പെർട്ടൈസ്, പിന്നെ ക്വാളിറ്റി ഓഫ് സർവീസ് കൊടുക്കാൻ പറ്റും അല്ലേ. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ രണ്ടുപേർക്കും കൂടെ ചേർത്തിട്ട് ദേ ക്യാൻ ഗീവ് ക്വാളിറ്റി സർവീസസ്. പിന്നെ ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കും. പിന്നെ നോളജ് പൂൾ ഉണ്ടാവും. നോളജ് പൂൾ പല രീതിയിലാണ്. ഒന്ന്, കമ്പനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്, കാരണം അവർക്ക് ഇപ്പം ഒന്നിൽ കൂടുതൽ ഓഡിറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്ത് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുമ്പോൾ രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആൾക്കാർ, ചിലപ്പം മോർ ദാൻ 2 ആവട്ടെ, രണ്ടുപേരുണ്ടാവണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി മോർ ദാൻ 2, ഇവിടുത്തെ എല്ലായിടത്തും നമുക്ക് ഒപ്പീനിയൻ സ്വീകരിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ഫോർ സ്മോൾ എൻറ്റിറ്റീസ്. സ്മോൾ എൻറ്റിറ്റീസിന് കോസ്റ്റ്ലി ആയിരിക്കും, കാരണം ഒന്നിൽ കൂടുതൽ ഓഡിറ്റേഴ്സ് വരുമ്പം ദേ ഹാവ് ടു പേ ഹൈ ഫീസ് അല്ലേ. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. അപ്പം സീനിയർ ഓഡിറ്റേഴ്സ് ജൂനിയർ ഓഡിറ്റേഴ്സൊക്കെ ആണ് വരുന്നതെങ്കിൽ it can have some superiority complex. പിന്നെ lack of coordination ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം രണ്ട് കമ്പനികളാണ്, രണ്ട് ഓഡിറ്റിംഗ് ഫേമാണ്. സ്വാഭാവികമായിട്ടും ഈ ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ സുപ്പീരിയർ ഉണ്ടാകുമ്പോൾ കോർഡിനേഷൻസ് ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. പിന്നെ അൺസർട്ടൈനിറ്റി അബൌട്ട് ലയബിലിറ്റി. ലയബിലിറ്റി ആർക്കാണ് വരുന്നത് എന്നുള്ളതിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ്, ഓഡിറ്റ് റിപ്പോർട്ടിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവാം. കോമൺ ഏരിയാസ് മേ ബി നെഗ്ലക്റ്റഡ്. കോമൺ ആയിട്ടുള്ള ഏരിയാസ് എന്ന് വെച്ചാൽ വളരെ ചെറിയ രണ്ടുപേരും നോക്കേണ്ടിയിരുന്ന ചില ഭാഗങ്ങൾ ഇയാൾ വിചാരിക്കും മറ്റാൾ നോക്കിയിട്ടുണ്ടാവുന്നു, മറ്റാൾ വിചാരിക്കും ഇയാൾ നോക്കിയിട്ടുണ്ടാവുന്നു, രണ്ടുപേരും മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഷെയർ ദ ഫീസ് ഷെയർ ചെയ്യണം. ദാറ്റ് ഓൾ വിൽ ഹാവ് സം ഡിസഡ്വാൻറ്റേജസ് ഓൾസോ. ഇതാണ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് 7 മാർക്കിന്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസും എന്താണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പുറമെ തന്നെ ഇതിൽ നിന്ന് പിന്നെയും ചോദിക്കാൻ സാധ്യതയുള്ള സാധനം എന്ന് പറയുന്നത് SA 299 പ്രകാരം റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ജോയിൻ്റ് ഓഡിറ്റ്. അതിൽ ജോയിൻ്റ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി, അതിൽ നോർമലി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആരാണോ ചെയ്തത് അവരുടെ വർക്കിന് മേലെ അവർക്ക് മാത്രം റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. പക്ഷേ ചില കേസിൽ 5 കേസുകളിൽ മാത്രം റെസ്പോൺസിബിലിറ്റി വരും. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. അതൊന്ന് റീഡ് ഔട്ട് ചെയ്യാം. അതും ജോയിൻ്റ് ഓഡിറ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. Okay. Then audit report. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ
ഓഡിറ്റ് റിപ്പോർട്ടിൽ ബേസിക്കലി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ട് വേഴ്സസ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അതിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 8 പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക നോക്കുക. ഒപ്പീനിയൻ ആണ് ഇതിൽ, ഇവിടെ ആക്യുറസി ആണ്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോ ഗ്യാരണ്ടി, ഇവിടെ ഗ്യാരണ്ടി ഉണ്ട്, ഇവിടെ എൻ്റയർ അക്കൗണ്ട്സ് കവർ ചെയ്യും, ഇവിടെ പാർട്ട് ഓഫ് അക്കൗണ്ട്സ് മാത്രമേ കവർ ചെയ്യുള്ളൂ അല്ലേ. നോട്ട് റെസ്പോൺസിബിൾ, ഓഡിറ്റർ നോർമലി നോട്ട് റെസ്പോൺസിബിൾ ആണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഹി ഈസ് റെസ്പോൺസിബിൾ ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. പിന്നെ അടിപൊളി ഫോർമാറ്റ് ഉണ്ട്, ഇവിടെ അങ്ങനെ ഒരു ഫോർമാറ്റ് ഇല്ല. പിന്നെ ആരാണോ അപ്പോയിൻറ്റ് ചെയ്തത് അവരെ തന്നെയാണ് ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അഡ്രസ് ടു അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, ഇവിടെ whomsoever ആര് വേണമെങ്കിലും ആവാം. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നമുക്ക് assumptions and estimates ആണ്, ഇവിടെ ആക്ച്വൽ ഫിഗേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇവിടെ സ്കോപ്പ് ഈസ് ലാർജ് സ്കോപ്പാണ്, ഇവിടെ സ്കോപ്പ് ഈസ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം ചോദിച്ചിട്ട് അപ്പോൾ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഓഡിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്കോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ഇങ്ങനെയും വീട് വരാം ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കേസിൽ. അടുത്തത് NFRA നമുക്ക് നോക്കാം, അതുപോലെ തന്നെ IFCFR, പിന്നെ ഓഡിറ്റ് ഓഫ് അൺപെയ്ഡ് ഡിവിഡൻഡ് നമുക്ക് നോക്കാം. അപ്പോൾ NFRA എന്താണ്? NFRA എന്ന് പറഞ്ഞാൽ, NFRA നമ്മൾ സെക്ഷൻ 143 എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇൻ ഡീറ്റെയിൽ നമ്മൾ ചിലപ്പം അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ NFRA എന്ന് പറയുന്നത് വളരെ റിലവൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, NFRAയിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ചോദിച്ചത്. ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് NFRA. 7 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ചോദിച്ചു, ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് NFRA ചോദിച്ചു. ഓക്കെ, അതാണ് ഒരു അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നൊരു അറ്റംപ്റ്റിൽ റോൾ ഓഫ് NFRA ഇൻ ഓഡിറ്റിംഗ്, അതാണ് ചോദിച്ചത്. പിന്നീട് ചോദിച്ചത് മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സിങ് കംപ്ലയൻസ് വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് NFRAൻ്റെ ഈ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ NFRA നമുക്ക് നോക്കാം. NFRA എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനീസ് ആക്ടിന് അണ്ടറിൽ ഉള്ളൊരു അതോറിറ്റിയാണ്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഇറ്റ് ഈസ് ബേസിക്കലി റിലേറ്റഡ് ടു എ പ്രൊഫഷണൽ പേഴ്സൺ. ഓക്കെ, ഒരു പ്രൊഫഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് നോർമലി NFRA എന്ന് പറയുന്ന ഒരു കംപ്ലയൻസ് നോർമലി എഫക്റ്റ് ചെയ്യുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ആൾക്ക് ബേസിക്കലി 2 പേരാണ് അവരെ മോണിറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ഓവർസീ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ICAIയും അതേപോലെ തന്നെ NFRA, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഇവർ 2 പേരുമാണ് എന്ത് ചെയ്യുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരാളെ എന്ത് ചെയ്യുന്നത് മോണിറ്റർ അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്നത്.
കമ്പനീസ് ആക്ടിൽ നമുക്ക് കമ്പനീസ് ആക്ട് 1956 ഉണ്ടായിരുന്നു പണ്ട്. അതിനുശേഷം അതാണ് 2013 ആയിട്ട് മാറുന്നത് അല്ലേ. കമ്പനീസ് ആക്ട് 1956 അണ്ടറിലും നമുക്ക് NFRA പോലെ തന്നെ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു. അതാണ് NACAS, നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതൊരു അഡ്വൈസറി ബോഡി മാത്രമായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ആൻ അഡ്വൈസറി ബോഡി ഫോക്കസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരുന്നു അവരുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിൽ അവർ ഫോക്കസേ ചെയ്തിട്ടുണ്ടായിരുന്നത് ദർ വാസ് ഓൺലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അതൊരു അഡ്വൈസറി ബോഡി ആയിരുന്നു. അതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പം കമ്പനീസ് ആക്ട് 2013 തുടങ്ങിയ സമയത്ത് ദേ ഹാവ് ഗിവൺ മോർ പവർ ടു ദിസ് അതോറിറ്റി. ഈ അതോറിറ്റിയുടെ പേര് തന്നെ അവർ മാറ്റി 1 October 2018 NFRA എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ, ഒരു സെക്ഷൻ അവർ ആഡ് ചെയ്യുന്നു, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട്. അതൊരു റെഗുലേറ്ററി ബോഡി ആയിട്ട്, മറ്റേത് അഡ്വൈസറി ബോഡിയാണ്. അഡ്വൈസറിൻ്റെ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും, വേണമെങ്കിൽ എടുക്കാം, എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇത് റെഗുലേറ്ററി ബോഡി ആയിട്ട് മാറാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു അതോറിറ്റി ഉണ്ടാവും, അതൊരു ബൈൻഡിങ് പ്രൊവിഷനായിട്ട് എന്ത് ചെയ്യും, അത് മാറും. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. റെഗുലേറ്ററി ആണ്, അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഓക്കെ, അതായത് ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കോടതിയുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കേസോ കാര്യങ്ങൾ വന്നാൽ അതിന് അവർക്ക് പ്രൊസീഡ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, അവർക്ക് പറ്റും. ഓക്കെ, ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. NACASൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാത്രമായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്താ വരുന്നത്, ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും വരുന്നുണ്ട്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓഡിറ്റ് ക്വാളിറ്റിയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് NFRA എന്ന് പറയുന്ന ഒരു അതോറിറ്റിയുടെ പ്രത്യേകത. NFRA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെക്ഷൻ 132 ഓഫ് ദ കമ്പനീസ് ആക്ട് ആണ്. അതിലൊരു ചെയർമാൻ ഉണ്ടാവും, 15 മെമ്പേഴ്സാണ് മാക്സിമം അതിൽ ഉണ്ടായിരിക്കുക. ചെയർമാന് എന്തുണ്ടായിരിക്കണം, ഹി ഷുഡ് ഹാവ് എ കോമ്പിറ്റൻസ് ഇൻ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ഫിനാൻസ് ആൻഡ് ലോ. ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റിൽ ദേ ഷുഡ് ഹാവ് എ കോമ്പിറ്റൻസ്. ഓക്കെ, അങ്ങനെയുള്ള ആളാണ് ചെയർമാനായിട്ട് വരിക. NFRAയുടെ അണ്ടറിൽ 3 കമ്മിറ്റീസ് ആണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ്, പിന്നെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ്, പിന്നെ എൻഫോഴ്സ്മെന്റ് കമ്മിറ്റിയാണ്. ഓക്കെ, ഈ 3 കമ്മിറ്റീസ് ആണ് NFRAൻ്റെ അണ്ടറിലുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെയും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിൻ്റെയും NFRAയുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇങ്ങനെയാണ്. ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, എന്ത് ചെയ്യും, ഇത് റെക്കമെൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡും ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈമറി വർക്കൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും, ICAI ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇവരെന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. ദേ വിൽ റെക്കമെൻഡ് ന്യൂ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും അമെൻമെൻറ്റ് വേണമെങ്കിൽ അത്, അതുപോലെ തന്നെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പുതിയത് അല്ലെങ്കിൽ ഉള്ള എക്സിസ്റ്റിംഗ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും അമെൻമെൻറ്റ് വേണമെങ്കിൽ അതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ICAI ആയിരിക്കും. ICAI ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്യാം, ദേ വിൽ റെക്കമെൻഡ് ടു NFRA. NFRA ആയിട്ട് അവർ ആദ്യം കൺസൾട്ട് ചെയ്യും. NFRAയോടാണ് എന്ത് ചെയ്യുക, അവർ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. NFRA ആയിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം NFRA ത്രൂ മാത്രമാണ് എന്ത് അവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകാൻ പറ്റുക. ഡയറക്റ്റ്ലി അവർക്ക് ICAIക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻട്രൽ ഗവൺമെൻറ് അപ്രോച്ച് ചെയ്തിട്ട് ഇത് ഇഷ്യൂ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. NFRA വിൽ ബി ഇൻവോൾവ് ഇൻ ബിറ്റ്വീൻ. അവരായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ട ചേഞ്ചസ്, NFRA പറയുന്ന സജഷൻസും ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം ഇറ്റ് വിൽ ഗോ ടു സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക. അതിനുശേഷമാണ് നമ്മൾ അക്കൗണ്ട്സിലും നമ്മൾ ഓഡിറ്റിങ്ങിലൊക്കെ ആ സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ NFRA ഈസ് ഇൻവോൾവ് ഇൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇറ്റ് സെൽഫ്. ഇതിലടക്കം അവർ ഇൻവോൾവ് ആണ്. അതുമാത്രമല്ല അവരുടെ ഫങ്ഷൻസ്, അതിന് പുറമെ ദേ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ഇറ്റ്സ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് NFRA എന്ന് പറയുന്നത് ആക്ച്വലി സെക്ഷൻ 132 സബ്സെക്ഷൻ 2 എന്തെന്ന് പറയുന്നത്. അവരുടെ NFRAയുടെ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസിൽ വരുന്ന ഒന്ന്, ദേ വിൽ റെക്കമെൻഡ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഫോർ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, NFRA റെക്കമെൻഡ് ചെയ്യും, എന്ത് ഇന്ന ഒരു സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് യു ഹാവ് ടു അപ്രൂവ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ് അവർക്ക് അപ്രോച്ച് ചെയ്യാം. അതുമാത്രമല്ല ദേ വിൽ മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ആ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെ മോണിറ്റർ ചെയ്യാനും അത് കറക്റ്റ് കമ്പനികളും അതുപോലെ തന്നെ ഓഡിറ്ററും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പറ്റും. പിന്നെ oversee and suggest
ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ക്വാളിറ്റി ഓഫ് സർവീസ് ഓഫ് പ്രൊഫഷണൽസ്. സി നമ്മൾ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസും അതേപോലെ തന്നെ നമ്മളെ എന്താണ് ഓവർസീ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിച്ച് നമ്മളെ കറക്റ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, അവർ ശ്രമിക്കും. അതിനുള്ള അധികാരം അവർക്ക് ഉണ്ട്. പിന്നെ പെർഫോം സച്ച് അതർ ഫങ്ഷൻസ് നെസസറി ഓർ ഇൻസിഡൻറ്റൽ ടു ദ അബവ് ഫംഗ്ഷൻ. ഈ പറയുന്ന 3 ഫംഗ്ഷനുമായി കണക്ട് ചെയ്യുന്ന വേറെ ഏത് ഫങ്ഷൻസും കൂടെ അവർക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അവരുടെ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം. റൂൾ നമ്പർ 4 ഓഫ് സബ് റൂൾ 1 എന്താ പറഞ്ഞു വെച്ചാൽ അതോറിറ്റി ഷാൽ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ NFR എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം. ആരുടെ? പബ്ലിക്കിൻ്റെ, ഇൻവെസ്റ്റേഴ്സിൻ്റെ, ക്രെഡിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ. അസോസിയേറ്റഡ് വിത്ത് കമ്പനീസ് ഓർ ബോഡി കോർപ്പറേറ്റ്, കമ്പനിയുമായിട്ടോ ബോഡി കോർപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്തുപെടുന്ന ഈ ആളുകളുടെ ഇൻട്രസ്റ്റ് എല്ലാം ആര് പ്രൊട്ടക്ട് ചെയ്യണം? അതോറിറ്റി പ്രൊട്ടക്ട് ചെയ്യണം. എങ്ങനെയാണ്? ബൈ എസ്റ്റാബ്ലിഷിങ് ഹൈ ക്വാളിറ്റി അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഓക്കെ, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ഇത് വിൽ ബി പ്രൊട്ടക്റ്റിംഗ് ദീസ് പേഴ്സൺസ് അല്ലേ. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാത്രം പോരാ, അവനെന്ത് ചെയ്യണം? ഓവർസീയിങ് ഓഫ് അക്കൗണ്ടിങ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദ കമ്പനി. കമ്പനി പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് പെർഫോം ചെയ്യുന്ന അക്കൗണ്ടിങ് ഫങ്ഷൻസ് ഓവർസീ ചെയ്യാനും എന്ത് ചെയ്യും, അവർക്ക് പറ്റും. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ഫങ്ഷൻസ് ഓഡിറ്ററാണ് പെർഫോം ചെയ്യുക, അത് ഓവർസീ ചെയ്യാൻ എന്ത് ചെയ്യും, അവർക്ക് പറ്റും. അവർക്ക് കമ്പനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചെയ്യുന്നത് അവർക്ക് ഓവർസീ ചെയ്യാം. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പെർഫോം ചെയ്യുന്നതിൽ അവർക്ക് എന്ത് ചെയ്യാം, ഓവർസീ ചെയ്യാം. അതാണ് അവരുടെ അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ NFRA's റോൾ ഇൻ ഓഡിറ്റിങ്ങിൽ NFRAയുടെ റോൾ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് അവർക്കുള്ളത്. ഒന്ന്, റെക്കമെൻഡിങ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സിങ് കംപ്ലയൻസ് വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് മോണിറ്റർ ചെയ്യാനും അത് എൻഫോഴ്സ് ചെയ്യാനും അവർക്ക് പറ്റും. പിന്നെ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്, അവർക്ക് ഇൻവെസ്റ്റിഗേറ്റും ചെയ്യാം. അപ്പോൾ ഇതിനെ പിന്നെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഇത് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, റോൾ ഓഫ് NFRA ഇൻ ഓഡിറ്റിംഗ്. ഈ 3 പോയിന്റുകളാണ് ഇതിൻ്റെ. ഈ 3 പോയിന്റ് മാത്രം ഇതേപോലെ അതിൻ്റെ അണ്ടറിൽ വരുന്ന അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ എഴുതണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? റെക്കമെൻഡിങ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് എങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. NFRA ഷാൾ റിസീവ് റെക്കമെൻഡേഷൻ ഫ്രം ICAI ഫോർ ന്യൂ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഓർ അമെൻഡിങ് ടു എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്. പുതിയ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സ്റ്റാൻഡേർഡിൽ എന്ത് അമെൻമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് NFRAയിലേക്ക് റെക്കമെൻഡേഷൻ വരും. ആരെടുത്തുനിന്ന്? ICAIൻ്റെ അടുത്ത്. ദേ മേ സീക്ക് അഡീഷണൽ ഇൻഫർമേഷൻ. NFRAക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ഇൻഫർമേഷൻസ് ICAIനോട് ചോദിക്കാം ഇഫ് റിക്വയർഡ്, വേണമെങ്കിൽ മാത്രം. ബിഫോർ റെക്കമെൻഡിങ് ടു സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അഡീഷണൽ ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാനോ അതിനുള്ള അധികാരമൊക്കെ അവർക്കുണ്ട്. അതാണ് റെക്കമെൻഡിങ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. രണ്ടാമത് എന്താ? മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സിങ് കംപ്ലയൻസ് വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഓൾറെഡി ഉള്ള ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് മോണിറ്റർ ചെയ്യാനും എൻഫോഴ്സ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ NFRA may റിവ്യൂ വർക്കിംഗ് പേപ്പേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വർക്കിംഗ് പേപ്പർ പറയുന്ന സമയത്ത് പർപ്പസ് വർക്കിംഗ് പേപ്പറിൽ ഒരു പർപ്പസാണിത്. എന്താണ്, നമ്മളെ ഇൻസ്പെക്ഷനും റിവ്യൂക്ക് വേണ്ടിയിട്ട് നമുക്ക് വർക്കിംഗ് പേപ്പർ കീപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു റിവ്യൂ ആണെന്ത്? NFRAയുടെ റിവ്യൂ. NFRAക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വർക്കിംഗ് പേപ്പേഴ്സിൽ ആക്സസ് ഉണ്ടാവും. പിന്നെ ദേ മേ ഇവാലുവേറ്റ് സഫിഷ്യൻസി ഓഫ് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റംസ് ഓഫ് ദ ഓഡിറ്റർ. ഒരു ഓഡിറ്റിംഗ് സ്ഥാപനത്തിൽ അതിൽ ഓഡിറ്ററുടെ ക്വാളിറ്റി കൺട്രോൾ അതിൽ എത്രമാത്രം പെർഫെക്റ്റ്ലി ആണ് എന്ത് ചെയ്യുന്നത്, അതിൽ ഓഡിറ്റ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള കൺട്രോൾ സിസ്റ്റംസ് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ പെർഫോം സച്ച് അതർ ടെസ്റ്റിംഗ് ഓഫ് ഓഡിറ്റ്, സൂപ്പർവൈസറി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് ഓഫ് the auditor. ഇവർക്ക് ഓൾറെഡി ഉള്ള ഓഡിറ്റിംഗ് ചെയ്തതിന് എന്ത് ചെയ്യാം, അവർക്ക് റീടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സും സൂപ്പർവൈസറി ആക്ടിവിറ്റി ഒക്കെ എന്ത് ചെയ്യാം, അവർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ദേ മേ റിക്വയർ ഓഡിറ്റർ ടു റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് ഗവർണൻസ് പ്രാക്ടീസസ് ആൻഡ് ഇന്റേണൽ പ്രോസസ്സസ് ടു പ്രൊമോട്ട് ഓഡിറ്റ് ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ, ഓഡിറ്ററുടെ റെപ്യൂട്ടേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, പിന്നെ റെഡ്യൂസ് റിസ്ക്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള
പ്രോസസ്സ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഗവർണൻസ് സിസ്റ്റംസ് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, ദേ മേ സീക്ക് അഡീഷണൽ ഇൻഫർമേഷൻ. അവർക്ക് വേണമെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ ആരോടും ചോദിക്കാം, ഓഡിറ്റർ അടുത്തുനിന്ന് ചോദിക്കാം. അത് മാത്രമല്ല, ദേ ക്യാൻ ആസ്ക് ഫോർ പേഴ്സണൽ പ്രസൻസ് ഓഫ് ദ ഓഡിറ്റർ. ഓഡിറ്ററുടെ പേഴ്സണൽ പ്രസൻസ് അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റും, വരണം, സമൻ ചെയ്യാം. ഓക്കെ, പിന്നെ ദേ പെർഫോം മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റി ത്രൂ ഓഫീസേഴ്സ് ഓർ എക്സ്പേർട്സ് വിത്ത് സഫീഷ്യൻറ്റ് എക്സ്പീരിയൻസ്. ഓഫീസേഴ്സിൻ്റെയും എക്സ്പേർട്സിൻ്റെയും ഹെൽപ്പ് നമുക്ക് എടുക്കാം. ഓക്കെ, ദേ ഷാൽ പബ്ലിഷ് ഇറ്റ്സ് ഫൈൻഡിങ്സ് റിലേറ്റിംഗ് ടു നോൺ കംപ്ലയൻസ് ഓൺ ഇറ്റ്സ് വെബ്സൈറ്റ്. ഏതെങ്കിലും കമ്പനികളോ ഏതെങ്കിലും ഓഡിറ്ററോ അവരുടെ ഈ പറയുന്ന NFRA പറയുന്ന കാര്യങ്ങൾ കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ, അതുപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റിനെ എഫക്റ്റ് ചെയ്യാത്ത ഒരു മാറ്റർ ആണ് എങ്കിൽ എന്ത് ചെയ്യാം, വെബ്സൈറ്റിൽ അവർക്ക് പബ്ലിഷ് ചെയ്യാം. വാട്ട് എവർ വേ ദേ ഫീൽ ഇറ്റ് ഫിറ്റ്. ഓക്കെ, എന്നുള്ള രീതിയിൽ അവർക്ക് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യാം. എന്നാൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ദേ ഷാൾ നോട്ട് പബ്ലിഷ് കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അൺലെസ് ഇറ്റ് എഫക്ട്സ് പബ്ലിക് ഇൻട്രസ്റ്റ്. പിന്നെ ദേ മേ സെൻഡ് സെപ്പറേറ്റ് റിപ്പോർട്ട് ഓൺ പ്രൊപ്രൈറ്ററി ഓൺ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് അവർക്ക് അറിയിക്കണം ഈ ഇങ്ങനെ ഒരു ഫ്രോഡോ കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ, ഈ കംപ്ലയിൻസ് ചെയ്തിട്ടില്ലെങ്കിൽ. ആ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ്ലി കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അയക്കാം. പക്ഷേ വെബ്സൈറ്റിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻസ് യു ഷുഡ് നോട്ട് പബ്ലിഷ്. ദേ മേ ഡിസൈഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇഫ് ദേ ഫൈൻഡ് ഓർ ഹാസ് റീസൺ ടു ബിലീവ് that an auditor has violated any law or personal or other standards, professional or other standard, professional standard അല്ലെങ്കിൽ മറ്റ് സ്റ്റാൻഡേർഡുകളോ അയാൾ വയലേറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്, ഈ NFRA ഉണ്ട്. പിന്നെ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്, അതാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, ഇൻവെസ്റ്റിഗേറ്റ് എനി മാറ്റർ ഓഫ് പ്രൊഫഷണൽ ആൻഡ് അതർ മിസ്കണ്ടക്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് മാത്രമല്ല, അതർ മിസ്കണ്ടക്റ്റും അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഐദർ സുവോമോട്ടോ, സ്വമേധയാൽ ചെയ്യാം, അല്ലെങ്കിൽ ഓർ റെഫറൻസ് മെയ്ഡ് ടു ഇറ്റ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അവരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ മാത്രമല്ല നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ വേറെ ഏത് രീതിയിൽ പ്രൊഫഷണലി അല്ല, നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്താൽ അതിലേക്കും കൂടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, NFRA ഉണ്ട്. Investigate into any matter on the basis of compliance or oversight activities. അപ്പോൾ നമ്മൾ റൂട്ടീൻ ആയിട്ടുള്ള ഓവർസൈറ്റ് ആക്ടിവിറ്റി ഉണ്ടല്ലോ, മോണിറ്ററിങ് എൻഫോഴ്സിങ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചില മാറ്ററിലേക്ക് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് തോന്നാം, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന്. ആ സമയത്ത് അതിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷനിൽ ഇൻവോൾവ് ചെയ്യാം. ഓൺ കമൻസ്മെൻറ്റ് ഓഫ് റൂൾ 3, ഈ NFRA അണ്ടറിലുള്ള റൂൾ 3 പറയുന്നത് വെച്ചാൽ, പണ്ട് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റും അതർ മിസ്കണ്ടക്റ്റും ഒക്കെ എല്ലാം ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ICA ആണ്. എന്നാൽ NFRAയുടെ അണ്ടറിൽ അതൊരു റെഗുലേറ്ററി ബോഡിയും കൂടെയാണല്ലോ. NFRA വന്ന സമയത്ത് NFRAയിലേക്ക് ICAൻ്റെ കുറേ ഏരിയാസ് എന്ത് ചെയ്തു, അവർ NFRAയുടെ അണ്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് പ്രൊഫഷണൽ അതർ മിസ്കണ്ടക്റ്റ് റെഫർ ടു ഇൻ റൂൾ 3 മെൻഷൻ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ അതർ മിസ്കണ്ടക്റ്റ് ആണെങ്കിൽ ഷാൽ ബി ഇനീഷ്യേറ്റഡ് ഓൺലി ബൈ NFRAക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കേസ് ഇനീഷ്യേറ്റ് ചെയ്യാനോ അതിൻ്റെ തീർപ്പ് കൽപ്പിക്കാനൊക്കെ അവർക്ക് പറ്റുള്ളൂ. പ്രൊഫഷണൽ അതർ മിസ്കണ്ടക്റ്റ് നോട്ട് റെഫർ ടു ഇൻ റൂൾ 3 പറയാത്ത മിസ്കണ്ടക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിപ്പോഴും ആരെ തന്നെ ഡീൽ ചെയ്യുന്നത്, ICA തന്നെ ഡീൽ ചെയ്യും. ഷാൽ ബി കണ്ടിന്യൂഡ് ടു ബി പ്രൊസീഡഡ് ബൈ ICA എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യും. മറ്റേതൊക്കെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം, NFRAക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പഴയ കേസുകളൊക്കെ ICAൻ്റെ അടുത്തുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ടു NFRA. അതാണ് NFRA. അപ്പോൾ NFRA ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കുക. 3 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ, സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ റെഫർ ചെയ്തിട്ടുണ്ട്. ആ 3 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്തിട്ടെങ്കിലും നമ്മൾ പഠിക്കാം. ഓക്കെ, പിന്നെ അടുത്തത് റിപ്പോർട്ടിംഗ് ഓൺ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. റിപ്പോർട്ട് ഓൺ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്.
എന്താണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ? ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പോണന്റ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ഇന്റേണൽ കൺട്രോൾ നമുക്ക് പറയാം. ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ ആണ് അല്ലേ? ആ വൈഡ് ഏരിയയിൽ ഫിനാൻസുമായി ബന്ധപ്പെടുന്ന കൺട്രോൾ സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണത് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഇതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് കമ്പനീസ് ആക്ട് സെക്ഷൻ 134 സബ്സെക്ഷൻ 5 ക്ലോസ് ഇ ഇത് പറയുന്നത് IFC, Internal Financial Control means policy and procedure adopted by the company for ensuring orderly and efficient conduct of business, safeguarding of asset, prevention and detection of fraud and error, accuracy and completeness of accounting records, timely preparation of reliable financial information. നമ്മളിവിടെ പഠിച്ചത് ഇന്റേണൽ കൺട്രോളിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം സാധനമാണ്. സെയിം സാധനം തന്നെയാണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ഡെഫിനിഷനും. റിപ്പോർട്ട് ഓൺ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ, മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. IFCയുടെ മേലെ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. റൂൾ 8 എന്താ പറഞ്ഞത്? ഓഫ് കമ്പനീസ് ആക്ട്, കമ്പനീസ് അക്കൗണ്ട്സിൻ്റെ റൂൾ 8 പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ ഓഫ് ഓൾ കമ്പനീസ് to state the details in respect of adequacy of internal financial control with respect to financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ അഡിക്വേറ്റ് ആണോ അല്ലേ എന്നുള്ള റിപ്പോർട്ടിംഗ് ആര് നടത്തണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നടത്തണം. അല്ലെങ്കിൽ ബോർഡ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം? അവരത് ഡിസ്ക്ലോസ് ചെയ്യണം. ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ബോർഡ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറയുന്നുണ്ട്. റിപ്പോർട്ടിംഗ് ഓൺ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 143 പറയാണ് റിക്വയർസ് ദാറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഓഡിറ്ററുടെ റിപ്പോർട്ടിൽ, മറ്റേ ബോർഡ് റിപ്പോർട്ടിൽ അവർ പറയേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം? ഷാൾ സ്റ്റേറ്റ് വെദർ കമ്പനി ഹാസ് അഡിക്വേറ്റ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റം ഇൻ പ്ലേസ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഓഫ് സച്ച് കൺട്രോൾ. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് എന്താണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ പറയാം. ഓക്കെ. അതേപോലെ തന്നെ കമ്പനീസ് ആക്ടും അതിനുശേഷം കമ്പനീസ് റൂളിൽ പറയാണ് റൂൾ 10A ഓഫ് ദ കമ്പനീസ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് സ്റ്റേറ്റ് ദാറ്റ് ദ റിപ്പോർട്ട് ഓഫ് ഓഡിറ്റർ ഷാൾ സ്റ്റേറ്റ് അബൌട്ട് എക്സിസ്റ്റൻസ് ഓഫ് അഡിക്വേറ്റ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ്. സെയിം മറ്റേത് പറഞ്ഞ അതേ സാധനം തന്നെ റൂൾ 10A പറയാണ്. സെക്ഷൻ 143 പറഞ്ഞ സെയിം സാധനം ഇവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ആയിട്ട് റൂൾ 10A വീണ്ടും പറയുന്നുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് കൂടെ ഉണ്ട്, ഗൈഡൻസ് നോട്ടും കൂടെ ഉണ്ട് ബൈ ICAI. അപ്പം ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി ബേസിക്കലി പറയുന്നത് കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ പറയുന്നുണ്ട്, കമ്പനി റൂളിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഗൈഡൻസ് നോട്ട് ബൈ ICAIയുടെ ഗൈഡൻസ് നോട്ടിലും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ദ ഓഡിറ്റേഴ്സ് ഒബ്ജക്റ്റീവ് ഇൻ ആൻ ഓഡിറ്റ് ഓഫ് ഇന്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദ എഫക്റ്റീവ്നെസ് ഓഫ് കമ്പനീസ് IFC FR and the audit procedure in respect of IFC FR are carried out along with audit of financial statement. Auditor's objective of audit of IFC FR is to express an opinion. നമ്മൾ മെയിനായിട്ട് എന്തിനാണ് ഓഡിറ്റ് ചെയ്യുന്നത്? ടു ഗീവ് എൻ ഒപ്പീനിയൻ. പക്ഷെ നമ്മുടെ ഒപ്പീനിയൻ കൊടുക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മേലെ മാത്രമല്ല, ഇവിടെ IFC FRൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം? ഒപ്പീനിയൻ കൊടുക്കണം ഓൺ ദ എഫക്റ്റീവ്നെസ് ഓഫ് companies IFC FR and the audit procedure in respect of IFC FR are carried out along with audit of the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? IFC FRും കൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഓഡിറ്ററുടെ ബേസിക് പ്രിൻസിപ്പിളിൽ പെട്ട സാധനമാണ് ദി അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾ. ആ ഇന്റേണൽ കൺട്രോളിൻ്റെ ഒരു പാർട്ടാണ് ദി ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ആക്ച്വലി എന്ത്? ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. IFC FR എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് IFC ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ എ പ്രോസസ് ഡിസൈൻ ടു പ്രൊവൈഡ് റീസണബിൾ അഷ്യൂറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിൻ്റെ വില? ഓൺ റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് മേലെ റിലയബിലിറ്റി ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത്
ഗ്യാപ്പ് പ്രകാരമാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തത് എന്ന് ഉറപ്പുവരുത്താനും കൂടെ വേണ്ടിയിട്ടുള്ള സാധനമാണത് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. IFC-FR includes those policies and procedures that relate to maintenance of records that accurately and fairly reflects transactions and disposition of the assets. നമ്മളുടെ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സും അതുപോലെ തന്നെ നമ്മളെ അസറ്റ്സും ഒക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പോളിസീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ എന്ന് ഉറപ്പുവരുത്തലാണ്. പിന്നെ പ്രൊവൈഡ് റീസണബിൾ അഷുറൻസ് ദാറ്റ് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഗ്യാപ്പ് ആൻഡ് റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ആർ മെയ്ഡ് ഓൺലി ഇൻ അക്കോർഡൻസ് വിത്ത് ഓതറൈസേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് ഓതറൈസേഷൻ ത്രൂ ആണ് എല്ലാ റെസിപ്റ്റ്സും പേയ്മെൻറ്റും ഒക്കെ നടക്കുന്നത്. പിന്നെ പ്രൊവൈഡ് റീസണബിൾ അഷുറൻസ് കൊടുക്കുക റിഗാർഡിംഗ് ദ പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് അൺഓതറൈസ്ഡ് അക്യൂസിഷൻ യൂസ് ഓർ ഡിസ്പൊസിഷൻ ഓഫ് കമ്പനീസ് അസറ്റ്സ്. ഓക്കെ, അൺഓതറൈസ് യൂസിൽ നിന്ന് കമ്പനി അസറ്റ്സിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുക നമ്മളുടെ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ റിപ്പോർട്ടിംഗ് ഓൺ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ വുഡ് അപ്ലൈ ടു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സെയിം പോയിന്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മളെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി ഈ നോട്ട് ഈ നോട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ റെഫർ ചെയ്യുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ ഇഫ് ഇറ്റ്സ് എ കമ്പനി. ഹൗഎവർ റിപ്പോർട്ടിംഗ് ഓൺ IFC വുഡ് ഓൺലി ബി അപ്ലിക്കബിൾ ടു ഇൻറ്ററിം will not be applicable to interim financial statement unless such reporting is required under any other law or regulation. എന്നാൽ interim financial statement പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ IFC-FR ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ എന്തായിരിക്കും, അത് അപ്ലിക്കബിൾ ആയിരിക്കും. ഇതാണ് IFC-FR. എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 7 മാർക്കിനൊക്കെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് എഴുതാൻ. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ആണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് എഴുതാൻ വേണ്ടി എക്സാമിന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ഒരു ഏരിയയും കൂടെ നമ്മൾ ഇതിൻ്റെ പാർട്ടായിട്ട് പഠിക്കണം. പിന്നെ വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞത്. ഡിവിഡൻഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന സാധനമാണ്. അപ്പം നിങ്ങൾ അതിൽ എക്സാമിന് നമ്മൾ ഇതിനു മുമ്പേ ചോദിച്ചിട്ടുള്ള ആ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് പ്രൊസീജിയർ ഫോർ അൺപെയ്ഡ് ഡിവിഡൻഡ് ആണ്. അൺപെയ്ഡ് ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയർ. അൺപെയ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഡിവിഡൻഡ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് നമ്മൾ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അല്ലേ, അത് നമ്മൾ വിളിക്കാം അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് നമ്മൾ വിളിക്കാം. അത് 7 വർഷം അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുക, നമ്മൾ അക്കൗണ്ടിലേക്ക് മാറ്റണം. അല്ലേ, അങ്ങനെയൊക്കെ ഒരു പ്രൊവിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ആ പ്രൊവിഷൻ നമ്മളെ മൈൻഡിൽ വെച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്യലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഓഡിറ്റ് പ്രൊസീജിയർ ഫോർ അൺപെയ്ഡ് ഡിവിഡൻഡ് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യുക. ഒന്ന്, അൺപെയ്ഡ് ഡിവിഡൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം കമ്പനിയിൽ നിന്ന് വാങ്ങുക. ഏതൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ. നമുക്ക് കമ്പനി ഡീറ്റെയിൽസ് തരണം. അപ്പോൾ കമ്പനിയോട് പറയാം കളക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് ദ ഡീറ്റെയിൽസ് ഓഫ് അൺപെയ്ഡ് ഡിവിഡൻഡ്. അൺപെയ്ഡ് ഡിവിഡൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങുക. അതിനുശേഷം എൻക്വയറി നടത്തുക ടു ചെക്ക് വെദർ ദർ വാസ് എനി ഫോൾട്ട് ഓൺ ദ കമ്പനി. എന്തുകൊണ്ട് ഇത് പേ ചെയ്തില്ല എന്നുള്ള ഒരു എൻക്വയറി നടത്തുക. എൻക്വയറിയിൽ കൃത്യമായിട്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഉറപ്പുവരുത്തുക. ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ 124 പ്രകാരം തന്നെ നമുക്ക് എന്തുണ്ടാവും, പെനാൽറ്റീസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ജനറൽ പ്രൊവിഷൻ ആണെങ്കിൽ സെക്ഷൻ 127 അപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ വെരിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് provided by management with other supporting documents like
ഡിവിഡൻഡ് രജിസ്റ്റർ ഉണ്ടാവില്ലേ, ആ ഡിവിഡൻഡ് രജിസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ അൺപെയ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുക. പിന്നെ റിട്ടേൺഡ് വാറൻറ്റ്, നമ്മൾ അൺപെയ്ഡ് ആവുന്ന പറഞ്ഞാൽ നമ്മൾ വാറൻറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരില്ല, അപ്പോഴല്ല അൺപെയ്ഡ് ആവുന്നില്ലേ. അപ്പം അത് എന്ത് ചെയ്യുക, ഏതെങ്കിലും വാറൻറ്റ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ആൾ അവൈലബിൾ അല്ല എന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫർദർ ആക്ഷൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആക്ച്വലി ഉള്ള ഈ അൺപെയ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം തന്നെ ഇത് മൂന്ന് മാച്ചിങ് ആണോ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ വെരിഫൈ വെദർ അൺപെയ്ഡ് ഡിവിഡൻഡ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് വിത്തിൻ 7 days. ഇത് നമ്മൾ പ്രൊവിഷനിൽ പറഞ്ഞ സാധനമാണ്, സെക്ഷൻ 124 ഫ്രം ദ എക്സ്പയറി ഓഫ് 30 days ഫ്രം ദ ഡിക്ലറേഷൻ. ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിന് അതിൻ്റെ ഉള്ളിൽ പേ ചെയ്യണം. പേ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, അവർ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. ആ ഒരു പ്രൊവിഷനാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ള പോയിന്റാണ് അവിടെ പറഞ്ഞത്. പിന്നെ വെരിഫൈ വെദർ ദർ ഈസ് എനി ഡിഫാൾട്ട് ഫ്രം ദ കമ്പനി, ഇഫ് സോ വെദർ ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി ഡെപ്പോസിറ്റഡ്. കമ്പനിയുടെ ഭാഗത്ത് ഡിഫാൾട്ട് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റും കൂടെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ വെരിഫൈ വെദർ കമ്പനി ഹാസ് പബ്ലിഷ് ഡീറ്റെയിൽസ് ഓഫ് അൺപെയ്ഡ് ഡിവിഡൻഡ് ഓൺ ഇറ്റ്സ് വെബ്സൈറ്റ് അല്ലേ, അതിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വെബ്സൈറ്റ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത വെബ്സൈറ്റിലോ എന്ത് ചെയ്യണം, അത് കൊടുക്കണം. ഇഫ് എനി ഡിവിഡൻഡ് റിമെയിൻസ് അൺപെയ്ഡ് ഫോർ മോർ ദാൻ 7 years, 7 വർഷത്തേക്ക് അത് റിമെയിൻ ആയിട്ട് കിടക്കുകയാണെങ്കിൽ, അവിടെ തന്നെ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് കിടക്കുകയാണെങ്കിൽ അത് നമ്മൾ IEPF ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ വെരിഫൈ വെദർ ഓൾ ഷെയർസ്, ഡിവിഡൻഡ് എമൗണ്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്ത പോലെ എല്ലാ ഷെയർസും ഈ അൺപെയ്ഡ് ഡിവിഡൻഡ് ആയിട്ട് 7 വർഷം കിടക്കുന്ന ഫണ്ടിൻ്റെ റിലേറ്റഡ് ഷെയർസും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ആർക്ക്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിൻ്റെ ആഫ്റ്റർ 7 years. എക്സാമിന് 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റിയ പോയിന്റ് ആണ്. അപ്പം അതെന്ത് ചെയ്യുക, എഴുതാം. അപ്പോൾ ഡിവിഡൻഡ് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ 5 അറ്റംപ്റ്റിൽ ഒരു അറ്റംപ്റ്റിൽ അത് ചോദിച്ചത്, അപ്പോൾ അതും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണെന്ത് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് NFRA 3 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, പിന്നെ IFCFR, അതുപോലെ തന്നെ ഓഡിറ്റ് ഓഫ് അൺപെയ്ഡ് ഡിവിഡൻഡ്. നെക്സ്റ്റ് വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പാർട്ട് എന്നാണ്. ഓക്കെ, അതും അതേപോലെ തന്നെ കെയറും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്ത് കഴിയും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ ഇൻവെൻട്രി ആൻഡ് എംപ്ലോയി ബെനിഫിറ്റ്. ഇൻവെൻട്രി എന്ന് പറയുന്നത് ബേസിക്കലി അസറ്റ് ആണ് അല്ലേ, എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്. സോ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഈ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് അസേർഷൻസ് ആണ് നമ്മളെ ബേസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് അസേർഷൻസ് പ്രകാരം അസറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും എക്സ്പെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മളെ അസേർഷൻസ് എന്താണ് എന്ന് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ അസേർഷൻസ് എഴുതുക എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നമ്മളോട് 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചത്. ഒന്ന് ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, മറ്റൊന്ന് എംപ്ലോയി ബെനിഫിറ്റ് ആണ്. എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സാലറി, എംപ്ലോയി ബെനിഫിറ്റ്സ്. സോ ദിസ് ഈസ് what is known as balances അല്ലേ, management assertions relating to balances. This is management assertion relating to transactions. ബാലൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ മാനേജ്മെൻറ്റ് അസേർഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് എക്സിസ്റ്റൻസ് അല്ലേ, പിന്നെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, പിന്നെ കംപ്ലീറ്റ്നെസ്, പിന്നെ കട്ട് ഓഫ്, ദെൻ valuation, then presentation and disclosure. presentation and disclosure, ഇതാണ് 6 പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇൻവെൻട്രിയുടെ എന്താണ്
ഓഡിറ്റ് പ്രൊസീജിയർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെൻട്രി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ആണോ ബാലൻസസ് ആണോ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ് എങ്കിൽ അത് ബാലൻസസ് ആയിരിക്കും. അപ്പം ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ഈ പോയിൻ്റാണ്. ഈ പോയിൻറ്റിന് അണ്ടറിലാണ് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ 6 പോയിൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഈ 6 പോയിൻറ്റുകളും എഴുതാം. ആ 6 പോയിൻറ്റിലേക്കുമുള്ള കണ്ടൻറ്റും നമ്മൾ അതിൽ എഴുതണം. കണ്ടൻറ്റിലേക്ക് നമ്മൾ വരാം. ഇനി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ്, ഒന്ന് ഒക്കറൻസ്, പിന്നെ കംപ്ലീറ്റ്നെസ് തന്നെ, കംപ്ലീറ്റ്നെസ്, പിന്നെ കട്ട് ഓഫ്, പിന്നെ വാല്യുവേഷൻ, പിന്നെ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. ഓക്കെ, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. ഇവിടെ വാല്യുവേഷൻ അല്ല, സോറി, നമ്മൾ ഇതിൽ വരുന്ന സമയത്ത് മെഷർമെൻറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക, മെഷർമെൻറ്റ്. അപ്പോൾ ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കണ്ണ് പൂട്ടി നമുക്ക് എഴുതാവുന്ന സാധനം എന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ട്. അതിലൊന്ന് കംപ്ലീറ്റ്നെസ് ആണ്. കംപ്ലീറ്റ്നെസ് നമ്മൾ എന്ത് ചെയ്താൽ, the auditor have to evaluate whether all the aspects of the balances are covered എന്ന് മാത്രം എഴുതിയാൽ മതി. അതിൽ നമുക്ക് അഡീഷണൽ പോയിന്റ് ഒന്നുമില്ല, ജസ്റ്റ് അത് മാത്രം എഴുതാം. എന്താണ്, all aspects of inventories are covered എന്നുള്ളത് എഴുതാം. പിന്നെ കട്ട് ഓഫ് എന്താണ്, ensure that balances means inventories as on the closing of the financial year have been correctly bifurcated. No next year inventories are counted this year and this year inventories are counted next year. നിങ്ങൾ സിമ്പിൾ വേർഡ്സിൽ എഴുതിയാലും ഇറ്റ്സ് ഫൈൻ. കട്ട് ഓഫ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ദ ബാലൻസസ് ഇൻ ടു ഫിനാൻഷ്യൽ ഇയർ. അത്ര മാത്രമേ അതിൽ എഴുതാനുള്ളൂ. അഡീഷണൽ പോയിന്റ്സ് നമുക്ക് അവിടെ ആവശ്യമില്ല. പിന്നെ വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ AS2 ആണ് ഇൻവെൻട്രി വാല്യുവേഷൻ വരുന്നത്. AS2 നമുക്ക് അവിടെ കോട്ട് ചെയ്യാം. ആസ് പെർ വാല്യുവേഷൻ ഇസ് ഡൺ ആസ് പെർ എന്താണ് AS2 എന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 3 ഫോളോ ചെയ്തിട്ടുണ്ട്. അതായത് ദ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ദ ഇൻവെൻട്രി ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇസ് ആസ് പെർ ദ ഷെഡ്യൂൾ 3 എന്ന് എഴുതിയാൽ മതി. ആ സെയിം സാധനം തന്നെയാണ് ഇവിടെയും വരാം, ആസ് പെർ ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 3ൽ പാർട്ട് 1 ബാലൻസ് ഷീറ്റും ഇത് പാർട്ട് 1ൻ്റെ ആണ്. അപ്പോൾ പാർട്ട് 1 ഓഫ് ഷെഡ്യൂൾ 3 എന്ന് എഴുതാം. ഇവിടെ പാർട്ട് 2 ആണ് നമ്മളെ P&L, അപ്പം പാർട്ട് 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ ആ പോയിന്റുകൾ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി നമുക്ക് അഡീഷണലി വേണ്ട കുറേ സാധനങ്ങളുണ്ട്. അതിലെന്താണ്, എക്സിസ്റ്റൻസ്. അപ്പോൾ എക്സിസ്റ്റൻസിനുള്ള നമുക്ക് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇൻവെൻട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുക, ടേക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ അല്ലേ, അല്ലെങ്കിൽ എന്താണ്, എൻഷുർ ദാറ്റ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഈസ് കണ്ടക്റ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആർ റിസീവ്ഡ് പ്രോപ്പർലി എന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പർച്ചേസ് ബിൽസ് ചെക്ക് ചെയ്യാം അല്ലേ. സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ നോർമലി ലേറ്റസ്റ്റ് പർച്ചേസ് ബിൽസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ആ പോയിന്റുകൾ എഴുതിയാൽ മതി, ഒന്ന് എലാബറേറ്റ് ചെയ്താൽ. അതേപോലെ തന്നെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ എന്താ, ദ ബിൽസ് ആർ ഇൻ ദ നെയിം ഓഫ് ദ ക്ലയൻറ്റ്. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ കൺസൈൻമെൻറ്റിൽ കൊടുത്ത പ്രോഡക്റ്റ് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ചിന്തിക്കാം. കൺസൈൻമെൻറ്റിൽ കൊടുത്തതാണ് എങ്കിൽ നമ്മളെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും, പക്ഷേ നമ്മുടെ അടുത്ത് ഫിസിക്കലി ഉണ്ടാവില്ല. എന്താണ്, കൺസൈനിൻ്റെ അടുത്ത് ഏജൻറ്റിൻ്റെ അടുത്തായിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ അയാളുടെ അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ സർട്ടിഫിക്കേഷൻ കിട്ടണം. അപ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ നമുക്ക് ഉണ്ട് അതിൻ്റെ മേലെ അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് അതിനെ പറ്റിയൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുവാണെങ്കിലും നമ്മുടെ വേർഡ്സിൽ നമുക്ക് എഴുതാവുന്ന സാധനം. അപ്പോൾ അതിൽ കംപ്ലീറ്റ്നെസ്സും കട്ട് ഓഫും അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ, ഡിസ്ക്ലോഷർ, ഇത് മൂന്നും കോമൺ ആയിരിക്കും ഒരുവിധം എല്ലാ അസറ്റ്സിനും. അതേപോലെ തന്നെ ഒരുവിധം എല്ലാ ട്രാൻസാക്ഷൻസിനും നമുക്ക് എന്തായിരിക്കും, ഇത് കോമൺ ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ള പോയിന്റുകൾ എന്ന് പറയുന്നതിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അഡീഷണലി കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി. അത് തന്നെ നമ്മളെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ആ പോയിന്റുകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം എംപ്ലോയി ബെനിഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒക്കറൻസ് നമുക്ക് എന്താ നോക്കാൻ പറ്റുക, വി ഹാവ് ടു ചെക്ക്. നമ്മൾ എന്താ ചെക്ക് ചെയ്യുക, അവരുടെ സാലറി രജിസ്റ്റർ, അറ്റൻഡൻസ് ബുക്ക്, പിന്നെ അതുപോലെ തന്നെ അവരുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആ സാലറി ആക്ച്വലി ഉള്ള ഒരാൾക്കാണോ കൊടുത്തത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അത് അങ്ങനെയുള്ള പോയിന്റുകൾ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. പിന്നെ കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ആസ്പെക്റ്റ് കവേർഡ് എന്ന് നോക്കാം. പിന്നെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയറിലുള്ള സാലറി തന്നെയാണ് അതിൽ ഇൻവോൾവ് ചെയ്തത്, പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് വെച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. മെഷർമെൻറ്റ്
മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ നോർമലി അതിൻ്റെ വാല്യുവേഷൻ കറക്റ്റായിട്ടാണ് എടുത്തെന്ന് ഉറപ്പിക്കുക. അതിൽ ബേസിക് സാലറി, അതേപോലെ തന്നെ അതിൻ്റെ ഡിയർനെസ് അലവൻസസ് കാര്യങ്ങൾ, എന്തെങ്കിലും അലവൻസ് ഉണ്ടെങ്കിൽ അത്, അതേപോലെ തന്നെ ചില ഡിഡക്ഷൻസ് ഉണ്ടാവും, TDS പോലെയുള്ള അല്ലെങ്കിൽ ESI പോലെ ഡിഡക്ഷൻ, അതൊക്കെ പ്രോപ്പറായിട്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ തന്നെ അല്ലേ മെഷർമെൻറ്റ് എടുത്ത് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അവർ ലീവോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് ഡിഡക്റ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ള ജനറൽ ആയിട്ടുള്ള പോയിന്റുകളാണ് എന്ത് ചെയ്ത് നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഇത് സംഭവം ആക്ച്വലി സിമ്പിളായിട്ടുള്ളൊരു ഏരിയ ആണ് എന്ത് നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. പല കുട്ടികളും ഇത് ഒരുപാട് ഉണ്ടായതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ 80% എല്ലാ ഇതിലും വരുന്നത് ഏകദേശം കോമൺ സാധനങ്ങളായിരിക്കും. അതിൽ ആ ഒരു ഹെഡിങ് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുന്നു എന്നല്ലാതെ മേജറായിട്ടുള്ള ചേഞ്ചസ് ഒന്നും അതിലുണ്ടാവില്ല. പിന്നെ നമുക്കിതിൽ ഈ 5 ഹെഡിങ്സ്, ഈ മെയിൻ ഹെഡിങ്സ് എഴുതിയതിന് ശേഷം എഴുതിയാൽ തന്നെ നമുക്കൊരു മാർക്ക് കിട്ടും. ഓക്കെ, ഇവനിത് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതുന്നത് നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക. അതിൽ ഒക്കറൻസിലും അതേപോലെ തന്നെ എക്സിസ്റ്റൻസ് അങ്ങനെയുള്ള സാധനത്തിലൊക്കെ ഒരു 1-2 പോയിന്റ്സ് 2 പോയിന്റ് വെച്ചിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. അപ്പം തന്നെ ഏകദേശം 7 മാർക്സിനുള്ള പോയിന്റുകളാവും. ഓക്കെ, ഇത് രണ്ടും കൂടെ 7 മാർക്സിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഒരു 4 മാർക്കിന് അല്ലെങ്കിൽ 3.5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ പ്ലാൻ ചെയ്താൽ മതി. അതാണ് അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് വരുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ കാരോ ആണ്. കാരോ, കമ്പനി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ. നമ്മൾ ക്ലാസ്സിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടാവും. കാരോ, കമ്പനി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ. അത് നമ്മളുടെ ബേസിക് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ മുകളിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു അനക്ഷറാണ്. അനക്സ് ആണ്. എന്തിൻ്റെ മേലെ? നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടല്ലോ, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു അഡീഷണൽ ഡോക്യുമെൻ്റ് ആണ് ഇത് അനക്ഷർ. അത് ചില കമ്പനികൾക്ക് കാരോ അപ്ലിക്കബിലിറ്റി ഉണ്ട്. ചില കമ്പനികൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ അഡീഷണൽ റിപ്പോർട്ട്, കമ്പനി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ എന്നാണ് നമ്മളതിന് പറയാം. ഓക്കെ, ആ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യണം, നമ്മൾ സബ്മിറ്റ് ചെയ്യണം, കാരോ സബ്മിറ്റ് ചെയ്യണം. അപ്പം കാരോ എന്താണ് എന്നുള്ള അപ്ലിക്കബിലിറ്റി ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അതല്ലെങ്കിൽ കാരോ എന്ന് പറയുന്ന ഈ ഒരു റിപ്പോർട്ടിൽ ബേസിക്കലി നമ്മൾ 21ഓളം ക്ലോസുകളിൽ ഒരുപാട് വിഷയത്തിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ക്ലോസുകളിൽ ഏതെങ്കിലും 1-2 ക്ലോസുകൾ എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഒരു അറ്റംപ്റ്റിൽ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്ലോസുകൾ ചോദിച്ചിട്ടുണ്ട്. ഒരു അറ്റംപ്റ്റിൽ ചോദിച്ച ക്ലോസ് എന്ന് പറയുന്നത് ഒന്ന് ക്ലോസ് നമ്പർ 3 സബ് ക്ലോസ് 5, അതുപോലെ തന്നെ 3 സബ് ക്ലോസ് 7, 3 സബ് ക്ലോസ് 11. അങ്ങനെ 3 ക്ലോസുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ക്ലോസുകളും എന്താണ് എന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇതേപോലെ വേറെയും ക്ലോസുകളുണ്ട്. അപ്പോൾ ആ ക്ലോസുകൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം അത് ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് നമ്മൾ അതിൽ ഇടുന്നതിന് പകരം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഗോ ഫോർ ദ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് പോവുക. ആ ഒരു ഏരിയ മാത്രം കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അതിൽ ഇത് മൊത്തത്തിൽ 7 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 ക്ലോസും കൂടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ വലിയ ക്ലോസ് അല്ല, ചെറിയ ക്ലോസുകളാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്ലോസ് 3 സബ് ക്ലോസ് 5 എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ ഒരു കമ്പനി
അവർ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്ന് എന്ത് ചെയ്യണം, ഓഡിറ്റർ കാരോയിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇഫ് കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി accepting deposits, അവരെന്ത് ചെയ്യണം, we have to check whether directives of RBI, RBIയുടെ ഡയറക്റ്റീവ്സും അതുപോലെ തന്നെ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്റ്റും ഫോളോ ചെയ്തിട്ടുണ്ടോ, അതാണ് ഒരു പോയിന്റ്. അതായത് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന കമ്പനികൾ RBI റൂൾസും അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസും കംപ്ലൈ ചെയ്തിട്ടുണ്ടോ. ഇഫ് നോട്ട്, ഇല്ല എന്നുണ്ടെങ്കിലോ, നേച്ചർ ഓഫ് കോൺട്രവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് നമ്മൾ കോൺട്രവെൻഷൻ ചെയ്തത്, എന്താണ് നമ്മൾ ഓവർ റൈഡ് ചെയ്തത്, ആ പ്രൊവിഷനിൽ ഏതാണ് നമ്മൾ ഫോളോ ചെയ്യാത്തത്, അതെന്ത് ചെയ്യണം, നമ്മളതിൽ പറയണം. അതേപോലെ തന്നെ ഇഫ് എനി ഓർഡർ, എന്തെങ്കിലും ഓർഡേഴ്സ്, നമ്മളെ പ്രൊവിഷൻസോ അതുപോലെ തന്നെ RBIയുടെ ഡയറക്റ്റീവ്സിന് പുറമെ ഇഫ് എനി ഓർഡേഴ്സ് പാസ്ഡ് ബൈ കമ്പനി ലോ ബോർഡോ NCLTയോ അതല്ലെങ്കിൽ RBIയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതികളോ ഇഷ്യൂ ചെയ്ത ഓർഡേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഈ 3 സാധനങ്ങൾ മാത്രം നമ്മൾ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റിൽ നോക്കാനുള്ളൂ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 7 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു 3 പോയിന്റ് ചെയ്താൽ അങ്ങനെ ഒരു 3 പോയിന്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി എഴുതാനുണ്ടാവുക. ഓക്കെ, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് കാരോയിൽ വരുന്ന ഒരു പോയിന്റ്. രണ്ടാമത് ചോദിച്ചത് ക്ലോസ് നമ്പർ 7 ആണ്. ക്ലോസ് നമ്പർ 7 എന്ന് പറയുന്നത് ആക്ച്വലി സബ് ക്ലോസ് നമ്പർ 7 എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ആണ്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിൻ്റെ കേസിൽ 2 രീതിയിലാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിനെ കുറിച്ച് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ബേസിക്കലി 2 രീതിയിലുണ്ടാവും. ഒന്ന്, അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഉണ്ടാവും. മറ്റൊന്ന് ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഉണ്ടാവും. അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ഫണ്ട് എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കാം അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എന്ന് നമ്മൾ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ദ കമ്പനി എന്തെങ്കിലും അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അൺഡിസ്പ്യൂട്ടഡ് ചെക്ക്, അല്ലെങ്കിൽ ഇഫ് there is any undisputed statutory dues, അത് പ്രൊവിഡന്റ് ഫണ്ട് ആവാം, ESI ആവാം, ഇൻകം ടാക്സ് ആവാം, സെയിൽസ് ടാക്സ് ആവാം, വാട്ട് എവർ ടാക്സസ് ഓർ എനി അതർ പേയ്മെന്റ്സ് ദാറ്റ് ഈസ് പെൻഡിങ് വിത്ത് ദ കമ്പനി ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇഫ് there is any statutory dues. ഇഫ് എക്സിസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ 6 മാസത്തിൽ മോർ ദാൻ 6 മന്ത്സിൽ കൂടുതലുള്ള ഡ്യൂസ് ഷാൾ ബി റിപ്പോർട്ടഡ് ബൈ ദ ഓഡിറ്റർ. ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ,
ഇനി ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ട് ഡ്യൂസ് ആണെങ്കിലോ, എന്താ ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ട് ഡ്യൂസ് എന്നാൽ, അതായത് നമ്മൾ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിൽ ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓർഡർ പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഡിമാൻഡോ കാര്യങ്ങളോ റേസ് ചെയ്യുന്നുണ്ടോ, ഇൻകം ടാക്സ് ഇത്ര അടയ്ക്കാൻ പെൻഡിങ് ഉണ്ട് മറ്റൊന്നൊക്കെ ഉണ്ട്, പക്ഷേ കമ്പനി ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് പോയിട്ടുണ്ട്. അപ്പോൾ ആ കേസ് സോൾവ് ചെയ്യാതെ ആ പേയ്മെൻറ്റ് കൊടുക്കില്ല അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും സമയം അതെന്തായിരിക്കും, ഡിസ്പ്യൂട്ടഡ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഉണ്ട് എങ്കിൽ അതുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ആദ്യം ചെക്ക് ചെയ്യണം. ഇഫ് ദർ ഈസ് എനി ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ട് ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, ആദ്യം ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ വി ഹാവ് ടു മെൻഷൻ the forum under which it is pending. ഏത് ഫോറത്തിലാണ് ഇത് പെൻഡിങ് ആവുന്നത്? ഫോറം എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അല്ലെങ്കിൽ ഏത് കോടതിയിലാണെന്നൊക്കെയാണ്. ചിലപ്പോൾ എന്തായിരിക്കും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും, GST അല്ലെങ്കിൽ ഏതെങ്കിലും നോർമൽ കോർട്ടിലാവാം, വട്ട് എവർ ദ കേസ് അല്ലേ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഏത് ഫോറത്തിനാണ് അത് പെൻഡിങ് ആയിട്ടുള്ളത് അതെന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് ആണെങ്കിൽ അൺഡിസ്പ്യൂട്ടഡ് ഉണ്ടോ ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ 6 മാസത്തിൽ കൂടുതലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ എമൗണ്ട് സഹിതം നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യുകയും വേണം ഓഡിറ്റ് റിപ്പോർട്ടിൽ, കാരോ റിപ്പോർട്ടിൽ. ഡിസ്പ്യൂട്ടഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അതിന് പുറമെ ഏത് കോടതിയിലാണ്, ഏത് ഫോറത്തിലാണ് അത് പെൻഡിങ് ആയി കിടക്കണമെന്ന് എന്ത് ചെയ്യാം, നമ്മൾ നോക്കാം. പിന്നെ സബ് ക്ലോസ് 11 ആണ്. സബ് ക്ലോസ് 11 എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡാണ്. റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ് ഓൾറെഡി നമ്മൾ സെക്ഷൻ 143 സബ്സെക്ഷൻ 12 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. സെക്ഷൻ 143 സബ്സെക്ഷൻ 12 എന്താണ് പറയുന്നത്, നിങ്ങൾ ഫ്രോഡ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് 1 crore മുകളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും അതിന് താഴെയാണെങ്കിൽ നിങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അല്ലേ. ആ സെയിം അതുമായി കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത് ഇവിടെ പറഞ്ഞത്. വെദർ എനി ഫ്രോഡ് നോട്ടീസ്. ഞാൻ ഈ പോയിന്റുകൾ ബ്രീഫ് ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ നമ്മളൊരു സ്റ്റഡി ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് അഡീഷണൽ പോയിന്റുകളൊക്കെ ഉള്ളൊരു PDF നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ ഇത് അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയലിൽ നമുക്ക് ഈ സെക്ഷൻ, ഈ ഒരു കാരോൻ്റെ ഇത് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. ഏകദേശം പേജ് നമ്പർ ഒരു 700 ഒക്കെ റേഞ്ചിൽ നമുക്കത് കാണാം. മെറ്റീരിയൽ പഴയത് പുതിയതാകുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഈ മൊത്തം ക്ലോസുകൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്ത് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് എന്തായാലും എക്സാമിന് നമുക്ക് അതേപോലെ നമുക്ക് എന്ത് ബൈ ഹാർട്ട് ചെയ്ത് എഴുതാൻ പറ്റില്ല. സോ ആ പോയിന്റുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ദെൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് ഓൾസോ, നോ പ്രോബ്ലം. ഇത് ലോ ആണ്, മീൻസ് അതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ്, ഇറ്റ് ഈസ് വെരി വോള്യൂംനെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ try the best to understand the concept, then write your own words. Whether any fraud notice, നിങ്ങൾ എന്തെങ്കിലും ഫ്രോഡ് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? If yes ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നേച്ചർ ആൻഡ് എമൗണ്ട് ഇൻവോൾവ് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കൊടുക്കണം. പിന്നെ സെക്ഷൻ 143 സബ്സെക്ഷൻ 12 പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, ADT4 ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോമാണ്. ADT4 നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ അതിൽ പറയണം സെക്ഷൻ 143 പ്രകാരം. പിന്നെ വിസിൽ ബ്ലോവർ കംപ്ലൈൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ടോ? ആരെ വിസിൽ ബ്ലോവർ? നമ്മൾ ഓൾറെഡി ഓഡിറ്റ് കമ്മിറ്റീൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു അല്ലേ. വിസിൽ ബ്ലോവർ കംപ്ലൈൻസ് ഹാവ് ബീൻ കൺസിഡേർഡ്. വെദർ
whether whistleblower policy has been complaints have been considered. Whistleblowers ഉണ്ടാവും, അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കംപ്ലൈൻറ്റ്സ് സ്വീകരിച്ചിട്ടുണ്ടോ. ഇത്രയും സാധനങ്ങൾ, ഈ 3 സാധനങ്ങൾ ആണ് ഫ്രോഡ് റിപ്പോർട്ടിങ്ങായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് കാരോല് വരുന്ന ഒരു സാധനം. അപ്പോൾ കാരോല് വലിയ ഒരുപാട് ക്ലോസുകളുണ്ട്. അതിൽ തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള ക്ലോസുകളുണ്ട്. ഒരു എക്സാമിന് നമ്മൾ ചോദിച്ചിട്ടുള്ള ചെറിയ ചെറിയ ക്ലോസുകളാണ്. അപ്പോൾ ആ ചെറിയ ചെറിയ ക്ലോസുകൾ, ചോദിച്ച ക്ലോസുകളും അതേപോലെ തന്നെ ഇതുപോലെയുള്ള നമ്മൾ പഠിച്ച കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലോസുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള ക്ലോസുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട. കാരണം എക്സാമിന് ചിലപ്പോൾ എന്ത് ചെയ്യാം, അതിൽ നിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. വൺ ടൈമേ ചോദിച്ചിട്ടുള്ളൂ, ബട്ട് ഇറ്റ് ക്യാൻ ബി ആസ്ഡ്. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓഡിറ്റിൽ നമ്മൾ ബേസിക്കലി പറഞ്ഞല്ലോ, പ്രീവിയസ് ഇയറിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളതിൽ ബേസിക് കോൺസെപ്റ്റും അതുപോലെ തന്നെ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് നമ്മൾ കവർ ചെയ്ത്. ദാറ്റ് മീൻസ് 40 മാർക്സിൻ്റെ വെയിറ്റേജിൽ ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അടുത്ത നമുക്ക് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് അണ്ടർടേക്കിങ്സ് ആണ്. അല്ലെ, നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് അണ്ടർടേക്കിങ്സ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ എക്സാമിന്, ഇതിന് മുന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള അണ്ടർടേക്കിങ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 5 അണ്ടർടേക്കിങ്സിനെ കുറിച്ചാണ് എന്തെങ്കിലും ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഹോട്ടൽസിൻ്റെ ഓഡിറ്റിനെ കുറിച്ചാണ് എന്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഹോട്ടലാണ്, റെസ്റ്റോറൻ്റ് അല്ല. അപ്പോൾ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് രജിസ്റ്റേഴ്സ്, അതേപോലെ തന്നെ അവരുടെ ഫീ റെസീറ്റ്സിൻ്റെ മോഡൽ എങ്ങനെയൊക്കെയാണ്, അവർക്ക് വരുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളൊരു 8 മുതൽ 10 പോയിന്റ് വരെ മാക്സിമം എഴുതാം. ഓക്കെ, അപ്പോൾ ഹോട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള പോയിന്റുകൾ നമ്മൾ എഴുതാം. അതാണ് ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ടൽ എന്താണ്, എല്ലാത്തിലും വെദർ, അതേപോലെ തന്നെ കൺഫേം, ചെക്ക്, ഇങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോന്ന് എഴുതാം. ഫീ രജിസ്റ്റർ അല്ലെങ്കിൽ റൂം റെൻറ്റ് വിത്ത് ക്യാഷ് ബുക്ക്, അതേപോലെ തന്നെ രജിസ്റ്റേഴ്സ് ആയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട് ബിഫോർ ലിവിങ് ദ ഹോട്ടൽസ്, അങ്ങനത്തെ സാധനങ്ങൾ എൻഷുർ ചെയ്യുക. പിന്നെ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ബിൽസും കാര്യങ്ങളും ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോണ്ടറി സർവീസസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അത്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി കണക്ട് ചെയ്യാവുന്ന പോയിന്റുകൾ മാക്സിമം എഴുതാവുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറാണ്. ഓക്കെ, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നമ്മളുടെ ഓൺ വേർഡ്സിൽ എഴുതാവുന്ന, വളരെ കോൺഫിഡൻ്റിൽ എഴുതാവുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി ഡിഫറെൻറ്റ് ടൈപ്സ് അണ്ടർടേക്കിംഗ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. മാക്സിമം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. വെറുതെ വാരി വലിച്ചെഴുതുന്നതിന് പകരം നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആലോചിക്കുക. റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോട്ടലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോയിന്റുകൾ ഞാൻ എഴുതണം, അതൊന്നും ജസ്റ്റ് മൈൻഡിൽ ആ പോയിന്റ് ഒന്ന് എന്ത് ചെയ്യുക, മൈൻഡിൽ ഇതാക്കുക. ദെൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്, ഈസി ആയിട്ട് എന്ത് ചെയ്യാം ആക്കാം. മറ്റേ നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതി ഒരു ചരിത്രം പോലെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് റെലവൻറ്റ് പോയിന്റുകളൊന്നും ചിലപ്പോൾ അതിൽ ഒന്നോളം നിർബന്ധമല്ല. അപ്പോൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ എഴുതാം. 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് കറക്റ്റ് അതിൻ്റെ സ്റ്റെപ്സ് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ചോദിച്ചിട്ടുള്ളത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ റെസിപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെസിപ്റ്റ് സൈഡ് മാത്രമായിട്ട് എക്സാമിന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 മാർക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ നമുക്ക് അത്രയും ഉണ്ട്. കാരണം റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പല രീതിയിൽ അവർക്ക് ഇൻകംസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അവർ ട്യൂഷൻ ഫീ വാങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ യൂണിഫോം ഫീസ്, ഹോസ്റ്റൽ ഫീസ്, അങ്ങനെ ഓരോ റെസിപ്റ്റ് സൈഡ്സിൽ അവർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയാസ് മാക്സിമം എന്ത് ചെയ്യുക, എഴുതാൻ 7 മാർക്കിനൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കവർ ചെയ്യുക. പിന്നെ ഇതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2
രണ്ട് മൂന്ന് ഏരിയാസ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്ത്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, LSGD. ഓക്കെ, ഇത് രണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ഭാഗമാണ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്സിൻ്റെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ. അത് നമ്മളെ ക്ലാസ്സിൽ കറക്റ്റ് എടുത്തൊരു ഭാഗമാണ്. നമ്മളെ മെറ്റീരിയലിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് റാപ്പിഡ് റിവിഷനിൽ ബേസിക്കലി പറയാനുള്ള സാധനങ്ങൾ. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് നമ്മളെ മൊത്തം സിലബസ് അല്ല. നമ്മൾ ഇത് ബ്രഷപ്പ് ചെയ്യുന്നു, നിങ്ങൾ പഠിച്ച സാധനങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എന്ത് രീതിയിൽ കവർ ചെയ്തു. പ്രീവിയസ് ഇയറിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എക്സാമിന് ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും നമുക്ക് അടുത്തേലും കാണാൻ പറ്റുക. അപ്പം ഇതിങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് ഇതിൽ ഒരു കോംപ്രമൈസ് വേണ്ട. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക. അതിന് പുറമെ നിങ്ങൾ ബാക്കിയുള്ള നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ബ്രഷപ്പ് ചെയ്ത് പോവുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. സി യു ഇൻ CMA ഫൈനൽ.